ഇവനെതിരെ ഞാൻ ഒരു വാർത്ത കൊടുത്തു. ഇവൻ ഇവിടുത്തെ ഏറ്റവും വലിയ പിമ്പാണ്, ഇവൻ ഇവിടുത്തെ ഏറ്റവും വലിയ ഡ്രഗ് മാഫിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും എന്റെ തെളിവുണ്ട് കേട്ടാ. എന്നിട്ട് അപ്പോ ഞാൻ പറഞ്ഞപ്പോ നമ്മുടെ നാട്ടിലെ കുറെ പോലീസുകാർക്ക് അങ്ങോട്ട് ഇളകി. പണ്ടുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാണ്ടി പാർട്ടി എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. പാണ്ടികളെ പോലെ ഡ്രസ് ചെയ്ത് തന്നെ, തമിഴന്മാരെ പോലെ ഡ്രസ് ചെയ്ത് VIP തന്നെ വർഷത്തിൽ ഒരിക്കലാണ് തന്നെ. അവിടെ പണമുള്ള വിദേശത്ത് നിന്ന് അവിടുന്ന് വന്ന ആൾക്കാര് അവിടുന്ന് പെണ്ണുങ്ങളെ ഇറക്കും. ഇത് റഷ്യയിൽ നിന്ന് വരുന്നൊക്കെ പെണ്ണുങ്ങളെ ഇറക്കും. അണ്ട് ഇവർക്ക് കൊടുക്കും. ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഈ പഴയ ആൾക്കാരോട് ചോദിച്ചാൽ പച്ചയായിട്ട് പറഞ്ഞു തരും. ഈ ഹൈ സെക്യൂരിറ്റി ജയിലിൽ നിന്ന് ഞാൻ വരുമെന്ന് അറിഞ്ഞിട്ട് 2 ദിവസം മുമ്പ്, ഈ 2-ാം തീയതി കഴിഞ്ഞിട്ട് ഒരുത്തൻ ജയിലിൽ മാറി വന്നാണ് അങ്ങോട്ട്. ഞാൻ ആർക്കെതിരെ പ്രതികരിച്ചോ അവർക്കുള്ള സെറ്റ് ചെയ്തു. പോലീസിന്റെ ജയിലിന്റെ സഹായമുണ്ട് തീർച്ചയായിട്ടും. കാരണം എന്നെ ചെയ്തത് മറ്റേ ഇവര് പറഞ്ഞ പോലെ മറ്റേ ഷീറ്റ് വെച്ചിട്ടൊന്നുമല്ല, സർജിക്കൽ ബ്ലേഡ് ആണ്. കൊല്ലാനാണ് ശ്രമം. തീർച്ചയായിട്ടും. ഇതിന്റെ ഒരു വിപണി എങ്ങനെയാണെന്ന് പറഞ്ഞു. എവിടെ നിന്നാണ് ഈ സാധനം എത്തുന്നത് കേരളത്തിലേക്ക്? MDMA ആണ് മെയിൻ. MDMA വേറെയോ? കൊക്കൈനുണ്ട്, കഞ്ചാവുണ്ട്, ആഷിഷ് ഓയിലുണ്ട്. ഇതൊക്കെ ഇതിന്റെ സോഴ്സ് എവിടെ? പഞ്ചാബിൽ നിന്നാണ് വരുന്നത് ചേട്ടാ. നേരത്തെ ഇതിന്റെ എല്ലാം ഹബ്ബ് പഞ്ചാബായിരുന്നു. ഇപ്പൊ കേരളമാണ് ഇതിന്റെ ഹബ്ബ്. ലഹരിയുടെ ഇത് ഞാൻ ഗുണ്ടയെന്നുള്ള രീതിയിലല്ല, അവൻ അതിനെ ഒഴിവാക്കി. അപ്പൊ അവർക്കെതിരെ നിൽക്കുമ്പോ എന്നെ സഹായിക്കണം. വേണ്ട, ഞാൻ കൊടുക്കുന്ന ഇൻഫർമേഷൻ എങ്കിലും പുറത്തു വിടാണ്ടിരിക്കാൻ പാടില്ല. ഇവരെന്ത് ചെയ്യണേ? അവരെ പിടിച്ചു കഴിയാൻ പറയും അനീഷ് തന്നതാണ്, ഇനി അനീഷിന്റെ കാര്യങ്ങൾ പറ. അപ്പൊ ഇവരൊക്കെ എന്ത് വൃത്തിയായിട്ട് ഉദ്യോഗസ്ഥരാണ്. ഇവന്റെ ഇപ്പൊ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഡൽഹിയിൽ നിന്ന് വന്നല്ലോ. മെയിൻ അമിത്ഷായുടെ ആളാന്ന് പറയുന്നത്. എന്നിട്ട് ED കേസുകൾ സെറ്റിൽമെന്റ് ചെയ്യണേ. മൻമോഹൻ സിംഗിന്റെ പേരിൽ ഡൽഹിയിലെ ടെലിഫോൺ കണക്ഷൻ എടുത്ത ഒരു മലയാളി എനിക്കറിയാം. ചേട്ടാ ഞാൻ പറയാം. അതെ, ഞാൻ ഇപ്പൊ എന്നിട്ട് പ്രധാനമന്ത്രി ഓഫീസിലേക്ക് വിളിക്കുകയാണ്. അപ്പൊ നോക്കുമ്പോ മൻമോഹൻ സിംഗ് അല്ലേ മറ്റവനാ ഇത്? മറ്റവനപ്പോ പേര് പറയണ്ട. മസാലയും എല്ലും എല്ലാം കൂടി 100 ഗ്രാം മട്ടനാണ്. ഈ മട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറേ 1 ലിറ്റർ ഇടിക്കും. ഇത് നമുക്ക് ഇത്രയുള്ള ചെറിയ പീസാ കിട്ടണം. 1 ലിറ്റർ ഇടിച്ചിട്ട് ഈ മസാല ഇട്ട് ഇത്രയോട്ട് തരും. ഇതിനാണ് പുറത്തുള്ള ആൾക്കാർ പറയണത് ലാബിഷ് ഫുഡാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞത്. ഇതിന് ഉപദ്രവമുണ്ടോ സാറേ? ഇപ്പൊ പോലീസുകാർ ഇരിക്കുന്ന പറഞ്ഞില്ലേ, ഇതേപോലെ ഒന്നും അല്ല, ഒരു മനുഷ്യപ്പറ്റില്ലാണ്ട് ഇരിക്കണം. ഇപ്പൊ പുറത്ത് 12 രൂപ വാങ്ങണ ബീഡി, 2 കെട്ട് ബീഡിക്ക് 1000 രൂപ കൊടുക്കണം ജയിലിൽ. കിട്ടത്തുള്ളൂ. ഇപ്പൊ ഡ്രഗ് 1000 രൂപ കഞ്ചാവിന് അവിടെ 10000 രൂപ 5000 രൂപ കൊടുക്കണം. MDMA അങ്ങനെ കിട്ടും, ലാബിഷായിട്ട് കിട്ടും. നമ്മൾ ഈ പഴയ കഥ ഒരുപാട് പറഞ്ഞ തീരുവില്ല, കാരണം നിങ്ങളുടെ വലിയ ജീവിതമാണ്. അപ്പം എൻ്റെ ചോദ്യം, ഇപ്പം കൊച്ചിയുടെ അവസ്ഥ എന്താണ്? കൊച്ചിയിൽ ഇപ്പോഴും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ പഴയ സ്വാധീനം കൊച്ചിയിലുണ്ടോ ഇപ്പോഴും? തീർച്ചയായിട്ടും ഉണ്ട്. ഒരു സ്വാധീനക്കുറവും വന്നിട്ടില്ല. ഇല്ല. കാരണം അത് ഞാൻ കളയാത്തെന്ന് പറഞ്ഞാൽ ഇവന്മാരെ എനിക്ക് കയറ്റാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്. എത്ര കേസിൽ പ്രതിയാണ് നിങ്ങൾ? ഇപ്പൊ എനിക്കൊരു 7 കേസ്. എത്ര ഉള്ളൂ? 45-50 പലതും തീർന്നു പോയതായിരിക്കും. അത്ര ഉണ്ടായിട്ടുണ്ടാവും. 45 ഇല്ലായിരിക്കും. അതിന്റെ അടുത്തുള്ള ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. കാരണം നമ്മള് പലതും നമ്മൾ അറിയുന്നില്ല. ഒരു കേസിന് കയറുമ്പോഴാണ് ഇത്ര കേസുകൾ എന്റെ പേര് ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ ഞാൻ അറിയണത്. ഇല്ലാത്ത കേസായിരിക്കും പലതും. പല കേസുകളും ഇല്ലാത്ത കേസുണ്ട്. ചിലപ്പോ ഒരു വഴി പോകുമ്പോ ആ വഴിയിലുള്ള പല കേസുകളും നമ്മുടെ കയ്യിലേക്ക് വന്നില്ലേ. തട്ടിക്കൊണ്ടുപോകല്, അതെ, കള്ളപ്പണ ഇടപാടുകൾ, അല്ലെ? ഇതെല്ലാം പണ്ട് കാലങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കുഴൽപ്പണം അല്ലെങ്കിൽ സ്പിരിറ്റ്, ഇതിനൊക്കെ സെക്യൂരിറ്റി കൊടുക്കുമായിരുന്നു. അപ്പോൾ ഈ ബാംഗ്ലൂരിലുള്ള സംഭവങ്ങളിൽ, മൈസൂര്, തമിഴ്നാടൊക്കെ. നിങ്ങൾ തമിഴ്നാട്ടിൽ MLA തട്ടിക്കൊണ്ടുപോയി? അതെ. അതും ശരിക്കും പറഞ്ഞാൽ അത് കേസാകേണ്ട വിഷയമൊന്നുമല്ല. കാരണം അവിടുത്തെ ഒരു MP ഉണ്ട്, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. അയാളുടെ ഭാര്യയുടെ ചേച്ചിയുടെ ഭർത്താവാണ് അയാൾ. ഇവര് കുടുംബ പ്രശ്നത്തിൽ ഒരു പൈസ ഇടപാട് വന്നു. അത് നമ്മളത് ഇയാളെ കൊണ്ടുവന്നിരുത്തി, അത് എടുത്തുകൊണ്ടിരുത്തി. കാരണം അയാൾ അവിടെ മസിൽ പിടിച്ചപ്പോൾ അയാൾ എടുത്തുകൊണ്ടിരുത്തി, ഈ സംഭവം തീർത്തു. അയാൾക്കും വിഷയമില്ല. പക്ഷെ അവിടെ നമുക്ക് ഈ MP തന്നത് മധുരയിലൊരു മെയിൻ ഒരു ഗ്യാങ്സ്റ്റർ നമുക്ക് കണക്ട് ചെയ്ത് തന്നു, ഇവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരെ ഫോൺ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു പോലീസ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഇവൻ എല്ലായിടത്തും വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ കേരളത്തിൽ നിന്ന് ഇന്ന ആൾക്കാർ വന്ന് അങ്ങനെ ഇങ്ങനെ ചെയ്ത് അവൻ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞു. ഇത് അവിടെ നിന്ന് ഇയാളെ വിളിച്ചു വരുത്തി. ഇയാൾ പറഞ്ഞു എനിക്കിങ്ങനെ സംഭവമില്ല, അയാൾക്കും പരാതിയില്ല. ഇല്ല. അപ്പോൾ ഇത് പറഞ്ഞ് ഇത് കേൾപ്പിച്ചു കൊടുത്തു. അങ്ങനെ കേസെടുക്കുന്നത്. ശരി, അയാൾക്ക് പരാതിയൊന്നും ഇല്ല. ഇല്ല. ഇതിൽ ഈ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനോടനുബന്ധിച്ചാണ് ദിണ്ടിക്കലിൽ വെച്ചിട്ട് ഈ പാർട്ടിക്കാരിരുന്ന് മധ്യസ്ഥം പറഞ്ഞ് തീർക്കാനുള്ള സമയമാണ്. അവിടെയാണ് പോലീസ് വന്നത്. നമുക്കറിയാൻ പാടില്ല ഇത് പോലീസാണെന്നും അവർക്കറിയാൻ പാടില്ല ഇന്നതാണെന്നും. ലോഡ്ജിൽ ചെറിയ വിഷയം നടക്കുന്നുണ്ട്, വാക്കിറക്കം നടക്കുന്നുണ്ടെന്നും പറഞ്ഞാണ് പോലീസ് വന്നത്. ഇവർ യൂണിഫോമിലല്ല വന്നത്. ഇവരെ വാക്കിറക്കം നടക്കുന്നത് അവിടെ നിന്ന് ആര് വിളിച്ചു പറഞ്ഞിട്ടാണ് ഇവർ വന്നത്. അങ്ങനെ അങ്ങാടിങ്ങനെ വിഷയം ഉണ്ടാകുമ്പോഴാണ് എൻകൗണ്ടർ വന്നത്, ഇത് വെടിവെക്കുന്നത്. അല്ലാണ്ട് പുറത്ത് മറ്റേ സംസാരിക്കണ പോലെ
മറ്റേ തേടി പിടിച്ചു വന്ന് വെടിവെച്ച് വന്നു, അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല. നിങ്ങളുടെ എന്തോ ബൈക്ക് ആക്സിഡന്റ് ആയിട്ട് ബൈക്കല്ല, ഞാൻ മറ്റേ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്റെ വെയിറ്റ് ഇരുന്നിട്ട് ഇവിടെ അങ്ങനെയാണ് ഞാൻ അന്ന്. പിന്നെ അവിടുന്ന് ഗോവയിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന് ചികിത്സിക്കാനായിട്ട് നമ്മുടെ കൂടെ ആരെങ്കിലും വേണ്ടേ, ബൈ സ്റ്റാൻഡർ ആയിട്ട് ആരെങ്കിലും വേണ്ടേ, അങ്ങനെ വന്നു. അപ്പോൾ നമുക്ക് അപ്പോൾ എന്തായാലും കയറാൻ നിൽക്കണല്ലേ, എന്നാ ഇവിടെ തന്നെ വരാം. കാരണം അപ്പൊ ജയിലാവും നിങ്ങൾക്ക് അറിയായിരുന്നു? ഞാൻ മാനസികമായിട്ട് തയ്യാറായി. കാരണം ഇവിടെ ആശുപത്രി പിടിക്കും അറിയായിരുന്നു. പിടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടാ, നമ്മൾ ആ സമയത്ത് മറ്റേ ഇത് കോടതിയിൽ അപേക്ഷിച്ചിട്ടാണ് മുൻകൂർ ജാമ്യം ഇട്ടാണ്. അങ്ങനെ ഞാൻ അഡ്മിറ്റ് ആയ പിറ്റേ ദിവസം, അഡ്മിറ്റ് ആയപ്പോഴും ആരും അറിയണില്ല ഇത് അഡ്മിറ്റ് ആയക്കണ കാര്യം. കാരണം ഞാൻ എല്ലാ ടെസ്റ്റും പുറത്തുനിന്ന് ചെയ്തിട്ടാണ് വന്നേക്കണത്. ഏത് ഇപ്പൊ ആ ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് ഒരു ടെസ്റ്റും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ കേരളത്തിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് എന്തായാലും പിടിക്കും നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. എന്റെ ചോദ്യം പിടിക്കാൻ തയ്യാറായിട്ട് ഞാൻ സറണ്ടർ ആകാൻ വേണ്ടി വന്നതാണ്. അപ്പൊ എന്തായാലും എനിക്ക് സർജറി ചെയ്യണം. അങ്ങനെ ഞാൻ വന്നു, കോടതിയിൽ അപേക്ഷ ഇട്ടു. എന്നെ ഇതിന്റെ ഇത് തന്നെ ഒരാഴ്ചത്തേക്ക് എന്നെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഓർഡർ എന്റെ ഇപ്പോഴും ഉണ്ട്. അപ്പോഴാണ് ഞാൻ കിടക്കണേ. ഞാൻ 2-ാം തീയതി അഡ്മിറ്റായി. ഈ 2-ാം തീയതി തന്നെ ഞാൻ ഫയൽ ചെയ്തു കോടതിയിൽ. ഫയൽ ചെയ്ത് പിറ്റേ ദിവസം എനിക്ക് എല്ലാ സ്റ്റേഷനിലേക്കും ഇന്റിമേഷൻ പോയി. ഏത് ഇന്ന ആള്, കാരണം മുൻകൂർ അപേക്ഷ വെച്ചേക്കണല്ലേ, ജാമ്യാപേക്ഷ വെച്ചപ്പോ ആ സ്റ്റേഷനിലേക്ക് റിപ്പോർട്ട് ചോദിച്ചു പോകൂലേ, അങ്ങനെ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് ഞാനും വിളിച്ചു പറഞ്ഞു. അപ്പൊ പോലീസ് രഹസ്യമായിട്ട് വന്നൊന്നുമല്ല. എങ്ങനെയാണ് ഇത് മഴ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, സിറ്റിയുടെ നടുക്കിക്കണ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ഒളിച്ച് താമസിക്കുന്നു പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുന്നത്? അത് അവർക്കൊരു വാർത്ത വേണം, അത്രേ ഉള്ളൂ. ഞാൻ ചോദിക്കണം. അപ്പൊ കോടതിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ 2-ാം തീയതി ഞാൻ അഡ്മിറ്റായി, 3-ാം തീയതി സർജറി ചെയ്ത്, 2-ാം തീയതി ഞാൻ ഫയൽ ചെയ്തു കോടതിയിൽ. ഒരാഴ്ചത്തേക്ക് എന്നെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കും ഒരു പോലീസുകാർ ഓടി മറ്റേ വന്ന് എന്നെ ബ്ലോക്ക് ചെയ്തു. ബ്ലോക്ക് ചെയ്ത് അവരുടെ ഇതിലായി കൺട്രോളിലാക്കി. ആ കൺട്രോളിലിരിക്കുമ്പോഴുള്ള ഫോട്ടോസ് പുറത്തുപോയി. ഇത് ഈ പറയുന്ന ആൾക്കാർ കിട്ടിയിട്ട് യൂട്യൂബിൽ അങ്ങോട്ട് അടിച്ചിറക്കണേന്. ഇത് ഇങ്ങനെ ഇല്ല. അപ്പൊ അതെങ്ങനെ പുറത്തുപോയി? എന്നിട്ട് ഇവര് പറയണത് എന്നെ ആക്രമിച്ചിട്ട് ഞാൻ വന്നതാണ്, അങ്ങനെ ഇങ്ങനെയാണ്. ഇവര് മറ്റേ മഴയുടെ എന്നുള്ളൊരു ഇതുണ്ടാക്കി. ഒന്നുമല്ല, എൻ്റെ ഉണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചേട്ടാ ഇവർക്ക് ഇപ്പൊ തന്നെ എന്നെ എടുത്ത് കാപ്പടിച്ച് ഇപ്പൊ തന്നെ എന്നെ മറ്റേ ജയിലിലേക്ക് വിടണമെന്ന് എന്താണെന്ന് നിർബന്ധം? എന്നാ എന്നെ നോർമലിൽ എന്നെ ഈ ഒരാഴ്ച കഴിഞ്ഞ് അറസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് അറസ്റ്റ് ചെയ്തു? ഒരാഴ്ച കഴിഞ്ഞിട്ടല്ല, എന്നെ പിറ്റേ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തു. കോടതിയുടെ ഉത്തരവുണ്ടായിട്ടും വേറെ എന്നെ ആ കേസിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇവരെനിക്ക് കാപ്പ എടുത്തു. കാപ്പ എടുത്തിട്ട് എന്നെ നേരെ വ്യൂർ സെന്റർ ജയിലിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് നിങ്ങൾ അറ്റാക്ക് ചെയ്തു? എന്നെ ശരിക്കും നമ്മളെ കണ്ണൂർ ജയിലാണ് എറണാകുളംകാരുടെ കാപ്പ. ഇപ്പൊ ഈ തിരുവനന്തപുരംകാരുടെയൊക്കെ തൃശ്ശൂര്, അങ്ങനെയാണ്. ഒരു ജയിലുണ്ട് കാപ്പയ്ക്ക്. അപ്പോ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ഇട്ടു. അവിടെ ഇടുമ്പോഴുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടാ, ഞാൻ വരുന്നത് അവിടെ ഉദ്യോഗസ്ഥർക്കും അറിയാം, പ്രതികൾക്കും അറിയാം. ഏത് അതെങ്ങനെ അറിയാം? ഞാൻ എന്നെ ഒരു കേസ് എടുത്ത് കഴിഞ്ഞാൽ എന്നെ എറണാകുളം സബ് ജയിലിൽ ഇടുള്ളൂ, അല്ലെങ്കിൽ ജില്ലാ ജയിലിൽ ഇടുള്ളൂ. എങ്ങനെ എന്നെ കാപ്പി അടിച്ചിട്ട് എന്നെ വ്യൂ സെന്റർ ജയിലിലേക്ക് വരുന്ന എന്നെ പുറത്തിറങ്ങി? ഈ മറ്റേ സെക്യൂരിറ്റി, ഹൈ സെക്യൂരിറ്റി ജയിലിൽ നിന്ന് ഞാൻ വരുമെന്ന് അറിഞ്ഞിട്ട് 2 ദിവസം മുമ്പ്, ഈ 2-ാം തീയതി കഴിഞ്ഞിട്ട് ഒരുത്തൻ ജയിൽ മാറി വന്നാണ് അങ്ങോട്ട്. അവരാരായിരുന്നു? ഒരു ഹുസൈനും. ആരുടെ കൊട്ടേഷനാണോ? പോലീസിന്റെ തന്നെയാണോ? പോലീസിന്റെ അല്ല, ഞാൻ ആർക്കെതിരെ പ്രതികരിച്ചോ അവർക്കുള്ള സെറ്റ് ചെയ്തു. പോലീസിന്റെ സഹായം, ജയിലിന്റെ സഹായമുണ്ട് തീർച്ചയായിട്ടും. കാരണം എന്നെ ചെയ്തത് മറ്റേ ഇവര് പറഞ്ഞ പോലെ മറ്റേ ഷീറ്റ് വെച്ചിട്ടൊന്നുമല്ല, മറ്റേ ബ്ലേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർജിക്കൽ ബ്ലേഡാണ്. അതുകൊണ്ടാണ് ചെയ്തത്. എന്നിട്ട് എവിടെ പറ്റി? എൻ്റെ ഇവിടെയും കയ്യിലും. കൊല്ലാനായിരുന്നു ശ്രമം? തീർച്ചയായിട്ടും. അവർക്ക് പറ്റിയില്ല. എങ്ങനെ നിങ്ങൾ അതിനെ അറ്റാക്ക് ചെയ്ത് നിങ്ങൾ തിരിച്ച്? എങ്ങനെ ചേട്ടാ അറ്റാക്ക് ചെയ്യാൻ എനിക്ക് ഓടാൻ പറ്റില്ല എനിക്ക്. കാരണം എന്റെ സർജറി ചെയ്തിട്ടുണ്ട്, ഈ കൈ മൊത്തം മരവിച്ച് പ്ലാസ്റ്റർ ചെയ്തിട്ടേക്കണല്ലേ. ഇതിൽ ഈ സംഭവം എൻ്റെ അടുത്തേക്ക് വരണേ ഇവര് വന്നിട്ട് എന്നോട് പറയണേ എന്തെങ്കിലും ആവശ്യമുണ്ടോ. അതായത് ഇപ്പൊ നമ്മൾ വരുമ്പോ ഒരു ഗുണ്ടാന്നേത് വരുമ്പോൾ പല ആൾക്കാരും വരും കേട്ടോ, ആരാധകരെന്നും പറഞ്ഞു വരും, പല ആൾക്കാരും വരും. അപ്പോൾ പലരും വന്നിട്ട് നമുക്ക് ഇപ്പൊ സ്നാക്സ് ഒക്കെ തന്നിട്ട് പോകും. ചിലപ്പോൾ അവരിൽ എന്താ അതൊക്കെ സ്നേഹത്തോട് തന്നിട്ട് പോകും. ചിലപ്പോൾ നമ്മുടെ എന്ത് ചോദിച്ചാൽ കൊണ്ടുവരും ബുക്കുകൾ. ഞാൻ ഒരുപാട് ബുക്ക് വായിക്കും. അപ്പോൾ ബുക്ക് തരാൻ തന്നെ ഒരുപാട് ആൾക്കാർ വരും. പക്ഷെ ജയിലുകാർക്ക് അറിയാലോ ഇങ്ങനെ സംഭവം നടക്കും. കാരണം ഇവരിങ്ങനെ വന്ന് സഹായിക്കാനാന്ന് വന്നു. അതിൽ ചടങ്ങ് വെക്കണം. ഇപ്പൊ ഇതില് ഒരു ബിനോയ് എന്ന് പറഞ്ഞ ഒരു വാർഡൻ ഇടപെട്ടിട്ടാണ് ഇത് രക്ഷിച്ചതെന്നൊക്കെ പറഞ്ഞല്ലോ. ആ പരനാറി വാതിൽ തുറന്നിട്ട് കൊടുത്താണ്. എന്നിട്ടാണ് കയറുന്നത്. എന്നിട്ട് പുറത്തെന്താ പത്രക്കാർ മൊത്തം പറഞ്ഞെന്താ, യൂട്യൂബുകാർ എല്ലാരും പറഞ്ഞെന്താ, അവൻ വന്നെന്നെ രക്ഷിച്ചെന്നാ പറഞ്ഞ. എന്താ ഞാൻ എന്താ പൊട്ടനാ? ഞാൻ കണ്ടോണ്ടിരിക്കണല്ലേ.
ഈ സാധനം തുറക്കണതും ഇവർ വന്നതെല്ലാം ഞാൻ കാണണല്ലേ. പക്ഷെ നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. ഇയാൾ ആ സമയത്ത് മാറിക്കളഞ്ഞ്, ഇയാൾ ആ പരിസരത്തില്ല. ഒരു ടൈം കഴിഞ്ഞ്, ഒരു ജയിലല്ലേ ഒരു സംഭവം ഉണ്ടല്ലോ, ആ സമയം കഴിഞ്ഞപ്പോൾ ഇയാൾ വന്നു. വിജയിക്കാണ്ട് പോയെന്ന് പറഞ്ഞാൽ കട്ടിൽ അടുത്തടുത്തല്ലേ ഇരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കാൻ, അത്ര ഗ്യാപ്പേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ 2 പേരാണ് വന്നത്. ഒരാൾക്ക് ഇതിൻ്റെ ഇടയിലേക്ക് കയറി, 2 ഇതിൻ്റെ ഇടയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ ഞാൻ ഈ ബുക്ക് ഇങ്ങനെ വെക്കുമ്പോഴാണ് എനിക്കിട്ട് ചെയ്യണത്. ഈ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ബാലൻസ് ചെയ്ത് നിലത്തേക്ക് കൈകുത്തി വീഴണേ. ഈ കൈകുത്തി വീഴുമ്പോൾ ഈ വയ്യാത്ത കൈയല്ലേ കുത്തി വീഴണേ, ഞാൻ കമ്മന്നാ വീഴണേ. വീഴുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എഴുന്നേക്കാൻ നോക്കണ്ടേ, എഴുന്നേക്കാൻ നോക്കുമ്പോൾ തല എന്നിട്ട് മറ്റേ 2 കട്ടിലിൻ്റെ മേളിൽ ഇടിക്കണേണ്. അതുകൊണ്ട് എനിക്ക് എഴുന്നേറ്റ് വരാനും പറ്റണില്ല. അപ്പോൾ കൂടെയുള്ളവരും കയറി പിടിച്ച്. അപ്പോൾ അവൻ ആ ടൈമിൽ ഒരാൾക്കേ ചെയ്യാൻ പറ്റണുള്ളൂ. കൂടെ നിങ്ങളുടെ സെല്ലുണ്ടായിരുന്നു, അയാൾ സഹായിച്ചു. ശരിക്കും നമ്മുടെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം അവര് പുറത്ത് മറ്റേ ഹോസ്പിറ്റലിൽ പോയിരുന്നു. നമ്മൾ വലിയ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകല്ലോ, ആ ടൈമും കൂടി നോക്കിയിട്ട് അവർ വന്നത്. ഇത് നമ്മുടെ ആൾക്കാരില്ല. പക്ഷേ സെല്ലിലുള്ളവർ സഹായിച്ചു തീർച്ചയായിട്ടും. അല്ലാണ്ട് അയാൾക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളൊന്നും അല്ല. അല്ലല്ലല്ല, അപ്പൊ ധൈര്യമുള്ളവനായിരുന്നു. അതിലൊരുത്തൻ കാല് ഒടിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇട്ട് ഇറങ്ങണ ഒരുത്തനുണ്ടായിരുന്നു. അവൻ 2 കട്ടിൽ അപ്പുറത്ത് കിടക്കണം. അവൻ ആ ഒറ്റക്കാലിൽ കൊല്ലംകാരനാണ് ആ പയ്യൻ. ആ പയ്യന് ഞൊണ്ടി വന്നു, അത് പിന്നെ നടുക്കേറി നിന്ന്. കാരണം എനിക്ക് എഴുന്നേക്കാൻ പോലും പറ്റണില്ല. ഈ കൈകുത്തി എഴുന്നേക്കണ്ടേ, ഈ കൈകെട്ട് എനിക്ക് ഇങ്ങനെ കൈ വെച്ച് കൊടുക്കാനേ പറ്റണുള്ളൂ, ഈ കൈകുത്തി എഴുന്നേക്കാനും പറ്റണില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇവരിനെ വെല്ലുവിളിച്ചോണ്ടിരിക്കണേ. ഞാൻ എനിക്ക് കാരണം കൈ ഇതായതുകൊണ്ട് ഞാൻ മൊത്തം ചോര. കാരണം ആ സമയം കൊണ്ട് ഇങ്ങനെ ഇതിങ്ങനെ പൊളിഞ്ഞ് ഇങ്ങനെ ഇരിക്കണേണ്. തലയും ഇതാണ്, അത്രയും ബ്ലഡ് വന്നോണ്ടിരിക്കണേ. ഞാൻ ഡോക്ടറെ റൂമിലേക്ക് വന്നു. എന്നിട്ട് അപ്പോൾ ഇവര് നടന്ന് ഇത് മെയിൻ ഗാർഡ് ഓഫീസിൽ പോയി അവിടെ എത്തി. അവിടെ നിന്ന് റൂമിൽ പോയി ഈ സാധനങ്ങളെല്ലാം മാറ്റുന്ന സമയം വരെ ഒരാൾ അനങ്ങിയില്ല, ഒരു ഉദ്യോഗസ്ഥനും വന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. കേസെടുത്തോ? ഞാൻ കേസ് കൊടുത്തില്ല, അവരെടുത്തോ അറിയത്തില്ല. അതെനിക്കറിയാൻ പാടില്ല. കാരണം എൻ്റെ അടുത്ത് പോലീസുകാരൊക്കെ വന്നു. ഇതിന്റെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മേസ്ത്രി ഉണ്ട്, പല ആൾക്കാരും നമ്മളോട് വളരെ സ്നേഹമായിട്ട് നിന്ന, നമ്മളോട് അങ്ങനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവിടെ. ആ ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ എനിക്ക് എപ്പോഴും ഒരു ബഹുമാനം, എനിക്ക് കാണാൻ ഒരു കെട്ടിപ്പിടിക്കണമെന്ന് തോന്നിയ ഒരു ഉദ്യോഗസ്ഥനുണ്ട്. ജയിലിലൊരു സ്റ്റാഫാണ് പുള്ളി. ഈ നമ്മുടെ ജയിലിൽ പുറത്തുനിന്നുള്ള ആൾക്കാർ വരില്ലേ, എന്ത് സത്യമെന്ന് എനിക്കറിയാൻ പാടില്ല. അറ്റൻഡർ പോലത്തെ, അറ്റൻഡർ ആണ് അല്ല, എന്തോ മെയിൻ ആയിട്ടുള്ളൊരു ഹെൽപ്പർ അല്ല, പുള്ളിയാണ് മെഡിസിൻ എടുത്ത് കൊടുക്കുന്നതും നമുക്ക് ക്ലീൻ ചെയ്ത് ഡോക്ടറുടെ കൂടെയുള്ള ഫാർമസിസ്റ്റ്. ആ പുള്ളി എന്നെ ഞാനിങ്ങനെ ബ്ലഡായിട്ട് കയറി വരുമ്പോൾ അപ്പോൾ എന്നോട് വളരെ അടുപ്പോട് നിന്നാണ് അവിടുത്തെ മേസ്ത്രി, നമ്മുടെ മുനമ്പം കൃഷ്ണൻ്റെ ഒക്കെ കേസിലുള്ള ഇതാണ്. അപ്പം നമ്മളൊക്കെ അപ്പോൾ അവർ നമ്മളോട് അതേപോലെ നിൽക്കുമെന്നൊക്കെ കൊടുത്തു. പക്ഷേ ഇയാൾ വന്ന് എന്നാ ചോരയാണല്ലോ, ഇയാൾ എന്നെ വന്ന് പിടിക്കാൻ പോകുമ്പോൾ പറയുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാറേ മറ്റവന് ഏഴ്സാണ്, ഗ്ലൗസ് ഇട്ടു തന്നു. നിങ്ങൾക്ക് ചെയ്തവന് ഏഴ്സാണ് സാറ്, ഗ്ലൗസ് ഇട്ടു തന്നു. അപ്പോൾ ഒരാളും ഇത്രയും ആകുമ്പോഴും അവരൊക്കെ ചിന്താഗതി, ഇയാളൊരു മനുഷ്യത്തുള്ള ആളാണ് എനിക്ക് മനസ്സിലായി. ഒന്ന് പോടാന്ന് പറഞ്ഞിട്ട് അയാൾ ആ നേരെ വന്ന് എൻ്റെ കൈയെടുത്ത്, അയാളുടെ മേത്ത് മൊത്തം ബ്ലഡായി, അയാളെടുത്ത് എന്നെ പഞ്ഞു വെച്ച് ഒപ്പി ക്ലീൻ ചെയ്ത് അയാൾ എനിക്ക് ഇത് ചെയ്ത് തന്നു. എന്നിട്ട് പറഞ്ഞ് ടെൻഷനാണല്ലേ, ബ്ലഡ് പ്രഷർ കയറും, ബ്ലഡ് പോവും, ഇത് എല്ലാവരെയും വിളിക്കും, ഇന്ന് ആരും വരാത്തെന്നാണ് അയാൾ ചോദിക്കണേ. അപ്പൊ ഇത്രയും കാര്യത്തിന് എന്തൊരു സമയം ഉണ്ടാവും ചേട്ടാ. മനസ്സിലായി, മനഃപൂർവ്വം പ്ലാൻ ചെയ്തു. അതായത് ഇവിടെ നിന്ന് നടന്നു പോകാൻ, ഗാർഡ് ഓഫീസിലേക്ക് നടന്നു പോകാൻ അത്രയും ദൂരമുണ്ട്. എന്നിട്ടാണ് അയാൾ രക്ഷിച്ചു വാർത്ത. നടന്നു പോയി അവന്മാരെ അടുത്ത ബ്ലോക്കിൽ പോയി, അവരുടെ റൂമിൽ പോയി ഡ്രസ്സൊക്കെ ക്ലീൻ ചെയ്ത് ഈ സാധനമൊക്കെ ഒളിപ്പിച്ച്. അപ്പോഴും ഉദ്യോഗസ്ഥർ വന്നിട്ടില്ല. അപ്പൊ ഈ ഗാർഡ് ഹൗസിൽ ഇത്രയും ഉദ്യോഗസ്ഥർ എവിടെ? നിങ്ങൾ ഈ സമ്പന്നരായ ആരുടെയെങ്കിലും കൊട്ടേഷൻ ആയിട്ട് നടത്തിയിട്ടുണ്ടോ? അറിയപ്പെടുന്നവരുടെ പേര് പറയേണ്ട ആരുടെ ഞാൻ ചോദിച്ചത്. കൊട്ടേഷൻ അല്ല ചേട്ടാ, ഇപ്പൊ ഈ ഭൂമി ഇടപാടുകളുടെ വിഷയങ്ങൾ, ഈ മധ്യസ്ഥം പറയാനുള്ളത്, അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മളെ കൊണ്ട് കാരണം ഇവരൊന്നും കോടതിയിൽ പോയാലോ സ്റ്റേഷനിൽ പോയാലും നടക്കില്ല. അറിയപ്പെടുന്നവരുടെ ആളുകളൊക്കെ ഏൽപ്പിക്കാറുണ്ട്. തീർച്ചയായിട്ടും. കാരണം കൂടുതലും കുടുംബസ്വത്ത് വിഷയങ്ങളൊക്കെ അല്ലേ, ഈ പാർട്ടീഷൻ ചെയ്യാനുള്ള വിഷയങ്ങളാണ്. അതൊക്കെയാണ് അപ്പോൾ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ വീതം വെക്കാന്നുള്ള ഈഗോ പ്രോബളത്തിൽ പോണ കാര്യങ്ങളാണ്. അപ്പൊ നമ്മളെപ്പോലത്തെ ഒരാളെ ഇടപെടുമ്പോൾ അതങ്ങാട് തീർന്നു പോകും. അങ്ങനെയുള്ള ഇത് സിവിൽ കോടതി പോയ എത്ര വർഷം കഴിയണം ഇവരുടെ. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ കോടതി പോയി, നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റില്ല, നിങ്ങളുടെ മക്കളുടെ മക്കൾക്ക് അനുഭവിക്കാം. അതിനേക്കാളും നല്ലത് നിങ്ങൾ ഈ പറഞ്ഞു തീർത്തിട്ട് ഇപ്പം അനുഭവിക്കണല്ലേ നല്ലത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഭൂരിഭാഗം ആൾക്കാർ ഓക്കെയാണ്. ഈ കൊച്ചിയിലെ വലിയ വലിയ പ്രമുഖന്മാരുണ്ടല്ലോ, വലിയ
ബിൽഡേഴ്സ് അല്ലെങ്കിൽ വലിയ വലിയ അറിയപ്പെടുന്ന അവരൊക്കെ സിനിമാക്കാർ, അങ്ങനെ അവരൊക്കെ ഇങ്ങനെ നിങ്ങളുടെ സഹായം തേടാറുണ്ടോ? തേടാറുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു സിനിമ പിടിച്ചു, ആ സിനിമ പിടിക്കുമ്പോൾ ചിലപ്പോൾ ഒരു നടന് മൊത്തം പൈസ കിട്ടണമെന്നുണ്ടോ? കിട്ടില്ല. അവൻ പറയുന്ന മറ്റേ സിനിമ ഇറങ്ങട്ടെ, അല്ലെങ്കിൽ നഷ്ടമായിരുന്നു, ചെക്ക് കൊടുക്കുന്നുണ്ടാവുമായിരിക്കും, കിട്ടില്ല. ഒരു പ്രൊഡ്യൂസറിനാണെങ്കിൽ ഇങ്ങനെ തന്നെയല്ലേ, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഒരു പലിശക്ക് എടുത്തിട്ടാണെങ്കിൽ അങ്ങനെയല്ലേ, പടം പൊട്ടിപ്പോയി ഞാൻ തരാട്ടാ എന്ന് പറയും, അടുത്ത പ്രോജക്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ സിനിമ പ്രവർത്തകരുടെ ഇടപെട്ടിട്ട് അടുത്ത പ്രോജക്റ്റ് വരുമ്പോൾ നമ്മൾ പറഞ്ഞ ആ പ്രോജക്റ്റ് തീരുന്നതിന് മുമ്പ് ഈ പൈസ കൊടുക്കണം. വലിയ നടന്മാർക്കൊക്കെ സഹായിച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇത് പറഞ്ഞാൽ ഇത് ഇല്ലീഗലായിട്ടുള്ള വിഷയങ്ങളല്ലല്ലോ. കാരണം ഇതിൽ മറ്റേ നമുക്ക് റൗഡീസം കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് പരസ്പര ബന്ധമുള്ളതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായി. ഇപ്പോൾ പല കാര്യങ്ങൾക്കും ഞാൻ പൈസ കൊടുക്കാറുണ്ട്. കാരണം ഇപ്പോൾ എന്നെ വിശ്വസിക്കുന്ന പല ആൾക്കാരുണ്ട്. അപ്പോൾ അവർ പറയും, ഇപ്പോൾ ചില ആൾക്കാർ നമ്മൾ വിളിക്കൂലേ, ഇന്നൊരു പടം തുടങ്ങാൻ പോകുന്നുണ്ട്, അപ്പോൾ അതിൽ നമ്മൾ പാർട്ണർഷിപ്പാണ്, അപ്പോൾ അതിൽ ഇത്ര ശതമാനം ഞാൻ കൊടുക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ ഇട്ടോട്ടാ. അപ്പോൾ നമ്മൾ പറയുന്ന ആൾക്കാരുണ്ടാവും, ഇതിന് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ പറയും ഇങ്ങനെ സംഭവം വന്നിട്ടുണ്ട്, നിങ്ങൾ സ്ക്രിപ്റ്റ് നോക്കിയിട്ട് നല്ലതാണ്, നിങ്ങൾ വേണമെങ്കിൽ മുടക്കിക്കോ എന്ന് പറയും. അങ്ങനെ ബിസിനസ് പൈസ വെച്ചിട്ട് എന്ത് ബിസിനസ് ചെയ്യണമെന്ന് ആലോചിച്ചിറങ്ങുന്ന ഓരോ ആൾക്കാരുണ്ട്. അവരെ നമ്മൾ മുട്ടിച്ചു കൊടുക്കും. അപ്പോൾ ഈ സംഭവം നടന്നാൽ നമുക്കല്ലേ ഗുണം. മനസ്സിലായി. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആരാണ് നിങ്ങളുടെ ശത്രുക്കൾ? ആരാണ് ഇപ്പം നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കും? ഇപ്പം പറഞ്ഞു എൻകൗണ്ടറിന്റെ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ ശത്രുക്കൾ ആരാണ് ഇപ്പം? അതായത് ഇവിടെ ഈ ഡ്രഗിനെതിരെ പ്രവർത്തിക്കുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ശത്രുക്കൾ. എനിക്കെന്താ ഞാൻ എന്തിനാണ് ഡ്രഗിനെതിരെ പ്രവർത്തിക്കുന്നത്? ഈ ഡ്രഗ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കേരളത്തിൽ ശക്തമാണോ? തീർച്ചയായിട്ടും. അതിന്റെ ഒരു വ്യാപ്തി എങ്ങനെയെന്ന് പറഞ്ഞു ചേട്ടാ. അതായത് ഇപ്പോൾ എന്നെ ഒരുപാട് അമ്മമാർ വിളിക്കാറുണ്ട്, ഒരുപാട്. ഇപ്പം നിങ്ങൾ ഓർക്കും എന്നെ എന്തിനാ വിളിക്കുന്നതെന്ന് ഓർക്കും, പക്ഷെ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അത്രയും പേര് എന്നെ വിളിക്കാറുണ്ട്, എന്നോട് സംസാരിക്കാറുണ്ട്. മോനെ എൻ്റെ മോൻ ഇങ്ങനെ ആയിപ്പോയി, മോനെ അവൻ നന്മ പഠിച്ച കുട്ടിയാണ്, അവൻ ഇപ്പോൾ ജോലിക്ക് പോകണില്ല, അവൻ കല്യാണം കഴിച്ച് പ്രേമിച്ച് കല്യാണം കഴിച്ചു, ഇപ്പോൾ ഫാമിലി മൊത്തം പോയി, നമ്മൾ എവിടെ പോവും? ഇത് നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അല്ല, കൂട്ടുകെട്ടാണ് പോണത്, ഇന്ന ആൾക്കാരാണ്, ഞങ്ങളൊന്നും പറഞ്ഞിട്ട് കേൾക്കണില്ല, സ്റ്റേഷനിൽ പോയിട്ട് കാര്യമില്ല, അതുകൊണ്ട് സഹായിക്കും. അപ്പോൾ എന്തെങ്കിലും ചെയ്ത് ഇതൊന്ന് രക്ഷപ്പെടുത്തി തന്നെ, ഇന്ന ആൾക്കാരൊക്കെയാണ് ഇത് കൊടുക്കുന്നത്. ஆனால் എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞ് ഇവർ നമ്മളെ ആക്രമിക്കും, എൻ്റെ മോനെ ആക്രമിക്കും. അപ്പോൾ വീട്ടിൽ ലോൺ അടക്കാൻ വെച്ച പൈസ പോലും എടുത്തിട്ടാണ് ഈ സാധനങ്ങൾ വാങ്ങണേ എന്ന് പറയും. എൻ്റെ വ്യക്തിപരമായിട്ട് എൻ്റെ വളരെ കൂട്ടുകാർ, ഫാമിലിയായിട്ട് വളരെ നന്നായിട്ട് ജീവിച്ചു വന്ന ആൾക്കാർ ഒരു സുപ്രഭാതത്തിൽ സംശയമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയം. ഒരു ടൈം കഴിയുമ്പോൾ എല്ലാവരും സംശയമാണ്, ഭാര്യന് സംശയം, അമ്മേനെ സംശയം, എല്ലാവരും സംശയങ്ങളാണ് ഈ സാധനം ഉപയോഗിക്കുമ്പോൾ. അതായത് ഇപ്പോൾ കേരളത്തിൽ മൊബൈൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ ആയി ഇപ്പോൾ ഈ സാധനം. ആണോ? അത്രയും ഇതായി. അതെങ്ങനെ അവൈലബിൾ ആവും? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ സാധനം, അതുകൊണ്ട് ചോദിച്ചത് എങ്ങനെ അവൈലബിൾ ആവും, ഇതെങ്ങനെ കിട്ടുന്നത്? ചേട്ടാ കിട്ടണമെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇതിന്റെ ഒരു വിപണി എങ്ങനെയാണെന്ന് പറഞ്ഞു, എവിടെ നിന്നാണ് ഈ സാധനം എത്തുന്നത് കേരളത്തിലേക്ക്? ഡ്രഗ്സ് MDMA ആണ് മെയിൻ. MDMA വേറെയോ? കൊക്കൈൻ ഉണ്ട്, കഞ്ചാവുണ്ട്, ആഷിഷ് ഓയിൽ ഉണ്ട്. ഇതൊക്കെ ഇതിന്റെ സോഴ്സ് എവിടെ? പഞ്ചാബിൽ നിന്നാണ് വരുന്നത്? ചേട്ടാ നേരത്തെ ഇതിന്റെ എല്ലാം ഹബ്ബ് പഞ്ചാബായിരുന്നു, ഇപ്പൊ കേരളമാണ് ഇതിന്റെ ഹബ്ബ്. ലഹരിയുടെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടാ ഇപ്പൊ ആലോചിച്ച് നോക്കി, ബാംഗ്ലൂരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുന്നത്, ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്, ബാംഗ്ലൂരിൽ ബസ്സിനൊക്കെ ആയിരിക്കും ബസ്സിന് വരുന്നത്, പല രീതിയിലും വരാനുണ്ട്. ഇപ്പൊ വിദേശത്ത് നിന്ന് വരുന്നുണ്ട്, ഒമാനിൽ നിന്ന്, തായ്ലാൻഡിൽ, എവിടെ നിന്ന് വേണമെങ്കിൽ സാധനം വരാം. അതെങ്ങനെ അതിപ്പോ ഷിപ്പിൽ പരിശോധന, വിമാനത്തിൽ പരിശോധന ഒന്നുമില്ലേ? ചേട്ടാ ഇപ്പൊ ഒമാനിൽ നിന്ന് എങ്ങനെ എത്തുന്നു? ഇപ്പൊ ഗോൾഡ് എങ്ങോട്ട് ഇറക്കണം, എങ്ങനെ സെറ്റ് ചെയ്തിട്ടല്ലേ? ഇപ്പൊ കരിപ്പൂര് വിമാനത്താവളത്തില് പുറത്ത് പോലീസ് പിടിക്കണല്ലേ, എന്താ ഉള്ളിൽ പിടിക്കാൻ പറ്റാണ്ടാണ്, മനസ്സിലാവുന്നുണ്ട്. അവിടെ പൈസ കിട്ടി പോണ്. പക്ഷെ അപ്പൊ അവര് എന്തിനാണ് ഗോൾഡാണ് അവര് സെറ്റിങ് പറഞ്ഞാൽ, ഈ ഗോൾഡിന്റെ ഉള്ളിൽ ഈ സാധനം വന്ന എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇവിടെ ഈ ഓരോ സാധനങ്ങൾ ഇപ്പൊ ഡ്രസ്സ് ഇറക്കുമതി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇതിനുള്ളിൽ വന്നാൽ എന്ത് ചെയ്യും? സെറ്റ് ചെയ്തിട്ടല്ലേ വന്നത്. ഇപ്പൊ സിഗരറ്റ്, ഏറ്റവും കൂടുതൽ സിഗരറ്റ് വന്ന സംഭവം. ഉദ്യോഗസ്ഥർ നോക്കുമ്പോൾ എന്താണ്, സിഗരറ്റ് അല്ലേ, കുറച്ച് പൈസ വിട്ട് പൊക്കോളും, വേറെ വലിയ വിഷയമൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ ഈ സാധനം വന്ന് എന്ത് ചെയ്യും? മനസ്സിലായി. അവർ പരിശോധിക്കാനുള്ള സംവിധാനം ഇല്ലേ? പരിശോധിക്കാനുള്ള സംവിധാനം എല്ലാം ഉണ്ട്, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ വന്നെ ഒരു സെറ്റിൽമെന്റ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഇത് വെളിയിൽ നിന്ന് ഒമാനിൽ നിന്ന് വരുന്നു, പല ആഫ്രിക്കയിൽ നിന്ന് ഒമാനി വരുമായിരിക്കും, അല്ല അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുമായിരിക്കും, പല സ്ഥലത്തുനിന്നും വന്ന സാധനങ്ങൾ. അവർ അവിടെ നിന്നൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നല്ല സാധനം തുച്ഛമായ വിലക്ക് ഒരു കിട്ടൂലേ. ഇപ്പൊ ഇവിടെ ഞാനിതെല്ലാം ഇപ്പൊ എനിക്കെങ്ങനെ അറിയുമെന്ന് ചോദിക്കും. ഞാൻ ഇതിന്റെ എല്ലാം ഇടയിൽ കിടക്കുന്ന ആളല്ലേ. ഇപ്പൊ എന്തൊക്കെ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്, എന്തൊക്കെയുണ്ട്, ഇതെല്ലാം എനിക്കറിയാൻ പറ്റും, ഞാൻ അറിയണം. എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിന്റെ എല്ലാ മൂവിങ്ങും ഞാനിങ്ങനെ നോക്കി നടക്കും. അപ്പോൾ ബാംഗ്ലൂരിൽ ഒരു ഗ്രാമിന് 500 രൂപയാണെങ്കിൽ ആ സാധനം ഡൽഹി പോയാൽ 200 രൂപ കിട്ടും.
ഇങ്ങനെയാണ്. അപ്പൊ ഈ ഇങ്ങോട്ട് കടത്താന്ന് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ബാംഗ്ലൂരിൽ നിന്ന് എന്തോരം പച്ചക്കറി വണ്ടി വരുന്നുണ്ട്. ഈ പച്ചക്കറി വണ്ടിയിൽ എങ്ങനെ എല്ലാം എടുത്ത് ചെക്ക് ചെയ്യാൻ പറ്റും? കുത്തിയല്ലേ നോക്കുള്ളൂ. ഇപ്പൊ 2 കിലോ വെച്ച് വന്നാൽ ആകെ ഇത്രയല്ലേ ഉള്ളൂ. ഇതിനുള്ളിൽ ഒരു ചാക്കിനുള്ളിൽ എങ്ങനെ വരും? വരില്ല, അറിയില്ല. ഇപ്പൊ ഞാൻ ചോദിക്കും, സിസ്റ്റം വണ്ടി ഇപ്പൊ കുഴപ്പണം പിടിക്കണല്ലേ, ഒരു 10 പ്രാവശ്യം വേണ്ടല്ലേ പോലീസുകാർ പിടിക്കണേ. ഈ സിസ്റ്റത്തിലാണ് ഈ സാധനം എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെ ഇത് ഇവിടുന്ന് വരുന്നു. ഇപ്പോ ഭൂട്ടാൻ കള്ളക്കടത്തെന്ന് പറഞ്ഞ് ഇവിടെ പലരും വണ്ടികൾ പിടിച്ചില്ലേ. ഈ കാറുകളെല്ലാം എന്തിനാ ഇത്രയും പോണത്? ഇപ്പൊ നന്നായിട്ട് റാലി നടത്തുന്ന ആൾക്കാരുണ്ട്, വണ്ടി എടുത്ത് ലോകം ചുറ്റുന്ന ആൾക്കാരുണ്ട്. സ്ഥിരമായിട്ട് ഈ സംഭവം പോണ ആൾക്കാർ എന്തിനാ? ചേട്ടൻ ആലോചിച്ചിട്ടുണ്ടോ? എല്ലാവരും വരുമാനം എന്താ? ഇവര് ഭയങ്കര ഫേമസ് ബ്ലോഗർമാരാണ്, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് ഇവരെന്തിനാ ഈ സ്ഥലത്തേക്ക് മാത്രം പോയി തന്നെ എന്തിനാ വണ്ടി എടുത്തിട്ട്? ഇതിലെല്ലാം ഈ സാധനങ്ങളാണ് വന്നത്. ഗോൾഡാ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളാ, അല്ലെങ്കിൽ ആയുധങ്ങളാ, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ വന്നത്. അപ്പോൾ ഞാൻ ചോദിക്കണത്, ചേട്ടനൊരു ഇവിടെ എത്ര ബസ്സുകൾ വന്നിട്ടുണ്ട് ചേട്ടാ? ഈ ബസ്സുകളിൽ ഈ ഒരു ഡ്രൈവറാ, ഒരു കണ്ടക്ടറാ ഒന്ന് സഹകരിച്ചാൽ ആരെങ്കിലും പിടിക്കുമോ? അവർക്ക് അറിയാമല്ലോ ചെക്ക് പോസ്റ്റിലാണ് എവിടെയാണ് ചെക്കിങ് വന്നു കഴിഞ്ഞാൽ എവിടേക്കായിരിക്കും നോക്കണത്. ഇവര് ആ സഹകരിച്ച് എന്ത് ചെയ്യും? അവർക്ക് ഇതിന്റെ ഇത്ര ശതമാനം കൊടുത്തു കഴിഞ്ഞാൽ പോയില്ലേ? ഓക്കെ. അപ്പൊ കേരളത്തിൽ ഇത് വന്നിട്ട് ഇതിന്റെ ഒരു ശൃംഖല എങ്ങനെയാണ്? ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വരുന്നുണ്ട് അല്ലേ? എല്ലായിടത്തും വരുന്നുണ്ട്. ആന്ധ്രയിൽ നിന്ന് കഞ്ചാവാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഓക്കെ. എന്നിട്ട് ഇതിന്റെ ഒരു സപ്ലൈ ചെയിൻ എങ്ങനെയാണ് കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ? അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ കൊച്ചിയിലാണോ മെയിൻലി എത്തുന്നത്? അതെ, കൊച്ചിയിൽ എത്തിയെന്ന് വെച്ചു. അവിടെയുള്ള ഈ പറഞ്ഞ ഗുണ്ടകളാണ് ഇത് സപ്ലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം അവരെ കൂടെയുള്ള പിള്ളേർ സെറ്റുകൾ. ഞാൻ ചോദിക്കണ കേട്ടാ, ബാംഗ്ലൂർ സാധനമുണ്ട്, ഗോവയുണ്ട്, ഡൽഹി ഉണ്ട്. ചേട്ടൻ ഗോവക്ക് പോയിട്ടുണ്ടോ? ബാംഗ്ലൂർക്ക് പോയിട്ടുണ്ടോ? പ്രാന്തപ്രദേശത്തുള്ള ലോക്കൽസ് ഈ സാധനം ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. അവിടെ തമിഴ്നാട്ടിലുണ്ടോ? ഇല്ല. അവർക്ക് വേറൊരുപാട് പരിപാടി ഉണ്ട്. അവിടെ എല്ലാ സാധനവും വന്നെ കേരളത്തിലേക്ക്. കാരണം എന്താ? ഇവിടെ എല്ലാ സാധനം വേണം. ബാംഗ്ലൂർ ഈ സാധനം സുഭിക്ഷമായിട്ട് കിട്ടും. ഈ ബാംഗ്ലൂരിലുള്ള ലോക്കൽസ് എവിടെ അടിച്ചാണ് ഈ സാധനം ഉപയോഗിക്കണല്ല. ഇവിടുന്ന് മലയാളികൾ പോയിട്ട് അവിടെ പോയി എൻജോയ് ചെയ്യാൻ വേണ്ടി പാർട്ടി ചെയ്ത് അവർ ഉപയോഗിക്കുന്നുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്ത് അവിടുത്തെ ഡീലർമാരുണ്ട്. കേരളത്തിൽ വിതരണ ശൃംഖല എങ്ങനെയായത് ചേട്ടാ? ഈ ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ഗുണ്ട സംഘങ്ങൾ, ഇപ്പോൾ ബായ് നസീർ, അല്ലെങ്കിൽ തമ്മനം ബൈസിൽ, അല്ലെങ്കിൽ ഫിറോസ്, ഒരു തീവ്രവാദി ഉണ്ട് ഫിറോസ് എന്ന് പറഞ്ഞിട്ട്, എടപ്പള്ളി ഫിറോസ് എന്ന് പറഞ്ഞിട്ട്. ചേട്ടാ മറ്റേ കാശ്മീർ റിക്രൂട്ട്മെന്റ് 3 പേരും വരെ വെടിവെച്ച് വന്നില്ലേ? ഇവന്മാർ ഇവിടെ നിന്ന് ക്യാൻവാസ് ചെയ്ത് കൂടെയുള്ളവന്മാരെ അഴച്ചതാണ് അങ്ങോട്ട്. ഇത് തടവിന്റെ നസീർ ഇവരെല്ലാം കൂടിയിട്ട്. അപ്പോൾ അതിൽ ഇവൻ 2 കൊല്ലം വന്ന് കിടന്നു. ഇപ്പൊ ഇവന്മാരെ വരുമാനം പിന്നെ എങ്ങനെയാ ചേട്ടാ? ഇവർക്ക് വീട്ടിൽ കാര്യങ്ങളുണ്ട്, ഇവരെ കേസുകൾ നോക്കണം, ഇവർ ജയിലിലെ ഇത് നോക്കണം. ഇതൊക്കെ എങ്ങനെ വരുമാനം? എങ്ങനെ പണിയെടുത്ത് ജീവിക്കാൻ പറ്റില്ല. ജയിലിൽ പണിയെടുത്ത് എന്താ കിട്ടണം? ഇതിന്റെ സപ്ലൈ എങ്ങനെയാണ്? ഇത് എങ്ങനെ ആളുകളുടെ എത്തുന്നത് എന്റെ ചോദ്യം. ഈ പറയുന്ന ഇവിടെ എത്തുന്നു കൂട്ടിക്കോളൂ, ഇങ്ങനെ കള്ളക്കടത്ത് ഇത് എങ്ങനെയാണ് ഓരോ സ്ഥലത്തും എത്തുന്നത്? ഇവന്മാരുള്ള ഇവരുടെ ഒരു ഗ്യാങ് ഉണ്ടല്ലോ ഓരോ ഏരിയയിൽ. ഇപ്പോ എറണാകുളം സിറ്റി ഇവര് നിൽക്കുന്നൊരു മെയിൻ ആള്, അവന്റെ ഗാങ് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ഇതിപ്പോ എന്താ സംഭവം? ഇപ്പൊ ഗ്യാങ് കണക്ഷന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതിൽ എൻ്റെ കൂടെ കുറെ പിള്ളേരുണ്ടായിരുന്നു എറണാകുളം സിറ്റിയിൽ. അപ്പോൾ ഞാൻ വന്നു പോകണല്ലോ ചേട്ടാ, എനിക്ക് ഇവിടുത്തെ കഥകൾ അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ ബാംഗ്ലൂരാണെങ്കിൽ ഞാൻ വന്നു പോക്കാണ് കേസുകളിൽ. ഇപ്പോൾ കേസുള്ള ദിവസം ഞാൻ തലേദിവസം അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് വരും. ആണ് ഞാൻ എൻ്റെ വീട്ടുകാരെ കണ്ട് ഇത് കണ്ട് എന്തെങ്കിലും എനിക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഞാൻ തിരിച്ചു പോകും. അപ്പോൾ എന്നെ കാണാൻ വേണ്ടി എൻ്റെ കൂടെയുള്ള കുറേ ആൾക്കാർ വരും. അവരൊന്നിച്ച് നമ്മൾ വീഡിയോ എടുക്കണം, സെൽഫി എടുക്കണം, ഇങ്ങനെ പോകും. അപ്പോൾ ഇവിടെ എൻ്റെ കൂടെ വളരെ വിശ്വസ്തമായിട്ട് ആ സമയത്ത് എനിക്ക് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ ഒരു ഹാരിസ് എന്ന് പറഞ്ഞ ഒരാൾ വന്നു, ഒരു നെറ്റൂർ സ്വദേശി ഒരു ഹാരിസ് വന്ന് എൻ്റെ കൂടെ ചേർന്നു. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു ഊമക്കത്ത് നമുക്കെതിരെ അഴച്ചാൽ കൂടി നമ്മുടെ ഇന്ന് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി വിളിപ്പിക്കും. നമ്മൾ സ്റ്റേഷനിൽ പോയി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം, ഞാനത് ചെയ്തിട്ടില്ല, ഈ സമയത്ത് ഞാൻ ഇന്ന സ്ഥലത്തായിരുന്നു. അപ്പം ഞാൻ ഒരുപാട് പ്രാവശ്യം സ്റ്റേഷനിൽ പോകണം. അപ്പോൾ എൻ്റെ കൂടെ വക്കീല അല്ലെങ്കിൽ ഈ ഹാരിസ് എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെയാണ് വന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ സ്പർശിച്ച്. കാരണം ഇവർ ഒരാവശ്യമില്ലാണ്ട് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ നോട്ടപ്പുള്ളിയാണ്, എന്നാലും എനിക്ക് വേണ്ടി വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അവർ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഓരോ കാര്യങ്ങളിൽ. കാരണം ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് വന്നാലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ വന്നാലും ഞാൻ അതിൽ ഇടപെടാൻ തുടങ്ങി. ഞാൻ പറയും എൻ്റെ ആളാണ്, അത് ചെയ്തു കൊടുക്കട്ടെ, ഇന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തോട്ടെ എന്ന് പറയും. അപ്പോൾ ഇവർ പുറത്ത് മൊത്തം എൻ്റെ ആളെന്നുള്ളൊരു പബ്ലിസിറ്റി കിട്ടിയപ്പോൾ ഇവർ ആ രീതിയിൽ അങ്ങോട്ട് കൈകാര്യം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവരുടെ കൂടെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോട്ടയത്ത് ഒരു പ്രകാശ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, കോൺഗ്രസ്സുകാരനാണ്. ഇവരുടെ മെയിൻ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റിൽമെൻറ്റാണ്. ഏത് സ്റ്റേഷൻ സെറ്റിൽമെൻറ്റ്, മറ്റുള്ള സെറ്റിൽമെൻറ്റാണ്. അപ്പോൾ നമുക്ക് വിഷയമില്ല, പൈസ വാങ്ങിച്ച്. ഞാൻ പറഞ്ഞ അഴിമതിക്ക് ഞാൻ എതിരല്ലെന്ന്, സാധാരണക്കാർക്ക് കാര്യം കാണണ്ടേ. ഇപ്പോൾ ഒരാൾക്കൊരു വീട് വെക്കണം, ഒരു സംഭവം നടക്കണമെങ്കിൽ അവന് അടുത്ത മാസം തൊട്ട് ലോൺ അടക്കണം. അപ്പോൾ അവൻ കൂലി കൊടുത്തിട്ടാണെങ്കിൽ അവൻ്റെ കാര്യം നടക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞ ഒരാളാണ്. കാര്യം നടക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ
ഇവർ ആ ഒരു, അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ ഇവരെ ഏൽപ്പിക്കും. ഇത് എന്നെ കണക്ട് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഞാൻ അവനെ വിളിച്ചോട്ടെ എന്ന് പറയും. അപ്പം എനിക്ക് പറയും ഇവനായ ആള് ഇത് എൻ്റെ ആളെന്നുള്ള സ്റ്റൈലായി. ഇങ്ങനെ ആയി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പോലീസുകാർ എന്നെ വിളിപ്പിക്കുമ്പോൾ ചോദിക്കുമ്പോൾ മേലുദ്യോഗസ്ഥർ പറയണത് നിനക്ക് ഡ്രഗിൻ്റെ പരിപാടി ഉണ്ട്. ഇവന്മാർക്കുണ്ട്. അപ്പം ഞാൻ പറയും എനിക്ക് ഡ്രഗിൻ്റെ പരിപാടി ഇല്ല. എനിക്ക് എന്തിനാ ഡ്രഗ് ചെയ്യണം, എന്തിനാ? പൈസ ഉണ്ടാക്കാനാണ് എനിക്ക് ആവശ്യമുള്ള, എനിക്ക് ചിലവ് നടക്കാനും എൻ്റെ ജീവിതം നടക്കാനും എനിക്ക് പൈസ ഉണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ആവശ്യമില്ല എന്ന് പറയാം. അപ്പോൾ നിൻ്റെ കൂടെയുള്ളവന്മാർ ചെയ്യണുണ്ട്. അപ്പോൾ കൂടെയുള്ളവർ ചെയ്യുന്ന വെച്ചാൽ സാർ ധൈര്യത്തോടെ അറസ്റ്റ് ചെയ്തോ, പിടിച്ചോ, എനിക്ക് അതിൽ വിഷയമില്ല. എന്നോട് അടുപ്പുള്ള ആൾക്കാർ പറയടാ ശ്രദ്ധിക്കണോട്ടാ, ഇങ്ങനെ ഇന്ന കുറേ ഇതുണ്ട്, നീ വിചാരിക്കണ പോലെ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ വന്ന് ഇവരോട് ചോദിക്കും. അപ്പം ഞാൻ ചോദിക്കുന്ന ആരോടാ? എൻ്റെ അടുപ്പക്കാരനായതുകൊണ്ട് ഈ ഹാരിസ് എന്ന വ്യക്തിനോട് ചോദിക്കും, എടാ അവന്മാരെ പറ്റിയൊക്കെ ഇങ്ങനെ കേൾക്കണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ പറയും ചേട്ടാ അങ്ങനെ ഇല്ല, അതൊക്കെ വെറുതെ പറഞ്ഞാൽ അങ്ങനെ ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല എന്ന് പറയും. അപ്പോൾ അവിടെ ദിൽബിൻ ദേവസി എന്ന് പറഞ്ഞ എടുത്തിട്ടുണ്ട്. അത് ഈ പള്ളുരുത്തി പ്രിയൻ്റെ മെയിൻ ആളായിരുന്നു. അപ്പോൾ പ്രിയൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ നമ്മളോട് അടുപ്പം കാണിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവന് നമ്മുടെ കാസർഗോഡ് ഒരു ഷമീർ എന്ന് പറഞ്ഞ ഒരു ഇൻ്റർനാഷണൽ സ്മഗ്ലറുണ്ട്. ഇൻ്റർനാഷണൽ ആണ് ചേട്ടാ. അപ്പോൾ അവൻ ഈ ദുബായിൽ പെണ്ണുകൂട്ടി കൊടുക്കും, ഡ്രഗ് കച്ചവടമാണ് അവിടെ. എന്നിട്ട് ഇവിടുന്ന് MDMA പോലെയുള്ള സംഭവങ്ങളും ഇവിടുന്ന് അങ്ങാട് പെണ്ണുങ്ങളെ കൊണ്ട് അങ്ങാട് കൊണ്ടുപോകും. എന്നിട്ട് ഇവിടെ ഇവന്മാരെ വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ ഈ ദിൽബിന് കാസർഗോഡ്, കോഴിക്കോട്, എറണാകുളം, ആലപ്പുഴ, ബാംഗ്ലൂരൊക്കെ കേസുണ്ട്. അപ്പം എന്നോട് ലാസ്റ്റ് എൻ്റെ കൂടെ കൂടുമ്പോൾ പറഞ്ഞ് ബായ് ഞാൻ ഇതെല്ലാം നിർത്തിയേട്ടാ, ഞാനിവിടെ ഇത് ചെയ്യണം. അപ്പോൾ അനിയൻ കോൺഗ്രസിൻ്റെ കൗൺസിലറായി അവിടെ വാത്തുരുത്തി 32-ാം വാർഡിൽ ടിബിൻ. അവൻ പണ്ട് നമ്മുടെ SFIയുടെ കൊടി ഓടിച്ചെന്ന് പറഞ്ഞിട്ട് ആ കൂട്ടത്തിലുള്ള ഇതാണ്. അപ്പോൾ ഇവൻ നമ്മളോട് വന്ന് കമ്പനി അടിച്ച് ഇതാണ് നമ്മൾ കൊടുത്ത് ഓക്കെ നല്ല രീതിയിലല്ലേ പോണേ, അങ്ങനെ ഇതായി. പക്ഷേ പോലീസുകാർ ഇങ്ങനെ വീണ്ടും വീണ്ടും നമ്മളോട് പറയുമ്പോൾ ഇവരുടെ എർത്തുകളുണ്ട് ഇവന്മാരുടെ കൂടെയുള്ള ഇത്, ഇവരുള്ളപ്പോൾ ഇവരുടെ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ കൊച്ചിയിൽ ഒരു റിയാസ് പെരേര എന്ന് പറഞ്ഞ എടുത്തിട്ടുണ്ട്. ഇവനാണ് ഇവരുടെ മെയിൻ വിൽപ്പനക്കാരൻ. ഇവർ കൊച്ചിക്കാരാണല്ലോ. അവിടെയുള്ള പബ്ബുകളും അവിടെയുള്ള ഇതിലും മൊത്തം ഈ വിൽപ്പനയാണ്. ഇവരൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്, പബ്ബുകൾ കേന്ദ്രീകരിച്ചും ഇതെല്ലാം. എന്നിട്ട് ഈ സംഭവങ്ങൾ, അപ്പോൾ ഇതൊക്കെ എന്നോട് വ്യക്തമായിട്ട് മറ്റേ ചാറ്റും പലരും പിടിക്കുമ്പോഴുള്ള ചാറ്റുകളും വോയിസ് റെക്കോർഡൊക്കെ എന്നെ പോലീസുകാർ കേൾപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു 2022 ലാസ്റ്റ് ഞാൻ ഇവരെ നേരിട്ട് വിളിക്കണം എല്ലാവരും. ഞാൻ പറഞ്ഞു ഇനി മൈഡനിഷിൻ്റെ പേരും പറഞ്ഞിട്ട് ഒരാളും ഒരു കാര്യം ചെയ്യരുത്. നീ നമ്മൾ തമ്മിലൊരു ബന്ധമില്ല. ഈ വക പരിപാടിയാണെങ്കിൽ ഇതോടെ നിർത്തിക്കോളണം, അല്ലെങ്കിൽ ഞാൻ മൈഡനിഷിൻ്റെ സ്വഭാവം കാണിക്കും. ആ രീതിയിൽ നിങ്ങൾക്ക് എന്നെ പ്രതിരോധിക്കാൻ പറ്റുമെങ്കിൽ നീയൊക്കെ കാണിച്ചോ, ഇല്ലെങ്കിൽ എൻ്റെ അവസാനത്തെ വാക്കാണ്. ഇവരെല്ലാം എന്നോട് പറഞ്ഞ് ഒരു വിഷയമില്ല ഭായി, ഞങ്ങൾ ഒന്നിനും നിൽക്കണില്ല, ഞങ്ങൾ ഇനി പറഞ്ഞ പോലെ കേട്ടുള്ളൂ, ഒന്നിനുമില്ല എന്ന്. ആ സമയത്താണ് എനിക്ക് സലാം തട്ടുകടയിൽ കാക്കനാട് ഒരു വിഷയം ഉണ്ടാണ്. ആ വിഷയത്തിന് ഞാൻ ഒളിവിൽ പോയപ്പോൾ ഇവരെല്ലാം അത് ഈ ഫിറോസിൻ്റെ ഗ്യാങ് ആയിട്ടാണ്. ഇവരെന്ത് ചെയ്ത് ഈ എൻ്റെ കൂടെ എല്ലാവരും കൂടി അവിടെ പോയി അങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞപ്പോൾ മൊത്തം ഇവർക്ക് പവറായി. ഇത് അനീഷ് ഇവിടെ നിന്ന് നാട് വിട്ടേക്കണേണ്. ഇവർക്കെല്ലാം ഞാൻ ഒളിവിൽ പോകുമ്പോഴാണ് വിഷയം. സോഷ്യൽ മീഡിയയിലാണെങ്കിലും എല്ലാം ഞാൻ പുറത്തുള്ളപ്പോൾ ലൈവിൽ വയ്ക്കുമ്പോൾ ഇവർ ആർക്കും ഒരു വിഷയവും. ഞാൻ ഒളിവിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മറ്റേ ഭയങ്കര കമന്റും ഭയങ്കര വിഷയങ്ങളാണ്. അതുവരെ ഇവന്മാർ ഉറങ്ങി കിടക്കണമായിരുന്നു. ഇത് എല്ലാം കഴിഞ്ഞ് അപ്പം ഞാൻ പോലീസുകാരോട് പറഞ്ഞാണ്, നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എല്ലാവരെയും ഒഴിവാക്കിയിട്ടുണ്ട്, ഇനി ഇവരായിട്ടൊന്നും എനിക്ക് ബന്ധമില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഓക്കേടാ, നല്ല കാര്യം. അപ്പം ഇങ്ങനെ പറയുമ്പോൾ ഇവരെന്നെ ഹെൽപ്പ് ചെയ്യണ്ടേ? ഇത് ഞാൻ ഗുണ്ടേന്നുള്ള രീതിയിലല്ല, അവൻ അതിനെ ഒഴിവാക്കി. അപ്പൊ അവർക്കെതിരെ നിൽക്കുമ്പോൾ എന്നെ സഹായിക്കണം. വേണ്ട, ഞാൻ കൊടുക്കുന്ന ഇൻഫർമേഷൻ എങ്കിലും പുറത്തു വിടാണ്ടിരിക്കാൻ പാടില്ല. ഇവരെന്ത് ചെയ്യണേ? അവരെ പിടിച്ചു കഴിയുമ്പോൾ പറയും അനീഷ് തന്നതാണ്, ഇനി അനീഷിന്റെ കാര്യങ്ങൾ പറ. അപ്പൊ ഇവരൊക്കെ എന്ത് വൃത്തിയായിട്ട് ഉദ്യോഗസ്ഥരാണ്. എല്ലാ ഉദ്യോഗസ്ഥരും അല്ലട്ടാ, ഞാൻ പറഞ്ഞ ചില ആൾക്കാരെ കാര്യമാണ് പറയണത്. അപ്പൊ ഇവർക്കെതിരെ ബെനിഫിറ്റ് ഉണ്ട്, പോലീസുകാർക്ക് ഈ ഗാങ്ങുമായിട്ട് ബന്ധമുണ്ട്, ലഹരി ഗാങ്ങുമായിട്ട്. അതായത് ഇപ്പോ ചേട്ടൻ ഡിപ്പാർട്ട്മെന്റിനെ പറ്റി പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ അത്യാവശ്യം ബന്ധമുണ്ട്. എല്ലാ ഒരു SI ആണെങ്കിലും AC ആണെങ്കിലും CA ആണെങ്കിലും 2 വർഷം 3 വർഷം അത് എന്തുകൊണ്ടാണ് അവർ അവിടെ അത് കഴിയുമ്പോൾ മാറ്റുന്നത്? അവർ കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെയല്ല. ആ സിസ്റ്റം വന്നേക്കണത് തുടർന്ന് ഒരു സ്ഥലത്ത് തന്നെ ആകുമ്പോൾ പലരായിട്ടും കണ്ടു പരിചയപ്പെട്ട് അവിടെ ഒരു അഴിമതിക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവരെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചേഞ്ച് ചെയ്യാണ്ട് പോണ SIനെയും CAനെയും ACനെയും കമ്മീഷണർ എല്ലാം അവിടെ ശ്രദ്ധിക്കേണ്ട. അതായത് സാധാ പോലീസുകാരുണ്ട്, സ്ക്വാഡ് വർക്ക് ചെയ്യണ പോലീസുകാരുണ്ട്,
ഇവര് 10-15 വർഷമായിട്ട് ഒരേ ഇതിൽ യൂണിഫോം ഇല്ലാണ്ട് ഡ്യൂട്ടി എടുക്കുന്നുണ്ട്. ഇവര് കൊടുക്കുന്ന റിപ്പോർട്ടല്ലേ മേലുദ്യോഗസ്ഥർ കാണുന്നത്. അല്ലാണ്ട് ഇപ്പൊ CNA SIN ആണ് അവർ പോയിട്ടാണ് നേരിട്ട് കേസ് അന്വേഷിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ പോലീസിലുണ്ട്, കൊച്ചിയിൽ ഇതുമായിട്ട് ബന്ധമുള്ള ആളുകളുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടോ? തീർച്ചയായിട്ട്. അതായത് ഞാനൊരു 1 വർഷം മുമ്പ്, 1 വർഷം മുമ്പല്ല, 1 വർഷം മുമ്പ് ഞാൻ കൊടുത്തു. ലാസ്റ്റ് ഞാൻ നന്ദകുമാർ ഏട്ടനൊരു ഇന്റർവ്യൂ കൊടുത്തു. OG സുനിൽ എന്ന് പറഞ്ഞ ഒരു സിനിമാ നിർമ്മാതാവ്, ഫീമെയിൽ. അത് തന്നെ നമ്മുടെ കാന്താരി ബാർ, സോഷ്യൽ മീഡിയയിലൊക്കെ എന്തൊക്കെയോ കാണാം. അത് തന്നെ ഇവനെതിരെ ഞാൻ ഒരു വാർത്ത കൊടുത്തു. ഇവൻ ഇവിടുത്തെ ഏറ്റവും വലിയ പിമ്പാണ്, ഇവൻ ഇവിടുത്തെ ഏറ്റവും വലിയ ഡ്രഗ് മാഫിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും എന്റെ തെളിവുണ്ട് കേട്ടാ. എന്നിട്ട് അപ്പോ ഞാൻ പറഞ്ഞപ്പോ നമ്മുടെ നാട്ടിലെ കുറെ പോലീസുകാർക്ക് അങ്ങോട്ട് ഇളകി. അപ്പൊ ഇവര് വ്യക്തമായിട്ട് എൻ്റെ അടുത്ത് തന്നെയാണ് അത് ചെയ്യാൻ പാടില്ല, അത് മാറ്റണം, അത് തിരുത്തി പറയണം. നമ്മൾ ഒരിക്കലും തിരുത്തി പറയില്ല. ഈ OG സുനിലിന്റെ പശ്ചാത്തലം എന്നതാ എനിക്ക് പരിചയമില്ലാത്തോണ്ട് ചോദിക്കുക. സാർ, ഫാമിലി ആയിട്ട് പൈസയുണ്ട്. അതായത് കുടുംബക്കാർ പണമുള്ള ആളാണ്. പക്ഷേ നേരത്തെ പോലെ കുടുംബത്തിൽ പണമുണ്ട് എന്നാണ് എൻ്റെ അറിവട്ടെ. എനിക്ക് വ്യക്തിപരമായിട്ടൊന്നും അറിയാൻ പാടില്ല, ഞാൻ ഇയാളെ പറ്റി പഠിച്ചിട്ടില്ല. എനിക്ക് ആകെ ഇവനെ പറ്റിയുള്ള ഈ വക കാര്യങ്ങളുള്ളൂ. വ്യക്തിപരമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളൊന്നും. ലഹരി ഇടപാടുണ്ടെന്ന് ഉറപ്പാണ്. തീർച്ചയായിട്ടും ചേട്ടാ. അതായത് 2003 തൊട്ട് ഈ ഒരു 2010-11 വരെ ലൈവായിട്ട് എല്ലാ പബ്ബുകളും, അന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാരോട് ഇപ്പൊ ചേട്ടൻ അന്വേഷിച്ച അന്നത്തെ കാലത്തെ ബിസിനസ്സുകാരെയോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ചേട്ടന് ഒരു ഒറ്റ കോളിൽ കിട്ടൂലേ എറണാകുളത്ത്? അവരോടൊക്കെ ചോദിക്കും OG സുനിൽ എന്താണ് കാണിച്ചുകൊണ്ടിരുന്നത്. കേസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഉദ്യോഗസ്ഥരായിട്ടും ബന്ധം, താഴ്ത്തുള്ള ആൾക്കാരല്ലേ. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഇല്ലല്ലേ ഏട്ടാ. അപ്പൊ ഇപ്പൊ ഒരു വിഷയത്തിൽ ഇവരുടെ പേര് വന്നാലും ചോദ്യം ചെയ്ത് അവൻ പൈസയും കൊടുത്ത് വിടും. ഇതാണ് സംഭവം. ഇതില് തട്ടേക്കാട് 2009 തട്ടേക്കാട് വെച്ചിട്ട് ഒരു DJ മരിച്ചു. റഷ്യൻകാരി DJ നടത്തി വെള്ളത്തിൽ പോയി മരിച്ചു. റഷ്യക്കാരി നീന്തി രക്ഷപ്പെട്ടു, ഈ പയ്യൻ മരിച്ചുപോയി. ഒരു ഹൗസ് ബോട്ടിൽ പാർട്ടി നടത്തി, അവിടെ പിടിച്ചു, ഇവന്റെ മാനേജറെ പിടിച്ചു. ഇതായിട്ട് ഇതിലെല്ലാം വ്യക്തമായിട്ട് ഇവന്റെ പങ്കെണ്ടെന്ന് തെളിഞ്ഞ് ഇവന്റെ ചാനലില് സോഷ്യൽ മീഡിയ എല്ലാം വന്നതാണിത്. ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയം ഈ സാധനം കിട്ടില്ല. ഞാൻ ആ വീഡിയോ നിങ്ങളെ ചേട്ടനെ കാണിച്ചു തരാം ആ വീഡിയോ. എന്നിട്ട് ഇവൻ ഇവിടുന്ന് പോലീസുകാരെ എതിരായപ്പോൾ ഇവന് അരൂരുള്ള സ്ഥലം കിട്ടിയ വിലക്ക് വിറ്റിട്ട് ഇവൻ നേരെ ഡൽഹിക്ക് പോയി പിന്നെ കുറേ വർഷം കഴിഞ്ഞിട്ടാണ് വന്നത്. ഇത് 2012 തിരിച്ചു വന്നതെന്ന് തോന്നുന്നു. ഇവൻ ആ കാന്താരി ബാറിന്റെ മേളിൽ നിന്ന് ഇറങ്ങില്ല. കാരണം ഇവൻ്റെ സാമ്പത്തികമില്ല, കുടുംബസ്വത്തുണ്ടായിട്ട് കാര്യമില്ല, ഇവൻ്റെ പണമില്ല. ചേട്ടാ ഈ 3 കൊല്ലം മുമ്പ് വരെ അവന്റെ ഏറ്റവും മേളിൽ കാന്താരി ബാറിന്റെ ഏറ്റവും മേളിൽ അധോലോകം എന്ന് പറഞ്ഞിട്ട് ഇവനൊരു പബ്ബ് നടത്തി. അന്ന് അത് ലീസിന് കൊടുത്തവൻ, ഒരു കമൽ എന്ന് പറഞ്ഞ ലോഗോ ഉടായി പറഞ്ഞവൻ. ഇപ്പൊ UK കണ്ടാണ് അവൻ ഈ സാധനം ലീസിന് കൊടുത്തു, അധോലോകം എന്ന പേര്. ഇത് തന്നെ പറ്റിക്കല ചേട്ടാ. മലപ്പുറമുള്ള ആൾക്കാർ ഇവിടെ കുറെ ഹോട്ടൽ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് കുറെ എടുത്ത്. ഞാൻ UK പോകുന്ന ആളോട് ചോദിച്ചാ ഇപ്പൊ UK ആണെന്ന് മാത്രമേ എനിക്ക് അറിയാൻ പാടുള്ളൂ. അപ്പോ അവന് കൊടുത്തു. അപ്പോ സ്വന്തമായിട്ട് പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ കണ്ടവനെ ഏൽപ്പിക്കണേ, മനസ്സിലാണ്ട? ഇപ്പൊ അവൻ സ്വന്തമായിട്ടല്ലേ നടത്തണേ. അപ്പോ ഇവന് ഈ 3 വർഷം മുമ്പ് വരെ ഇപ്പൊ ഇവൻ എന്തൊക്കെ ഹോട്ടലിൽ പലതുണ്ടോ? കാന്താരി മാത്രമല്ല അവൻ ഇപ്പോഴും? കാന്താരി ഉണ്ട്, നമ്മുടെ ഇവിടെ തറവാട് എന്ന് പറഞ്ഞ അവനൊരു പ്രോപ്പർട്ടി ഉണ്ട്, പനങ്ങാട്, ഒരു റിസോർട്ട്. ഇവന്റെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാണ്ടി പാർട്ടി എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. പാണ്ടികളെ പോലെ ഡ്രസ് ചെയ്ത് തന്നെ, തമിഴന്മാരെ പോലെ ഡ്രസ് ചെയ്ത് VIP തന്നെ. എന്നിട്ട് ഇവര് മറ്റേ തറവാടിൽ അല്ലെങ്കിൽ മൂന്നാർ അങ്ങനെ സ്ഥലങ്ങളിൽ വർഷത്തിൽ ഒരിക്കലാണ് വന്നത്. അവിടെ പണമുള്ള വിദേശത്ത് നിന്ന് അവിടുന്ന് വന്ന ആൾക്കാരെ അവിടുന്ന് പെണ്ണുങ്ങളെ ഇറക്കുവേ. ഇത് റഷ്യയിൽ നിന്ന് വരുന്നൊക്കെ പെണ്ണുങ്ങളെ ഇറക്കും. അണ്ട് ഇവർക്ക് കൊടുക്കും. ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഈ പഴയ ആൾക്കാരോട് ചോദിച്ചാൽ പച്ചയായിട്ട് പറഞ്ഞു തരും. എന്നിട്ട് ഇവൻ ഈ കോഴിക്കോട് നിന്ന് അവിടുന്ന് മറ്റൊരു വന്ന പണക്കാരുടെ പൈസ എടുത്ത് ഇവൻ ബിസിനസ് ചെയ്യും. ഇവർക്ക് ആവശ്യമുള്ള സാധനം ഡ്രഗും പെണ്ണും കൊടുക്കും. ഇങ്ങനെയാണ്. അപ്പോൾ ഈ സംഭവം എല്ലാം പോലീസ് അറിഞ്ഞിട്ട് അന്ന് അനന്തലാൽ എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. അയാള് ഭയങ്കരമായിട്ട് പറയുന്നു. ഈ നമ്പർ 8 മറ്റേ റോയിഡ അയാളുടെയൊക്കെ മറ്റേ അനന്തലാൽ എന്ന് പറഞ്ഞ ഒരാളുള്ളതുകൊണ്ടാണ് നിന്നത്. അയാളുടെ സ്ഥലം മാറ്റിയില്ലേ. അയാള് ഒരുപാട് പേര് ഉപദ്രവിക്കും, ഇടിക്കൂലെന്നല്ല, ഇടിയാൻ പോലീസാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യത്തിന് കൂട്ടുവെക്കില്ല. അതിലയാൾക്കൊരു ഗുണമുണ്ട്. അയാൾ അവിടെ നിന്ന് മാറ്റിയില്ലേ, മെട്രോയിലേക്ക് എടുത്ത് മാറ്റി. എന്തുകൊണ്ട് മാറ്റി? ഇവരെ കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ ഇതിൽ ഈ ചേട്ടൻ ഈ 3 കൊല്ലം മുമ്പ് വരെ അവനൊരു പഴയ ഓടി കാറായിരുന്നു, ഈ ഓജിക്ക്. അതിന്റെ ബമ്പറൊക്കെ ഏത് ഞാനൊക്കെ ബാറിൽ പോകുമ്പോൾ ബാറിന്റെ ഫ്രണ്ടിൽ കൂടി പോയി വണ്ടിയുടെ ഫ്രണ്ടിലുണ്ടാവും. ഇപ്പൊ അവന് ഡിഫൻഡറെ കിടക്കണം. ആ സമയത്ത് അന്ന് ഈ ഓടിക്കാറ കിടക്കണം. ഒരു 3 കൊല്ലം മുമ്പുള്ള അതേ പറഞ്ഞ പലരും കണ്ടിട്ടുണ്ടാവും. ഈ ബമ്പർ വരെ തൂങ്ങി കിടക്കണേ. അത് മാറ്റാനുള്ള പൈസ അവൻ്റെ അടുത്തില്ല. അവന് ഇപ്പൊ കറങ്ങി കിടക്കണ്ടല്ലോ, അവൻ ഇപ്പൊ പെണ്ണുങ്ങളായിട്ട് നടക്കണല്ലോ. ഈ 3 കൊല്ലം മുമ്പ് ഒരു ഇത് കണ്ടില്ലല്ലോ. ചേട്ടൻ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്തു. ഇവിടുത്തെ ഒരു പ്രമുഖ ബിൽഡറാ. ഇവന്റെ ഇപ്പൊ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇവൻ ഡൽഹിയിൽ നിന്ന് വന്നല്ലോ, ഇവൻ മെയിൻ അമിത്ഷായുടെ ആളാന്ന് പറയണം എന്താ പറയുന്നത്. എന്നിട്ട് ED കേസുകൾ സെറ്റിൽമെന്റ് ചെയ്യണേ. അല്ല അങ്ങനെ നടക്കുന്നുണ്ടോ? എവിടെ നടക്കണേ? ഇതിന്റെ ചേട്ടാ ഇതിന്റെ ഇടയിലുള്ള കുറെ ആൾക്കാരുണ്ട്, ഇവരായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇവന് ഈ പൈസ വാങ്ങും. ഒരു ഇവിടുത്തെ പ്രമുഖ ബിൽഡർ നമ്മുടെ ഇത് ഏതാണ് അസറ്റിന്റെ സുനിൽ 4 കോടി രൂപ വാങ്ങിച്ചു. ചേട്ടൻ ചോദിച്ചു നാണക്കേടോ? സുനിലിന്റെ 4 കോടി രൂപ വാങ്ങിച്ചത് ചേട്ടൻ ED കേസ് സെറ്റ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് സെറ്റ് കൊടുക്കാൻ പറ്റിയില്ലല്ലോ. ആ പൈസയാണ് സുനിൽ താരതമ്യേന ഭേദമായിട്ട് കച്ചവടം ചെയ്യുന്ന ആളാണ്. തീർച്ചയായിട്ടും അയാളുടെ ഒരു ED കേസ് മര്യാദക്കാരനാണ്. ED കേസ് സെറ്റ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് 4 കോടി രൂപ വാങ്ങിച്ചു. ആ കേസ് സെറ്റിലായില്ല, ഇവന്റെ പൈസ പോയി. ഇയാൾക്ക് നാണക്കേടായതുകൊണ്ട് ഇയാൾ മിണ്ടാണ്ടിരിക്കുന്നു. അത് ചിലപ്പോൾ തിരിച്ചു വാങ്ങാനുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത് പലരും എൻ്റെ അടുത്ത് വന്ന് ഈ കേസും പറഞ്ഞിട്ട് ആ പൈസ ഒന്ന് തിരിച്ചു വാങ്ങിച്ചു കൊടുക്കണം. നമ്മുടെ തൃശ്ശൂര് മറ്റേ ഇത് ഹൈറീച്ചിന്റെ ശ്രീനയുടെ ഭർത്താവിനെ പുറത്തിറക്കാൻ ED കേസ് സെറ്റ് 3 കോടി രൂപ വാങ്ങിച്ചു. 3 കോടി രൂപ അവരുടെ മഹാതട്ടിപ്പായിരുന്നു. 3 കോടി രൂപ വാങ്ങിച്ചു. കണ്ടവർ തട്ടിച്ച് ഇവൻ തട്ടിക്കാൻ നടക്കണല്ലേ? അല്ല, പക്ഷേ ഇവൻ ഒരു ED കണക്ഷനും ഇല്ല, ചുമ്മാ മേടിക്കുക. ED കണക്ഷൻ ഉണ്ടെങ്കിൽ അയാള് പുറത്തിറങ്ങൂലേ? ചിലപ്പോൾ ED ചില തട്ടിപ്പുകാർ കാണുന്ന അവരെ കാണിച്ച് ഇവരെ ഡൽഹിക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഡൽഹി കൊണ്ടുപോയി സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അമിത്ഷായുടെ ഒക്കെ ചുമ്മാ അമിത്ഷാ അങ്ങനത്തെ കേസ് പിടിക്കത്തില്ല, ചെയ്യൂല. ഇവർക്ക് പറ്റിക്കാൻ വേണ്ടി എന്തൊക്കെ പറയണം. ഇപ്പൊ ഫോൺ ചെയ്തിട്ട് അതേ നരേന്ദ്രമോദിയാന്ന് പറഞ്ഞ ആ ശബ്ദത്തിൽ സംസാരിക്കുന്ന ആൾക്കാരില്ലേ, അത് അറിഞ്ഞിട്ടാണോ? മൻമോഹൻ സിംഗിന്റെ പേരിൽ ഡൽഹിയിലെ ടെലിഫോൺ കണക്ഷൻ എടുത്തൊരു മലയാളി എനിക്കറിയാം. ചേട്ടാ ഞാൻ പറയാം, അതെ ഞാൻ ഇപ്പൊ എന്നിട്ട് പ്രധാനമന്ത്രി ഓഫീസിലേക്ക് വിളിക്കുകയാണ്. അപ്പൊ നോക്കുമ്പോ മൻമോഹൻ സിംഗ് അല്ലേ മറ്റവനാ ഇത് മറ്റവനാ. പേര് പറയണ്ട. അല്ല, അപ്പൊ ഇവരായിട്ട് ബന്ധമുണ്ടെന്നല്ല, പറ്റിക്കലിന്റെ ഒരു പുതിയ സൂത്രവാക്യം പറഞ്ഞാണ് ഇങ്ങനെ കണക്ഷൻ. ഇപ്പോഴും നിങ്ങൾ പറഞ്ഞത് ഈ OG സുനിലിന്റെ ഡ്രഗ് മാഫിയായിട്ട് ബന്ധമുണ്ടോ നിങ്ങൾ പറയണത്? തീർച്ചയായിട്ടും ചേട്ടാ. ഇപ്പൊ എന്നിട്ട് ഇത് പോലീസ് ഒന്നും പിടിക്കത്തില്ല. എങ്ങനെ പിടിക്കണ ചേട്ടാ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, പോലീസിനെതിരായിട്ട് ബന്ധം ഉണ്ടാവോ? അതിന്റെ വ്യക്തമായ തെളിവല്ല ഞാൻ ഇരിക്കുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ തൊട്ടിപ്പുറത്ത് ഞാൻ തീർച്ചയായിട്ടും വേണം ചേട്ടാ. കാരണം എന്താണെന്നുണ്ടെങ്കിൽ എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ പറയും തൊട്ടിപ്പുറത്ത് ക്രൗൺ പ്ലാസ, ഓപ്പോസിറ്റാണ് ക്രൗൺ പ്ലാസ. എനിക്കൊരു ബന്ധവുമില്ല, എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഓം പ്രകാശ്. ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞ ചേട്ടാ, എനിക്ക് അവനെ പരിചയമൊക്കെ ഉണ്ട്. എനിക്കിത് അവൻ വെള്ളം ഓടിക്കുമെന്ന് എനിക്കറിയാം, ഇത് ഭയങ്കരമായിട്ട് വെള്ളം ഓടിക്കും. പക്ഷെ ഇതുവരെ എൻ്റെ അന്വേഷണത്തിൽ അവൻ MDMA കച്ചവടം ഞാൻ കണ്ടിട്ടില്ല. ഇവൻ MDMA എന്ന് പറഞ്ഞാൽ അന്ന് ക്രൗണിൽ വെച്ച് ഇവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓം പ്രകാശിനെ എത്ര പോലീസ് കൊണ്ടാണ് ചേട്ടാ വന്നത്, എത്ര പേരെ വിളിപ്പിച്ച്. ക്രൗൺ പ്ലാസ ഇങ്ങനെ കൂടി പിടിക്കുന്ന ഒരു സ്ഥാപനമല്ല, മര്യാദക്ക് നടക്കുന്ന സംഭവമാണ്. അവിടെ ഇപ്പൊ ആരെയും റൂം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതല്ലേ ഈ ഉത്സാഹം എന്തുകൊണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് നടന്ന ഈ കാന്താരി ബാറിൽ കാണിക്കണല്ലോ. ഞാൻ ഇതിനു മുമ്പും ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞല്ലേ, ഈ കാന്താരി ബാറിൽ ഉണ്ടെന്ന് നമ്മളെപ്പോലത്തെ ഒരാൾ പറഞ്ഞിട്ടും ഇപ്പോഴും അവിടെ റെയ്ഡ് നടക്കണില്ലല്ലോ. സിമ്പിളായിട്ട് അവിടെ പാർട്ടി നടക്കണല്ലേ. ഇവന്റെ തറവാട് റിസോർട്ടിലും ഇവിടെയും പാർട്ടി നടക്കണല്ലേ. ഞാൻ ചോദിക്കട്ടെ, മദ്യത്തിന് പരസ്യം ചെയ്യാൻ പറ്റും? പറ്റത്തില്ല. അതിന് ഒരു എന്താ ചെയ്യണേ? സോഡ പരസ്യം ചെയ്യും ഇല്ലേ? അതേപോലെ ഇവന്റെ പരസ്യം എന്താണ് ഓജിയുടെ? കുറേ പെണ്ണുങ്ങളെയും കൂട്ടി വെച്ചിട്ട് ഭയങ്കര വൾഗറായിട്ട് സംസാരിച്ച് അവന്റെ ഇതിൽ പബ്ബിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ ആൾക്കാരെ വശീകരിക്കണേന്. ഷൈൻ ടോം ചാക്കോ വരെ വന്ന അവൻ അടി നിർത്തിന്ന് പറഞ്ഞിട്ട് പിന്നെ വന്നിട്ട് എവിടെ നിന്ന് അടിക്കണേ? ഇവന്റെ അടുത്ത് വന്നിട്ട്. അപ്പൊ ഇപ്പൊ ലോക്കൽസിന് അറിയാൻ പറ്റില്ല, കാരണം പബ്ബിൽ വന്ന എല്ലാവർക്കും ഇത് വിതരണം ചെയ്യില്ല. ഇവർക്കൊരു ടീമുണ്ട്, ഇത് VIP-കളായ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് എവിടെയും സ്വസ്ഥമായിട്ട് വന്നിരുന്ന് ഈ സാധനം ഉപയോഗിക്കണം. ഇപ്പൊ അവന് ആ പൈസ മാത്രം കിട്ടിയാൽ പോരെ. ഡിഫൻഡർ എടുക്കാൻ എന്താ ഇത്? ഇപ്പൊ ഈ ലോകം മറ്റൊന്നും ചുറ്റിയെടുക്കണം അവന്റെ കുടുംബ സ്വത്ത് കൊണ്ടാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇവര് പറയണ ഞാൻ ഇപ്പൊ അവനോട് പൈസ ചോദിച്ചിട്ട് എനിക്ക് തന്നില്ല, അവന് ഡ്രഗ് കച്ചവടത്തിൽ എനിക്ക് ചെയ്താൽ പോരെ? എറണാകുളത്ത് ഡ്രഗ് കച്ചവടം എന്റെ കൂടെ പിള്ളേരില്ലേ, എനിക്ക് ഇതിനേക്കാളും കൂടുതൽ പൈസ സമ്പാദിക്കാൻ പാടില്ല. എനിക്കെന്തിനാ ഇവന്റെ പുറകെ നടക്കണേ? അല്ലെങ്കിൽ ഇവനോട് ഞാൻ പറയണേ ഞാൻ നിന്റെ കാര്യം നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോ എനിക്കിത് ഇഷ്ടമല്ല ചേട്ടാ. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എനിക്കൊരു 22 വർഷമായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അറിയാം, ജോസി എന്ന് പറഞ്ഞിട്ട്. അന്ന് മരട് സ്റ്റേഷനില്ല, പനങ്ങാട് സ്റ്റേഷനുള്ളത്. അന്ന് ജോർജ് എന്ന് പറഞ്ഞൊരു SI ആണ്. അന്ന് നമ്മുടെ ഉണ്ണിരാജൻ എന്ന് പറഞ്ഞ സാറ് അസിസ്റ്റന്റ് കമ്മീഷണറായിട്ട് വന്നേക്കണ കാലഘട്ടം. ആ സമയത്ത് ഇയാൾ ഡ്രൈവറായിട്ട് കയറിയതാണ്. ആ സമയത്താണ് നമ്മുടെ ഫൈസലിന്റെ ഒക്കെ കേസ് വന്നത്. ഇത് ഏലിയാമ്മയുടെ, അതായത് നമ്മുടെ പനമ്പിള്ളി നമ്മുടെ അത് തന്നെ. അവരൊരു പെൺവാണിയും നടത്തുന്ന ഒരു വീട്ടിൽ കയറിയിട്ട് ഫൈസലെ കൂടി റെയ്ഡ് ചെയ്ത് ഇവരുടെ എല്ലാ പെണ്ണുങ്ങളെയും ശാരീരികമായിട്ട് ഉപയോഗിച്ച് അവരുടെ എല്ലാ സാധനവും അവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്നു. കേസുണ്ട്, കടവന്ത്ര സ്റ്റേഷനിൽ കേസുണ്ട്. അതിന് ഈ ഉണ്ണിരാജ് ഇവനെ തപ്പി നടക്കണേ. ഈ തപ്പി നടക്കുന്ന സമയത്ത് അന്ന് അയാളൊരു വീഡിയോ ചെയ്ത്, ഈ പോലീസുകാർ ചെറിയ ഉടായ്പ് കാര്യമുണ്ട്. അവർക്ക് ഒരാളെ നോട്ടം ഇട്ട് കഴിഞ്ഞാൽ
ഇപ്പൊ എന്നെ നോട്ടിട്ട് കഴിഞ്ഞാൽ എന്നെ ഒന്ന് പുകഴ്ത്തി പറയും, ഞാൻ ഭയങ്കര ടെററാണ്, ഞാൻ അത് ഇത് ചെയ്യുന്നു. അപ്പൊ എന്റെ ആരാധകരും ഞാൻ കേൾക്കുമ്പോൾ എന്താ ഓർക്കണേ, ഓ അയാൾ എന്നെ വലുതായിട്ട് കണ്ട്. എന്തിനി എന്നെ പിടിക്കുമ്പോൾ ഉപദ്രവിച്ചാൽ അവർക്കത് പറയണം, അവൻ അങ്ങനത്തെ ഒരാളായതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നേന്ന്. അങ്ങനെ ഇവനെ കൊണ്ടുവന്നിട്ട് ഇവന്റെ കാലടിച്ചു പിടിച്ച് കളഞ്ഞു ഫൈസലിന്റെ. എന്നിട്ട് അവൻ ഇട്ട് കൊടുത്താണ് ആയിസജീന. ആയിസജീയുടെ അവസ്ഥ എന്താണ് ഇപ്പൊ? അരക്ക് താഴ്പോട് തളർന്നു പോയാ ആരാ ഇട്ട് കൊടുത്തത്? തമ്മനം പൈസയിൽ ഇട്ട് കൊടുത്തത് ആയിസജീനോട് ചോദിക്കേട്ടൻ. പാവം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ അയാൾ തെറ്റ് ചെയ്തതൊന്നല്ല. കൂട്ടത്തിൽ നിന്ന് വിശ്വസിച്ചിട്ട് ഒളിവിൽ നിൽക്കുമ്പോൾ ഒരാള് ഇടിച്ച് പേടിപ്പിച്ച് പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് അവൻ ഇട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആ തന്തയില്ലായ്മ മാത്രമല്ലേ, അയാളുടെ ജീവിതമല്ലേ പോയത്. അത് ഇവൻ എന്തെങ്കിലും ചെയ്തു കൊടുത്താ? അപ്പോൾ അന്ന് ഞാൻ പരിചയപ്പെടാൻ ജോസി എന്ന് പറഞ്ഞ ആളാ. ഇത് ആ രണ്ട് ഉദ്യോഗസ്ഥർ, നല്ല ഉദ്യോഗസ്ഥരുടെ ഇടയിൽ ഒരു പാഴുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു തന്നെ, മനസ്സിലായി. അപ്പോൾ ഈ ജോസി അന്ന് DAC പാർട്ടി രൂപീകരിച്ചപ്പോൾ ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വരും, തമ്പിയുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തമ്പിയുടെ നിന്ന് പൈസ എൻ്റെ മുമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് നസീറായിട്ട് കോംപ്രമൈസ് ആയി കഴിഞ്ഞപ്പോൾ നസീറിനോട് ഞാൻ പറഞ്ഞു അയാൾ തമ്പിയുടെ ആളാണ്ടാ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ആളാണെന്ന്. അവർ രണ്ടിടത്ത് നിൽക്കുന്ന ആളാ. അപ്പൊ അന്നോട്ട് ഇവര് അങ്ങോട്ട് ബന്ധമുള്ള ആൾക്കാരാണ്. ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നേരിട്ട് സംഘമായിട്ട് ബന്ധങ്ങൾ ഇല്ലില്ല, ഇപ്പോൾ ഒട്ടുമില്ല കേട്ടോ. ഇപ്പൊ ആർക്കും ഇല്ല എന്ന സംഭവം ഇപ്പൊ ഒട്ടുമില്ല എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഭയങ്കര ഇതായി. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. കാരണം ഇപ്പൊ എല്ലാവർക്കും പേടിയാണ്. നിങ്ങളൊക്കെ ഈ പറഞ്ഞ ഈ സംഘങ്ങളൊക്കെ ആരാണ് ഇപ്പൊ സഹായിക്കുന്നത്? ബിസിനസ്സുകാരാണ് അല്ലേ? ബിസിനസ്സുകാർ. രാഷ്ട്രീയക്കാരോട് ബന്ധമില്ല. രാഷ്ട്രീയക്കാരുടെ ബന്ധം ഉണ്ടാവും ചേട്ടാ, പക്ഷെ ഒരു പരിധിക്കുള്ള അവർക്ക് വിളിക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു സ്റ്റേഷനിലേക്ക് വിളിച്ചത് റെക്കോർഡല്ലേ, എങ്ങനെ വിളിക്കും? പേടിച്ചിട്ട് വിളിക്കാൻ പറ്റുമോ? ഇപ്പൊ എനിക്ക് വേണ്ടി ഒരു രാഷ്ട്രീയ നേതാവിനെ വിളിക്കണമെന്ന് വെച്ചോ, വിളിക്കുമ്പോൾ അവർ പറഞ്ഞാണ് ഇപ്പോൾ എന്നെ പാലക്കാട് വിളിച്ച് എനിക്ക് വേണ്ടി ഒരാൾ വിളിക്കണേ, നടന്ന കാര്യം പറഞ്ഞേണ്ട, എൻ്റെ ആൾക്കാർ ചെന്നപ്പോൾ പറഞ്ഞാണ് അവനൊരു വിഷയം ഉണ്ടാവില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാണ്. വിളിച്ച് കഴിഞ്ഞാൽ പോലീസുകാർ പറഞ്ഞ് അത് ഡ്രഗിന് വേണ്ടിയിട്ട് പിടിച്ച ചെക്കിംഗ് ആണ്. ഓക്കെ ശരി. അയ്യോ അത് ഡ്രഗ് കേസാണ്, നമുക്ക് ഇടപെടാൻ പറ്റില്ല. എന്തോ ഇല്ലെന്നല്ല, മനസ്സിലായി. ആ ഒരു കാര്യം വന്നപ്പോൾ അവിടെ തീർന്ന്, പിന്നെ സംസാരമില്ല. പണ്ടത്തെ മറ്റേ രാഷ്ട്രീയ നായകർ അങ്ങനെയല്ല, അന്ന് ഡ്രഗ് ഇല്ല, വിടാൻ പറഞ്ഞാൽ വിട്ടോട്ടാ എന്നേ പറയുള്ളൂ, അല്ലെങ്കിൽ നീ ഇവിടെ ഉണ്ടാവില്ല. രാഷ്ട്രീയ ബന്ധം കുറവാണ്. ഇപ്പൊ രാഷ്ട്രീയത്തിലും ഒരുപാട് ബിസിനസ്സിലും സുഹൃത്ത് ബന്ധങ്ങൾ കൂടിയില്ല കേട്ടോ. എല്ലാം ഇപ്പൊ പണ്ടത്തെ രാഷ്ട്രീയമാണ് ഇന്നത്തെ രാഷ്ട്രീയം. ഇപ്പൊ പണ്ടെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു അവഹേളനം വന്ന ഒരു ഇത് കള്ളം പറഞ്ഞാൽ കൂടി അവന് നാണക്കേടാ പുറത്തേക്ക് ഇറങ്ങാൻ. ഇപ്പൊ കള്ളവും തട്ടിപ്പൊക്കെ എന്ന് നടന്നാലും ആർക്കും ഒരു വിഷയം, അതൊരു പബ്ലിസിറ്റി ആക്കി എടുക്കണേ, ഒരു വിഷയമില്ല. അപ്പോൾ ഈ രാഷ്ട്രീയക്കാരിലും അങ്ങനെ തന്നെയാണ്, വ്യക്തിപരമായ ബന്ധങ്ങൾ പലരും വരും. അത് അവരുടെ കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളാണ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പബ്ലിക്കായിട്ട് എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല, പള്ളിപ്പോക്കുമില്ല. ഇപ്പൊ പള്ളിപ്പോക്കുമില്ല, ഒന്നുമില്ല. എന്നാ ഞാൻ ദൈവവിശ്വാസിയാണ്. കാരണം നമ്മൾ പോയി അവിടെ നോക്കൂത്തി ആകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇത് പറഞ്ഞു വന്നത്. ഞാൻ ഈ ജോസി എന്ന് പറഞ്ഞ ആളാണ് ഇത് ചെയ്ത്. ചേട്ടാ, ഈ 15 കൊല്ലമായിട്ട് എറണാകുളം സിറ്റിയിൽ, അതായത് തൃക്കാക്കര, തൃപ്പൂണിത്തുറ, മരട്, തേവര, അതായത് തേവര AC ഓഫീസ്, തൃക്കാക്കര AC ഓഫീസ്, ഇതിൽ മാത്രം സ്കോഡ് വർക്ക് ചെയ്യണ ആളായിട്ടാ. ഇത് യൂണിഫോം ഇല്ലാണ്ട്. ചേട്ടൻ മനസ്സിലാണ്ട? ഈ ഓജിസുനെ പോലുള്ള അല്ലെങ്കിൽ നമ്പറില്ല മറ്റേ റോയി വയലാട്ടിനെ പോലുള്ള ആൾക്കാരാണ്. കാരണം ഞാൻ റോയിക്കെതിരെ വന്നപ്പോൾ ഇവൻ വന്നു. ഇവൻ മാത്രമല്ല, ഇവന്റെ കൂടെ കുറച്ച് പോലീസുകാരുണ്ട്. അവരൊന്ന് പേര് ഞാൻ എടുത്തു പറഞ്ഞു, കാരണം ഇവന് ശിങ്കിടിയായിട്ട് ഇരിക്കുന്ന കുറെ ആൾക്കാരാണ്. കാരണം ഇവനാണല്ലോ മെയിൻ. ഈ ഓജി സുനിലായത് വന്നു, അപ്പോൾ ഇവൻ വന്നു. ചേട്ടൻ 2003 ചേട്ടൻ ആക്സിഡന്റ് ആയിട്ട് മറ്റേ ജയിലിൽ പോയില്ലേ? ഞാൻ കണ്ണൂർ ജയിലിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ പാതിരാത്രി ഇവന്മാർ വന്നു കേട്ടാ. എൻ്റെ വീട്ടിൽ വന്ന് 7 മണിയായപ്പോൾ വന്നിട്ട് എൻ്റെ വീടിൻ്റെ ഡോറ് ചവിട്ടി തുറന്ന് ഉള്ളിലേക്ക് കയറിയിട്ട് എൻ്റെ അമ്മയിൽ നിന്ന് ഫോണൊക്കെ വാങ്ങിച്ച് ഭയങ്കര വിഷയമായി. നമ്മൾ കേസ് കൊടുത്തു. സാക്ഷിയുണ്ട്, അയൽവക്കാർക്ക് സാക്ഷിയുണ്ട്. എന്താ പറഞ്ഞെന്നറിയോ? ഇനി അവനെ കൊല്ലുമെന്ന്. ഇപ്പം രക്ഷപ്പെട്ടു. ഇനി അവനോട് അടങ്ങിയിരുന്നോളാൻ പറ, കൊല്ലും. കാരണം എന്താ, നമ്മൾ അവർക്കെതിരെ വിവരാവകാശം കൊടുത്തു, ഇത് ജയിലിൽ കിടന്നപ്പോൾ എന്തൊക്കെയുണ്ട് എന്നറിയാനായിട്ട്. എന്നിട്ട് നേരെ എൻ്റെ തൃപ്പൂണിത്തുറയിൽ എനിക്കൊരു കേസ് ഉണ്ടായിരുന്നത്. അന്ന് ഇവന്റെ തൃപ്പൂണിത്തുറ ലിമിറ്റ് വന്ന തൃക്കാക്കര AC ഓഫീസാണ്. ഇവന്റെ വന്നത് ഏതാണ്? തേവര ലിമിറ്റിലാണ് വന്നത്. ഈ തൃപ്പൂണിത്തുറ കേസിന് ചോദ്യം ചെയ്യാനും ഫോർമൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ ഇവനെന്തിനായിട്ടാ കണ്ണൂർ ജയിലിൽ വന്നത്? നിങ്ങൾക്ക് ഇപ്പോൾ റിസ്ക് ഇല്ല നിങ്ങളുടെ ലൈഫിന്? ഇപ്പോഴും എല്ലാ ജീവിതത്തിലും റിസ്ക് അല്ല, അതുകൊണ്ട് എനിക്കത് ഒന്നും വിഷയമില്ല. ഞാൻ പോരാടാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്ന ഒരാളാണ്. ഇവൻ എന്നെ കണ്ണൂർ ജയിലിൽ വന്നു, കൂടെ പോലീസുകാരുണ്ട്. അവിടുത്തെ ക്യാമറ എടുത്ത് നോക്കിയാൽ ചേട്ടൻ അറിയാം. എന്നോട് അവൻ വന്നിട്ട് പറഞ്ഞത്, ഇപ്പം രക്ഷോട്ടല്ലേ, ഇവിടെ നീ പണി കിട്ടും പറഞ്ഞു.
അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നീ ആണാണെങ്കിൽ ചെയ്യിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ ചോദിച്ചു സാർ എന്തിനാ എൻ്റെ വീട്ടിൽ ചെന്നേ എന്ന് ചോദിക്കും. വീട്ടിൽ ഇനിയും ചെല്ലൂടാ. അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ പറയണമെന്ന് ജോസി ആലപ്പുഴക്കാരൻ വെറും പോലീസുകാരനാണോ? വെറും പോയി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചേട്ടാ വെറും പോലീസുകാരനാണ്, SI ആണ്, യൂണിഫോം ഇട്ടാലെല്ലാം അറിയാൻ പറ്റുള്ളൂ. പക്ഷെ സ്വാധീനം ഉണ്ടല്ലേ ചേട്ടാ. 15 കൊല്ലം സിറ്റി ലിമിറ്റിൽ മാത്രം സ്ക്വാഡ് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ സേനയിൽ എത്ര പോലീസുകാരുണ്ട്? അവർക്കൊന്നും പറ്റാത്തത് ഇവന് പറ്റുന്ന എന്തുകൊണ്ടാണ്? ഇതേപോലെയുള്ള ബിസിനസ്സുകാരും രാഷ്ട്രീയക്കാരും ബന്ധമുള്ള ഇപ്പൊ തേവര സ്റ്റേഷനിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഗ്രേഡ് SI കണ്ടായിട്ടുണ്ടോ? കാരണം 2-3 വർഷം സർവീസേ ഉള്ളൂ. ഈ ഇവന്മാരെ പോലുള്ള ആൾക്കാർ സിനിമയ്ക്കകത്ത് സ്കെച്ച് ചെയ്ത് ഷൺമുഖം ആ രീതിയിലാണ്. അയ്യോ അയാൾക്ക് പിന്നെ മാന്യത ഉണ്ടല്ലോ. ഇത് അങ്ങനെയല്ല. ബ്ലാക്ക് അതില് ഷൺമുഖത്തിന് മാന്യത ഉണ്ട്. ഇവൻ അതില്ല. കാരണം പോലീസ് കൈക്കൂലി വാങ്ങണ ഒരുപാട് ഉദ്യോഗസ്ഥരെ എനിക്കറിയാം. അത് പക്ഷെ വ്യക്തിപരമായിട്ട് എടുക്കില്ല അവര്. ഇപ്പോൾ ചേട്ടന് വേണ്ടി കൈക്കൂലി വാങ്ങിച്ചാൽ ചേട്ടനാ കേസ് കഴിഞ്ഞാൽ തീർന്ന്. പക്ഷെ ചേട്ടന്റെ എതിരാളിനെ വ്യക്തിപരമായിട്ട് എടുത്ത് ഉപദ്രവിക്കാൻ നിൽക്കില്ല. മനസ്സിലാണ്? അപ്പൊ ഇവന്റെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ എന്നെ അവിടെ വന്ന് രണ്ടാമത് തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ എന്നെ കസ്റ്റഡി കൊണ്ടപ്പോ അവിടെ വന്നു കേട്ടോ. അതായത് റോയിയുടെ ആയിട്ടുള്ള ഫസ്റ്റത്തെ സുനീലിന്റെ അല്ല, റോയിയുടെ വിഷയമാണ്. അപ്പൊ എന്നോട് പറഞ്ഞാണ്. എന്നിട്ട് അവിടെ വന്നിട്ട് അവിടെ വന്ന് വർഗീസ് എന്ന് പറഞ്ഞൊരു AC കൂടെയാണ് വന്നത്. അയാളുടെ മുമ്പിൽ ഞാൻ പറയാണ് സാറേ ഇവന്മാർക്ക് ഈ MDMA കച്ചവടമാണ്, അത് ശരിയല്ല ഏട്ടാ സാറേ എന്ന് പറയുന്നത്. അപ്പൊ എന്നോട് അവൻ ചോദിക്കണേ നീ പിന്നെ നല്ല പിള്ളേനാടാ, നീ സ്പിരിറ്റ് കച്ചവടം ചെയ്തതല്ലേ? സ്പിരിറ്റും ആൾക്കാരെ കൊല്ലും, MDMA ആൾക്കാരെ കൊല്ലും, അത് പതിയെ കൊല്ലുള്ളൂ. ഇത് അപ്പൊ ഞാൻ പറഞ്ഞേ ഇങ്ങനെയൊക്കെ പറയും. സാറിൻ്റെയൊക്കെ മക്കളൊക്കെ വലുതായി വന്നെയാണെങ്കിൽ അവരൊക്കെ ഈ സാധനമൊക്കെ അടിച്ച് റിലേ തെറ്റി നിങ്ങളുടെ ഭാര്യനെ കയറി പിടിക്കാനും ഇതൊക്കെ കാണിക്കുമ്പോൾ ഇത് തന്നെ പറഞ്ഞോട്ടെ സാറേ എന്ന് പറയും. ആ AC എന്ന് പറഞ്ഞ ഒരാള് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ മുമ്പിൽ ഇവനൊരു സാധാ കൂടുകാരനല്ലേ, അയാളുടെ മുമ്പിൽ ഇത് ഇത്രയും പറയണമെങ്കിൽ അവൻ എന്ത് പവർ ഉണ്ടാകണം? എൻ്റെ വീട്ടിൽ വന്നിട്ട് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ AC എൻ്റെ മേലുദ്യോഗസ്ഥൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ രാത്രി വന്നേന്നാ പറയണ. അത് നുണയായിക്കോട്ടെ സത്യം ആയിക്കോട്ടെ, അങ്ങനെ പറയണമെങ്കിൽ അവനൊരു പവർ വേണ്ടേ? ഇത് എന്നെ വെല്ലുവിളിക്ക. ഇപ്പൊ പനങ്ങാട് മറ്റേ തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ വന്നത് എന്നെ വെല്ലുവിളിച്ചിട്ടാ പോയതാണ്. ഇത് കൂടെ ആൾക്കാരുണ്ട് സാറേ, ഇവരൊക്കെ ഇവരെ താങ്ങി സംസാരിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അവിടുത്തെ SI ഞാൻ ചോദിക്കണേണ്, അവിടുത്തെ SI നിൽക്കണേണ്. SIനോട് പറഞ്ഞാൽ സാറേ ഇയാളും ഞാൻ വിഷയമുണ്ട് സാറേ, ഇയാൾ എൻ്റെ വീട്ടിൽ വന്ന് വിഷയം ഉണ്ടായിട്ട് ഞാൻ കേസ് കൊടുത്തേക്കണേണ്, എനിക്ക് ഇയാളോട് സംസാരിക്കാൻ താല്പര്യമില്ല, ഇയാളോട് പോകാൻ പറ എന്ന് പറഞ്ഞു. നീ ആ സാറ് പറഞ്ഞാൽ കേട്ടാ മതി. SI ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പൊ അവൻ ചിരിച്ചോണ്ട് പറഞ്ഞേ എടാ അന്നലാല് നോക്കിയിട്ട് നടന്നില്ല, പിന്നെയാണ് നീ ഒരു SI പോയി കംപ്ലൈന്റ് ചെയ്യണേ എന്ന് പറഞ്ഞു. ഇനി പോടാ, നീ കണ്ട എറണാകുളം അല്ലട്ടെ ഇപ്പ ഒരുപാട് മാറി ഇന്ന്. അപ്പൊ ഞാൻ പറഞ്ഞേ ഇതിനെല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവും, എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവും സാറേ. അത് ചിലപ്പോ പൊളിറ്റിക്കൽ സപ്പോർട്ടും കാണുമല്ലോ അങ്ങനെയാണെങ്കിൽ. സാറേ ഇതിനൊരു ഇത് പറയട്ടെ. തൃക്കാക്കര AC ഓഫീസിൽ അതായത് ബേബി സാർ ഇരിക്കുന്ന സമയത്ത് ഒരു അലിഗേഷൻ വന്നു. അവിടെ ഇത്ര കൊല്ലത്തെ കൂടുതൽ ഈ സ്ക്വാഡുകാർ അവിടെ ഇരുന്നു, അതുകൊണ്ട് അവർക്ക് വിഷയമാണെന്ന് പറഞ്ഞ് പരാതി പോയി. മേൽത്തട്ടിൽ അന്വേഷണം നടന്ന് ഇതായി. സാർ ആ റിപ്പോർട്ട് വന്നതിന് ഒരാഴ്ച മുമ്പ് ഇവൻ അവിടെ നിന്ന് മാറി തേവര AC കീഴിലേക്ക്. ആ ബാക്കിയുള്ള 4 പോലീസുകാർക്ക് സസ്പെൻഷനായി. ഇവൻ രക്ഷപ്പെട്ട്. അത് എങ്ങനാ? അപ്പൊ ആ റിപ്പോർട്ടിൽ ഇവന്റെ പേരും ഉണ്ടാവൂലേ? അപ്പൊ അതിൽ നിന്ന് ആ സമയത്ത് ഇവനെ അവിടെ നിന്ന് ഊരിപ്പോയി ഇങ്ങോട്ട് മാറി, തേവരക്ക് മാറി. അപ്പൊ ഇവന്റെ പവർ എന്താ ചേട്ടാ? ഈ എറണാകുളം ലിമിറ്റ് എന്ന് പറയുമ്പോൾ എത്ര സ്റ്റേഷൻ അതിർത്തി വരും? വേണ്ട, സെൻട്രൽ സ്റ്റേഷൻ വരാം, മറ്റേ റൂറലിലേക്ക് പോകണ്ട, പലതും വരാം. ഇത് ഈ രണ്ടിതിലും മാറി മാറി നിൽക്കുമ്പോ അപ്പൊ ആലോചിച്ച് ഇവനൊക്കെ പിന്നീട് ഈ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പോ ഈ OGയുടെ അല്ലെങ്കിൽ ഈ മറ്റേ റോയിയുടെ അങ്ങനെയുള്ള മറ്റൊക്കെ ആയിരിക്കും, അങ്ങനെ വരുള്ളൂ. അപ്പൊ ഇവിടെ മേലുദ്യോഗസ്ഥരൊക്കെ വായും തുറന്നിരിക്കും, ഓ നമ്മളെ ചതിച്ചിട്ട് പോയടാന്ന് പറയും. ഇപ്പൊ പറഞ്ഞാൽ ആരും കേൾക്കൂല. മനസ്സിലാണ്ട? ഇവന്റെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറേ ഇപ്പോ ഈ ലാസ്റ്റ് സംഭവം ഉണ്ടായി. എന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ കോയമ്പത്തൂർ ഒരു കേസ് നടക്കണം. ഇതിനു മുമ്പ് കർണാടകയിൽ 2023 എനിക്ക് കാപ്പി എടുക്കണം. ഈ കാപ്പി എടുക്കണം ഇവിടെ ഈ കാപ്പി എടുക്കുമ്പോൾ കാപ്പയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാപ്പി എടുത്ത് ഇത്ര സമയത്തിനുള്ളിൽ എന്നെ അറസ്റ്റ് ചെയ്യണം, ഏത് പ്രതിന്. ഇല്ലെങ്കിൽ ആ കാപ്പ വീണ്ടും കളക്ടറുടെ അടുത്ത് പോകണം, വീണ്ടും സൈൻ ചെയ്ത് വരണം. ആ ഗ്യാപ്പ് ഉണ്ട്. ഇവരെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കർണാടകയിൽ എൻ്റെ കൂട്ടത്തിലുള്ള ഒരു ടീം പോയിട്ട് അവിടെ ഒരു വർക്ക് ചെയ്തു. അതിൽ കേസായപ്പോൾ അവരന്വേഷിച്ച്, അന്ന് ഞാൻ ഒളിവിലാണ്, ഈ സലാം തട്ടയുടെ കേസിൽ ഒളിവിലാണ്. ഇവിടെ വന്നപ്പോൾ ഇവനാണ് മെയിൻ ആള് ഏത് സ്കോഡിൻ്റെ. ഇവൻ അതിൽ ഏറ്റുപിടിച്ച് അവരോട് പറഞ്ഞ് മൈഡനീഷ് എന്ന് പറഞ്ഞ ഒരുത്തരുണ്ട്,
ഇവരാണ് ഇതിൻ്റെയൊക്കെ ടീം ലീഡർ. ഇത് ഈ പറഞ്ഞ പോലെ കോടാലി സീതൻ്റെ എല്ലാം നോക്കണേ. കോടാലി സീതൻ എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ കോടാലി സീതൻ്റെ എല്ലാ കാര്യം നോക്കണ ഒരുത്തെന്ന് പറയുമ്പോൾ അവൻ ടെറർ ആയിരിക്കണമല്ലോ. പിന്നെ യൂട്യൂബിൽ മൈഡനീഷൻ അടിച്ചു നോക്കുമ്പോൾ ഭയങ്കര സംഭവം. അപ്പോൾ കർണാടകക്കാർ വിശ്വസിച്ച് ഏത് ഇവൻ തന്നെ നമുക്ക് ഇവനെ മതി എന്ന് പറഞ്ഞ് 5 കേസ് തന്നു കേട്ടോ സാറിന്. എനിക്ക് 5 കേസ് വെച്ച് തന്നു. അതിലിപ്പോൾ നോക്കിക്കോ, ഇതിൽ 2 കേസ് നെഞ്ചങ്കോട് 2 കേസിന് പുനരന്വേഷണം നടക്കണേ അവിടെ. ഇത് അവിടുത്തെ CA സസ്പെൻഷൻ ചെയ്ത് ആക്കിയിട്ട് പുനരന്വേഷണം നടക്കണേ. അപ്പൊ എന്നെ എന്തിനായിട്ട് പ്രതിയാക്കിയത്? അപ്പൊ ഇവര് കളിച്ച കളിയല്ലേ. അവിടെ അവര് എൻകൗണ്ടർ ചെയ്യണമെന്ന് പറഞ്ഞു ഇവിടുന്ന്. അതായത് ഇവനെ പിടിച്ചാൽ കിട്ടില്ല, ഇവനെ എവിടെ വെച്ചാലും ഇത് ചെയ്തൊന്നും പറഞ്ഞു. നമ്മുടെ ആൾക്കാർ അവിടുത്തെ അവിടുത്തെ ആൾക്കാർ വക്കീൽമാരെല്ലാം പോകുമ്പോൾ അവൻ ടെററാണ്, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ എന്നോട് പറഞ്ഞ് ഹൈക്കോടതിയിൽ മൂവ് ചെയ്യുക, ഇത് വിഷയമാണ് എന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞാൻ ഇവിടെ ഇത് വന്ന് നമ്മുടെ ആൾക്കാർ സംസാരിച്ച് ഞാൻ പക്ഷെ എന്നെ അവിടെ ചെന്ന് എന്നോട് ഇവരെല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇവര് പറഞ്ഞ് ഇവിടെ ഇത് പറഞ്ഞെങ്കിൽ നിന്നെ ഞങ്ങൾ കേസിൽ പെടുത്തൂലായിരുന്നു. ഇങ്ങനെയായിരുന്നോ കാര്യങ്ങൾ. എന്നിട്ട് എന്നെ അവിടുത്തെ CA എന്നോട് പറഞ്ഞെന്താണെന്ന് അറിയാമോ? എടാ നീ ഒരു കാര്യം ചെയ്യ്, നീ ഇനി കേരളത്തിലേക്ക് പോകണ്ട, ഇവിടെ താമസിക്കും, അവിടെ പോയാൽ നിന്നെ എങ്ങനെയെങ്കിലും ഒരു കൊല്ലുന്നു. അപ്പോൾ ആ വൈരാഗ്യം നോക്കി ഇവൻ്റെ ഇതിൽ. ഈ സമയത്ത് കോയമ്പത്തൂരുണ്ടായി സാറേ 5 മാസം മുമ്പാണ് ഈ കോയമ്പത്തൂരിൽ ഈ സംഭവം നടക്കണം, ഈ ഒരു വർക്ക് നടക്കണം. ഈ 5 മാസം മുമ്പെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ 2.5 മാസമായിട്ടാണ് മാറിയിരിക്കണത്. ഈ 2.5 മാസം ഞാൻ എറണാകുളത്തുണ്ട്. മനസ്സിലായി. ഈ 2.5 മാസം ഞാൻ കോടതികളിൽ പോകുന്നുണ്ട്, എല്ലാ കോടതിയും പോകുന്നുണ്ട്. കാരണം ഈ പോലീസുകാർക്ക് ചെക്ക് ചെയ്താലും അറിയാലോ ഞാൻ എല്ലാ കോടതിയിൽ പോയിട്ടുണ്ട്. അങ്ങനെ കോയമ്പത്തൂർ ഇത്രയും വിവാദമായൊരു കേസ് നടക്കുമ്പോൾ ഞാൻ അതിൽ പ്രതിയാണെങ്കിൽ സിമ്പിളായിട്ട് എന്നെ എടുക്കാൻ പാടില്ലേ? ഇത് കഴിഞ്ഞിട്ട് ഇതേപോലെ ആ സമയത്താണ് എൻ്റെ ഇൻ്റർവ്യൂ വന്നത് നന്ദകുമാറിൻ്റെ. ഇത് OG സുനിനെതിരെ എന്നോട് ഈ ജോസി എന്നെ കാണുന്നത്. അതായത് ഒരു ദിവസം എൻ്റെ കൂടെയുള്ള കരുൺ ശിവദാസ് എന്ന് പറഞ്ഞ എൻ്റെ നമ്പർ മറ്റേ DCPയുടെ ഓഫീസിലാണ് ഞാൻ കൊടുത്തേക്കണം. അതായത് നമ്മൾ പോയി റിക്വസ്റ്റ് ചെയ്യണേന്, സാറേ എനിക്ക് പോലീസിൽ ശത്രുക്കളുണ്ട്, മറ്റുള്ള ശത്രുക്കളുണ്ട്, എനിക്കിവിടെ ഗ്യാങ് ഇല്ല, അപ്പോൾ എൻ്റെ നമ്പർ പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ വീട് പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ബുദ്ധിമുട്ടുണ്ട്, പിന്നെ ഞാൻ പ്രതികരിക്കേണ്ടി വരും, പ്രതികരിക്കുമ്പോൾ വീണ്ടും ഇവിടെ ഗ്യാങ് മാറാവും, എനിക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ പാട് നോക്കി പോണേ, എന്നോട് സഹകരിക്കണം, എനിക്ക് ജീവിക്കണം, എന്നോട് സഹകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞത് നിനക്ക് ജീവിക്കാനാണെങ്കിൽ അതിനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കി തരും, നീ നിൻ്റെ പാട് നോക്കി പോക്കോ, ഇവിടെ നിന്നേ വിളിക്കുള്ളൂ, നീ ഒരു സ്റ്റേഷനിൽ ഏത് സ്റ്റേഷനിൽ നിന്നെ ഹാജരാണെങ്കിലും ഇവിടെ നിന്ന് വിളിച്ച് പറയും നീ പൊക്കോ എന്ന് പറയും. ഇവര് എന്നോട് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് തന്നേക്കണ ഫോൺ ഫുൾ ടൈം ടാപ്പിംഗ് ആയിരിക്കും, നിന്നെ ഇവിടുന്ന് വിളിക്കുമ്പോൾ നീ എടുക്കാണ്ട് നീ ബാത്റൂമിലായിരുന്നു, നീ ഉറങ്ങിപ്പോയി എന്ന് പോലും പറയരുത്. അങ്ങനെയാണ്. ഇതുവരെ സാർ അന്വേഷിച്ച് നോക്കൂ, ഈ ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നോ അല്ലെങ്കിൽ എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ എടുത്തിട്ടില്ലെന്നാ, ഞാൻ വിളിച്ച സ്ഥലത്ത് ചെന്നിട്ടില്ലെന്നാ പറയട്ടെ, ഞാൻ എല്ലായിടത്തും പോകുന്നുണ്ട്. അപ്പോൾ എന്നോട് ഈ AC ഓഫീസിൽ ചെല്ലുമ്പോൾ ഇവന്മാരെല്ലാം എന്നോട് നമ്പർ ചോദിക്കും. അപ്പോൾ ഇതിന് നമ്മളെ ഒരു പോലീസുകാരനെ ഏൽപ്പിക്കും, എല്ലാ ഗുണ്ടകൾക്കും ഓരോ പോലീസുകാരെ വെച്ചാണ് അവരാണ് അവനെ വാച്ച് ചെയ്യേണ്ടത്, അവൻ്റെ ഡെയിലി ഇതും അവനെപ്പോൾ കേരളത്തിൽ വരണ്ട് പോകേണ്ട ഏതൊക്കെ കേസുണ്ടെന്നൊക്കെ അയാളാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ എനിക്കൊരാൾ ഉണ്ട്, അപ്പോൾ ഞാൻ പറയും ആ സാറിൻ്റെ നമ്പർ ഉണ്ട്, ഞാൻ നമ്പർ തരില്ല. ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ നമ്പർ കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ രണ്ടാമത് സുദർശൻ എന്ന് പറഞ്ഞ DCP ആയിരുന്നു, വളരെ മാന്യമായ ഓഫീസർ. അത് കഴിഞ്ഞപ്പോൾ രണ്ടാമത് വന്നത് ഒരു ലേഡിയാണ്, ജിജി എന്താ എനിക്ക് കറക്റ്റായിട്ട് പേരറിയാൻ പാടില്ല. ആ മേഡം ഇതുവരെ എന്നെ വിളിപ്പിച്ചു. ആ മേഡം വിളിപ്പിക്കുമ്പോൾ എന്ന് പറഞ്ഞെങ്കിൽ ഇവനാണ് എന്നെ വിളിപ്പിക്കണേ, കരുണിൻ്റെ നമ്പറിലേക്ക് വിളിച്ചിട്ട് വന്നേ പറ്റുള്ളൂ. അപ്പോൾ ഇതിനു മുമ്പ് ഇതേപോലെ ഒരു ദിവസം എൻ്റെ അമ്മ കേസ് കൊടുത്തല്ല, ആ കേസിൻ്റെ ഹിയറിങ് വന്ന സമയത്ത് ഇവൻ എന്നെ വിളിപ്പിക്കണേണ്. കരുണിനോട് പറഞ്ഞ് അവൻ ഇന്നും വന്നില്ലെങ്കിൽ AC ഓഫീസിൽ വന്നില്ലെങ്കിൽ നാളെ അവൻ ജയിലിലടാ എന്ന് പറഞ്ഞു. ഞാൻ നേരെ എന്നെ ഏൽപ്പിച്ച ആളെ വിളിച്ച്, സാർ ഇങ്ങനെ ഞാനും അയാളുടെ കുറച്ച് വിഷയമുണ്ട്, എന്നിങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളൊന്ന് DCPയുടെ അടുത്ത് പറയാം എന്ന് പറഞ്ഞു. ഞാൻ പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ നേരെ ചെന്നു AC ഓഫീസിൽ ചെന്നപ്പോൾ ഇവൻ എന്നോട് മറ്റുള്ള ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ വെച്ച് ഭയങ്കര കെയറിങ് ആണ് നമ്മളോട്. എടാ സൂക്ഷിച്ച് നടക്കണോട്ടാ, അങ്ങനെ നടക്കണോട്ടാ, ഇങ്ങനെ നടക്കണോട്ടാ, പോകുമ്പോഴൊക്കെ നമ്മളെ വഴി വരെ കൊണ്ടുവരും, ഞങ്ങൾ കൊണ്ടാക്കണോ, ഓട്ടോ വിളിച്ച് തന്നെ. അപ്പോൾ നമ്മളോർക്ക് ഇവൻ എന്തൊരു അഭിനയമാണ് ഇവൻ്റെ. പക്ഷെ മാറിയിരിക്കുമ്പോൾ നമ്മളെന്താ ചിന്തിക്കണേ, ഞാൻ ആളാണ്, എനിക്ക് ഇവനെ പറ്റി ഇപ്പോൾ കംപ്ലൈൻറ്റ് പറഞ്ഞ് ചെല്ലാനായിട്ട് എനിക്ക് നോക്കാനറിയാം. പക്ഷെ നമ്മൾ ഇത്ര അതിക്രമിച്ചു പോകുന്നുള്ള ചിന്തയില്ല. ഒരു ലിമിറ്റ് ഉണ്ടല്ലോ അതിനൊരു പോലീസുകാരൻ നമ്മളോട് ചെയ്യാനുള്ള, എനിക്ക് നോക്കാനറിയാം എന്നുള്ള ജയിലിൽ നമ്മൾ ആരോടും പരാതി ചെയ്യണം, നാണക്കേടല്ലേ ഈ പരാതി പറയണേ എന്നുള്ള. പക്ഷെ ഞാൻ സുദർശൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ്. രണ്ടാമത് ഈ ലേഡി DCP വന്നപ്പോൾ ഇവനാണ് എന്നെ വിളിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പുള്ളിക്കാരത്തിനോട് ഞാൻ പറഞ്ഞു,
എന്നെ നോക്കാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ജോസി അല്ല, അതെ 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 ജോസി പറഞ്ഞാണ് സാറേ ഞാനാണ് അനീഷിനെ വിളിപ്പിച്ചത്. അതായത് ഇവന് കൊടുക്കണം എൻ്റെ സംഭവം. ഇപ്പം ഞാൻ പറഞ്ഞു സാറേ എന്നെ ഇതേപോലെ വേറെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അയാളെ തന്നെ എനിക്ക് തന്നെ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വേറെ ആളെ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ മാറിയപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് കുറച്ച് വിഷയങ്ങളുണ്ട്, അയാളെ ഏൽപ്പിക്കരുത് എന്ന് പറഞ്ഞു. അതിന് പുറത്തു വന്നിട്ട് നീ ആരെ കൊണ്ട് വിളിപ്പിച്ചാലും നടക്കൂലടാ അങ്ങനെ ഇങ്ങനെയെന്ന്. പക്ഷെ കൊടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ഈ പ്രാവശ്യം ഈ 3 മാസം മുമ്പ് ഈ കരുൺ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വട്ടമിട്ട് പിടിച്ച്, ജോസിയാണ് പിടിക്കണം, തമിഴ്നാട് പോലീസുകാരുണ്ട്, പിടിച്ചിട്ട് നേരെ ഇവനെ ഇവിടെ കൊണ്ടുപോയി. അതായത് എന്നെ നോക്കിയാണ് പിടിക്കണം. അപ്പോൾ അവൻ പറഞ്ഞത് ടവർ ലൊക്കേഷൻ എടുത്തെന്ന് പറഞ്ഞു. അതായത് ഞാൻ തിരുമാമൂണായിരുന്നു, എൻ്റെ ഈ കൈയുടെ വിഷയമുള്ളതുകൊണ്ട് തിരുമാമുണ്ട് എല്ലാ ദിവസവും. അപ്പോൾ എന്നെ എടപ്പള്ളിയിൽ എന്നെ തിരുമണ സ്ഥലത്ത് കൊണ്ടാക്കിയിട്ട് അവൻ തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഭക്ഷണം കഴിയിട്ട് എന്നെ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നപ്പോഴാണ് ഇവനെ ലോക്ക് ചെയ്യണത്. ലോക്ക് ചെയ്യുമ്പോൾ ഇവൻ പറഞ്ഞത് എന്തേടാ ഈ മൊബൈൽ ഏതാണെന്ന് ചോദിച്ചു. അനീഷേട്ടനെയാണ്. കാരണം എൻ്റെ ഫോൺ അതിൽ വെച്ചിട്ട് ഞാൻ ഇത് ചെയ്തതാണ്. ഇപ്പോൾ നീ എന്തേ DCPയുടെ അടുത്ത് കൊടുത്ത നമ്പറൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ലേ? ഞങ്ങൾക്കും കിട്ടൂടാ നമ്പറൊന്നും. ഇപ്പോൾ എടുത്തില്ലേ? അപ്പം ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് DCP ഓഫീസിൽ നിന്ന് എന്നെ വിളിപ്പിച്ചില്ല? ഞാൻ ചെല്ലൂല്ലേ? എന്നെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ DCP ഓഫീസിൽ എന്നെ വിളിപ്പിച്ചാൽ പോരെ? എടാ വന്ന് ഹാജരാകാന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തില്ല. അവർക്ക് എന്നെ തമിഴ്നാട്ടിലേക്ക് കൊടുക്കാൻ പാടില്ലേ? ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇതില്ലാണ്ട് ഇവൻ എന്തിനാ മുൻ കൈയെടുത്ത് എന്നെ ഈ പയ്യനെ അറസ്റ്റ് ചെയ്ത് അവരെ കല്യാണം കഴിഞ്ഞിട്ട് 1.5 മാസമുള്ള ഒരു തെളിവുമില്ല അവൻ്റെ പേരിൽ. ഇത് എൻ്റെ കൂടെ നടക്കുന്നല്ലാണ്ട് ഒരു തെളിവുമില്ല. എന്നെ പെടുത്താൻ വേണ്ടിയിട്ട് ആ പയ്യനെ പയ്യനെ അവൻ്റെ 1.5 മാസം തികഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട്, പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ടുണ്ട്. അതും നല്ലൊരു കുടുംബത്തിലെ പയ്യൻ. ഇത് നല്ലൊരു കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ നടക്കുന്ന ഒരു പയ്യനല്ല. അപ്പോൾ അവൻ്റെ ഫാമിലി എത്ര ദുരിതം അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി എന്താണ് നിങ്ങളുടെ ഇതിൽ നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അപ്പോൾ അവൻ്റെ വൈഫിൻ്റെ ഗിഫ്റ്റ് കല്യാണത്തിന് കിട്ടുന്ന ഗോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സാധനങ്ങളൊക്കെ ജോസി എടുത്തു, വാച്ച്, ഗോൾഡ് എല്ലാം എടുത്തിട്ട് നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി വെച്ചിട്ട് തമിഴ്നാടുകാർക്ക് കൊടുത്തു വിട്ടു. തമിഴ്നാട്ടിൽ എന്ന് പോലീസുകാർ പറഞ്ഞ് പിറ്റേ ദിവസം വീട്ടുകാരെ വിട്ടാൽ മതി, വണ്ടിയും സാധനങ്ങളൊക്കെ കൊടുത്തേക്കാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തൊട്ട് വീട്ടുകാർ സ്റ്റേഷനിൽ ചെല്ലുന്നതിന് സാധനമില്ല, ഒരു ഗോൾഡും ഇല്ല, ഒന്നുമില്ല. ഇത് 10-15 ലക്ഷം രൂപയുടെ സാധനമാണ് മൊത്തത്തിൽ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നത്, ഒന്നുമില്ല. നേരെ നമ്മൾ പറഞ്ഞാണ് കോടതിയിൽ പോയി, കോടതിയിൽ ഫയൽ ചെയ്യുന്നത്. PP പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് റിപ്പോർട്ട് വന്നു, ഒന്നുമില്ല, ഒന്നും പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നേരെ നമ്മൾ PP കണ്ടിട്ട് നമ്മൾ പറഞ്ഞാണ് ഇത് നമ്മൾ പരാതിയായിട്ട് മേളിലേക്ക് പോകും. ഇതേപോലെ നമ്മൾ മഴ സ്റ്റേഷനിൽ ഈ ക്യാമറയിൽ ഇന്ന പോലീസുകാരനാണ് ഈ സാധനം എടുത്തുകൊണ്ട് വെച്ചാണ്, ഞങ്ങൾ അത് വിവരാശം കൊടുത്ത് ഞങ്ങൾ ഇതിൻ്റെ എടുക്കും, ഇതിൻ്റെ പുറകെ നിൽക്കും. ഞാൻ ആ സമയത്ത് ഇവിടുത്തെ DCPക്കും സ്പെഷ്യൽ ബ്രാഞ്ചുകാർക്കും ഞാൻ പരാതി അയച്ചു. ഇങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഇങ്ങനെ പോലീസുകാരെ ഒത്തുകളിച്ച് ഈ സാധനം ഇതാണ്. അടുത്ത ഡേറ്റ് വന്നപ്പോൾ കോടതിയിൽ ഇവർ കൊടുത്തേക്കണത് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ വണ്ടി പരിശോധിച്ചിട്ടില്ല, വണ്ടിയിൽ ഞങ്ങൾ ഉള്ളിൽ കൂടി ഗ്ലാസ്സിൽ കൂടി നോക്കിയപ്പോൾ ഒരു പെട്ടി ഇരിക്കണം കണ്ടെന്ന്. അങ്ങനെ കോടതി ഓർഡറായി കരുണിൻ്റെ വീട്ടുകാരുടെ മുഖാന്തരം വണ്ടി തുറന്ന് പരിശോധിക്കണമെന്ന്. വണ്ടി തുറന്ന് പരിശോധിച്ചപ്പോൾ ഈ സാധനമൊക്കെ വണ്ടിയിലുണ്ട്. പേടിച്ചു എല്ലാവരും നന്ന്. അപ്പോഴും ഷൂ, പെർഫ്യൂംസ്, മറ്റുള്ള സാധനങ്ങളൊക്കെ ഇവരെ അടിച്ചു മാറ്റി. അപ്പോൾ ഈ കൈക്കൂലി വാങ്ങണവന്മാർക്ക് അത് എടുത്താൽ പോരെ? ഇത് കഴിഞ്ഞിട്ട് ഇത്രയും സംഭവമില്ലേ? ഇവനെ വെല്ലുവിളിച്ച് അവനെ എടുക്കും, ഇവനെ ഈ അനീഷിനെ എടുക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവരെന്തിനീ വ്യക്തിപരമായിട്ട് ഞാൻ ചോദിക്കണായിട്ട് സാറേ, ഈ യൂണിഫോം ഇല്ലാണ്ട് ആരുടെ ഇയർഓഫിലാണ് ഇവന് നിൽക്കുന്നത്? ഇവനെതിരെ ഒരുപാട് പരാതി വന്നിട്ടുണ്ട്. പക്ഷേ ഇവൻ്റെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനൊരു സെപ്പറേറ്റ് ഫോണുണ്ട്, ആ ഫോണിൽ നിന്നാണ് എല്ലാം വിളിക്കുന്നത്. ഇവൻ്റെ ഇന്ന് വിളിക്കുന്നുണ്ട് മസാല സെൻ്ററുകാരാ, ഈ ഡ്രഗ്, എല്ലാവരെയും കുറ്റവാളികൾ വിളിക്കുമ്പോൾ ഇവൻ പറഞ്ഞ റിപ്പോർട്ട് എന്താണെന്ന് അറിയാമോ? ഞാൻ സ്കോഡുകാരനാണ്, അപ്പോൾ എനിക്ക് എൻ്റെ ഡ്യൂട്ടി പരമായിട്ടാണ് എല്ലാവരെയും വിളിക്കുന്നത്. അപ്പോൾ ഇവർക്ക് പറയാനുള്ള കാരണമായല്ലോ. പൊളിറ്റിക്കൽ കണക്ഷൻ ഉണ്ടാവുമോ? സാറേ, ഈ ഓജിസുലിനും റോയി വയലാട്ടിനും പാർട്ടി കണക്ഷൻ ഉണ്ടായില്ലേ? ഇല്ലേ? അതുകൊണ്ടാണല്ലോ തൃക്കാക്കരയിൽ നിന്ന് ഈ പണി കിട്ടാണ്ട് അവൻ ഇങ്ങോട്ട് മാറിയത്. അതുകൊണ്ടാണല്ലോ 2 AC കീഴിൽ മാത്രമേ യൂണിഫോം ഇടാണ്ട് ഇത്രയും കാലം വർക്ക് ചെയ്യാൻ പറ്റിയത്. എത്ര പോലീസുകാർ, മിടുക്കരായ പോലീസുകാർ വേറെ ഉണ്ട് സാറേ. ഞാൻ കണ്ട ഒരുപാട് സ്കോഡുകാരുണ്ട്. ഇവരൊക്കെ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ മാറിപ്പോവും. ഇവർ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കൊടുക്കുന്ന റിപ്പോർട്ടാണ് മേലുദ്യോഗസ്ഥ, പുതിയ ആൾക്കാരല്ലേ വന്നത്. ഇപ്പോൾ മൈഡനീഷിനെ പറ്റിയാണെങ്കിലും തമ്മനം ഫൈസലിനെ പറ്റിയാണെങ്കിലും ബായിനസിനെ പറ്റിയാണെങ്കിലും ഈ സ്കോഡുകാർ കൊടുക്കുന്ന റിപ്പോർട്ടാണ് അവർ മൊബൈലൊക്കെ എടുക്കുന്നത്. ജയിലിൽ നിങ്ങൾ 5 പലതവണയായിട്ട് ജയിലിൽ കയറി. ഈ ജയിലിലെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ ജയിലിലെ വിഷയങ്ങൾ വരുമ്പോൾ, പാർട്ടിക്കാരുടെ വിഷയം വരുമ്പോൾ പബ്ലിക് പറഞ്ഞ എന്താ, മട്ടനൊക്കെ കഴിച്ച് ഇനിയും കൊടുക്കാവനൊക്കെ മട്ടൻ അങ്ങനെ കൊടുക്കുക ഇങ്ങനെ കൊടുക്കുക എന്നാണ്. ചേട്ടാ, ജയിലിൽ കിടക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ
ജയിലിൽ കിടന്ന ഫുഡ്, ഇവരൊക്കെ പുറത്തു പറഞ്ഞ പോലെ ഒന്നുമല്ല. പ്രിസൺ മാനുവൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർഭാട ഫുഡാണ്. ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ കിട്ടണ്ടെന്നും കൂടി നോക്കണം. കിട്ടുന്നില്ല. സാർ ഞാൻ ചോദിക്കട്ടെ, മീൻ ആഴ്ച 2 ദിവസം മീൻ, ആഴ്ചയിൽ 1 ദിവസം ശനിയാഴ്ച മട്ടൻ. ഇതിൽ ഇപ്പം നമ്മൾ ചേട്ടനൊരു ബിസിനസ് ചെയ്യണേ, ഇപ്പോൾ ചേട്ടനൊരു മാർക്കറ്റിൽ നിന്ന് എല്ലാ ദിവസവും ചേട്ടനൊരു കോൾഡ് സ്റ്റോറേജ് നടത്തുന്നു. എല്ലാ ദിവസവും ചിക്കൻ പുറത്ത് പോയി വാങ്ങിച്ചിട്ട് ചെയ്യാം. ചേട്ടൻ സ്റ്റോറേജ് ചെയ്യുമല്ലോ ഒരാഴ്ചത്തേക്കുള്ള, ചെയ്യുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരാണ് എൻ്റെ 2 കൂട്ടുകാരായിരുന്നു കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഇതിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്, കോഴിക്കോട് കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ എനിക്കറിയാം അവരെ ഉള്ള, കാരണം ഈ ചീത്ത മത്സ്യം, അതായത് ആന്ധ്രയിൽ നിന്ന് വന്ന സാധനങ്ങൾ എത്ര പ്രാവശ്യമാണ് സാറേ ഓരോ ജയിലിൽ വന്നിട്ട് മീൻ തിരിച്ചു വിടുന്നത്. കാരണം ഒരു പരിധിക്കുള്ളാകുമ്പോഴാണ് അവർ തിരിച്ചു വിടുന്നത്, ഒരു പരിധി വരെ അവർ എടുക്കും. ഇതിൻ്റെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പുഴുങ്ങിയത് തന്നെ ജയിലിൽ. കാരണം 140 ഗ്രാമാണ് ഒരു മീൻ, അതൊന്നും തരൂല്ല അവർ. ഇതിലൊരു അയില കഷ്ണമാണെങ്കിൽ അത് നമ്മൾ കറി ഉണ്ടാക്കണ പോലെ വെള്ളത്തിട്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഈ ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒന്ന് ഇട്ടെടുക്കും, എന്നിട്ട് ആ സാധനം തരും, ചാറും തരും. ഇതാണ് തന്നത്. രാവിലെ 200 ഗ്രാമിൻ്റെ ഗോതമ്പിൻ്റെയാണ് ഇത് ചപ്പാത്തി. 200 ഗ്രാമിൻ്റെ ഒരു ഗോതമ്പ് സാറ് കഴിക്കും, ഞാൻ കഴിക്കൂല. പറ്റത്തില്ല, ആർക്കും പറ്റില്ല. 250 ഗ്രാം അരിയുടെ ചോറാണ് ഉച്ചക്ക്. വൈകിട്ട് 150-200 ഗ്രാം കണ്ടാണ്. 200 ഗ്രാമിൻ്റെ അരി വെച്ച് കഴിഞ്ഞാൽ എത്ര ഗ്രാം ഉണ്ടാവും? കഴിക്കൂ? കഴിക്കാൻ പറ്റത്തില്ല. 60 ഗ്രാമിൻ്റെ ഉപ്പുമാവാണ്. 60 ഗ്രാം റവയിൽ നിന്ന് ഉപ്പുമാവുമ്പോൾ എന്തോരം ഉണ്ടാവും? 40 മില്ലിഗ്രാമാണ് പാല്, 6 ഗ്രാം പഞ്ചസാര, 3 ഗ്രാം തേയില. എങ്ങനെ ഉണ്ടാവും ചായ? നല്ല ക്ലാസ് ചായ ആയിരിക്കില്ല എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചേട്ടൻ്റെ വീട്ടിൽ ഭാര്യ ഉണ്ടാക്കുന്ന ചായ കലം, അത് കഴുകിയിട്ടൊരു കുപ്പി ഗ്ലാസ്സിൽ എടുത്ത് നോക്കുക, അതാണ് ജയിലിലെ ചായ. അപ്പോൾ ഒരു ദിവസം അഴിമതിയാണ് ഞാൻ ചോദിക്കണേ. 200 ഇപ്പം 300 ഗ്രാം അല്ലെങ്കിൽ 250 ഗ്രാം ഒരാൾക്കുള്ള അരി എന്ന് പറയുമ്പോൾ ഒരു മാസം ഒരു വർഷം എത്ര കിലോ ആയി? ഇതെല്ലാം അഴിമതിയാണ്. അത് ഇന്ന് മാറി. ഇപ്പോൾ മീൻ്റെ മട്ടൻ എന്ന് പറഞ്ഞാൽ സാറേ 100 ഗ്രാം മട്ടൻ, എല്ലോട് കൂടിയ മസാലയും എല്ലും എല്ലാം കൂടി 100 ഗ്രാം മട്ടനാണ്. ഈ മട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറേ 1 ലിറ്റർ ഇടിക്കും. ഇത് നമുക്കിത് ഇത്രയുള്ള ചെറിയ പീസാണ് കിട്ടണം. 1 ലിറ്റർ ഇടിച്ചിട്ട് ഈ മസാല ഇട്ട് ഇത്രയോട്ട് തരും. ഇതിനാണ് പുറത്തുള്ള ആൾക്കാർ പറയണത് ലാവിഷ് ഫുഡാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ. ഇതിന് ഉപദ്രവമുണ്ടോ സാറേ? ഇപ്പൊ പോലീസുകാർ ഇരിക്കുന്ന പറഞ്ഞില്ലേ, ഇതേപോലെ ഒന്നും അല്ല, ഒരു മനുഷ്യപ്പറ്റില്ലാണ്ട് ഇരിക്കണം. അതായത് ജയിലിൽ ഇപ്പൊ ഞാൻ സാധാരണക്കാരനാണ്. ഇപ്പോഴല്ലേ സാറേ സോഷ്യൽ മീഡിയയും ഇത്ര വിവരമൊക്കെ ആൾക്കാർ വെച്ചത്. പണ്ടുള്ള കാലത്തിൽ ഇപ്പോഴത്തെ കാലത്തിൽ സാധാരണക്കാരെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, പോലീസ് സ്റ്റേഷൻ കാണാത്ത ആൾക്കാർ. ഇപ്പോൾ MDMA കേസ്, പോസ്കോ കേസ് എന്ന് പറയുമ്പോൾ നല്ല വീട്ടിലെ പിള്ളേരും ഇതിൽ പോയി പെട്ടെന്ന് ഒരുപാട് പേരുണ്ട് ഇല്ലേ? ഇവർക്കൊക്കെ ആശയക്കുഴപ്പം വന്നൊരു സംഭവമുണ്ട്. ഒരു സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നമ്മളെന്താ നോക്കണേ? കാക്കി യൂണിഫോം, അവൻ്റെ സ്റ്റാർ കാര്യങ്ങൾ നോക്കും, 2 സ്റ്റാർ SI, 3 സ്റ്റാർ CI, അങ്ങനെ പോവും. ഇതേ തൊപ്പി ഇതെല്ലാം അവൻ അവിടെ നിന്ന് മാനസികമായിട്ട് അവൻ സ്റ്റേഷനിലെ ടോർച്ചറൊക്കെ സഹിച്ച് ജയിലിലേക്ക് ചെല്ലണേ. ജയിലിലെ യൂണിഫോം എന്താ സാറേ? സെയിം സാധനമല്ലേ? അപ്പോൾ ഒരു ഫാമിലി വരുമ്പോൾ പോലീസ്, ഇവിടെയും പോലീസ് എന്നല്ലേ ചിന്തിക്കുള്ളൂ. ഈ ജയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നാക്കാനുള്ള സാധനം. സാർ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത്. നന്നാക്കാനുള്ള സാധനമാണ്. പക്ഷെ ഇവര് ചെയ്യണതാ മോശമൊക്കെ കൂടുതൽ. അതായത് രോഗത്തിനല്ല ചികിത്സിക്കണം, അവിടെ ഇല്ലാത്ത രോഗത്തിന് ചികിത്സിക്കുകയാണ്. അപ്പൊ അഴിമതിയുണ്ട്, ശരീര ഉപദ്രവവും ഉണ്ട്. സാറിന് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിരപരാധികളൊക്കെ ജയിലിൽ കിടപ്പുണ്ടല്ലേ? ഇഷ്ടം പോലെ നിരപരാധികളുണ്ട്. ഇപ്പൊ സ്ഥിരമായിട്ടുള്ള ക്രിമിനലുള്ള ആൾക്കാരെ മാറ്റി വെക്കുക സാറേ. അല്ലാണ്ടുള്ള ആൾക്കാരുണ്ട്, ഒരു ദേഷ്യത്തിന് പറ്റിപ്പോയത്, അല്ലെങ്കിൽ അറിയാണ്ട് തെറ്റിപ്പോയത്, കള്ളക്കേസിൽ കുടിക്ക് വന്ന ആൾക്കാർ. ഇപ്പോൾ റിമാൻഡ് പ്രതികൾക്ക് 14 ദിവസം വെച്ചിട്ട് കോടതിയിൽ ഹാജരാകും. നമുക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ പറയാം. ഈ പറയണ എങ്ങനെ? ഇപ്പൊ VC ആണ്, നമ്മൾ ആ ക്യാമറയിൽ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പറയണേ. പക്ഷെ അവിടെയും അറിയാത്തൊരു സംഭവമുണ്ട്. ഇത് പറയുമ്പോൾ നമ്മൾ കോടതി നടപടി തുടങ്ങുമ്പോൾ ഇവരിത് ഓണാക്കി വെക്കും. ഈ നമുക്ക് എന്തെങ്കിലും പറയാൻ അവർ മ്യൂട്ട് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും അവിടെ കേൾക്കണില്ല. നമ്മൾ എന്താ ഓർക്കണേ? നമ്മൾ കേട്ടിട്ട് ജഡ്ജി ദേഷ്യപ്പെട്ട് മിണ്ടാണ്ടിരിക്കണേണ്. എടാ അവിടെ കേട്ടിട്ടില്ല. ഒരു പരാതിപ്പെട്ടി ഉണ്ട്. ഈ പരാതിപ്പെട്ടി എന്താ ചെയ്യണേ? അവര് പരാതിപ്പെട്ടി കോടതിയിൽ നിന്ന് വന്നിട്ടാണ് എടുത്തുകൊണ്ട് പോകണം. ഇവരെന്ത് ചെയ്യും? ഈ സാധനം ഇത് എടുക്കുന്നതിന് മുമ്പ് പശയിട്ടിട്ട് ഇർക്കിൽ കുത്തി കമ്പി കുത്തി സാധനം വലിച്ചെടുക്കും. എന്നിട്ട് ഇവനെ പേടിപ്പിക്കും. ഒരു നിരാഹാരം ഇരുന്നാൽ അവനെ കോടതിനെ അറിയിച്ച്, ബന്ധുക്കളെ അറിയിച്ച് അവൻ്റെ ഇത് കൊടുക്കണം. ഇതെന്താ ചെയ്യണേ? അപ്പം തന്നെ ഇവനൊരു പണിഷ്മെന്റ് കൊടുക്കണം. എന്താ? ഇന്റർവ്യൂ കട്ട് ചെയ്യും.
നല്ല ഇടി ഇടിക്കും, വക്കീലിനെ കാണിക്കാൻ സമ്മതിക്കില്ല, കോടതി കൊണ്ടുപോകില്ല. എന്തിന്? ഇവരുടെ ഇത് പുറത്തു വരാണ്ടിരിക്കാനായിട്ട്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ഫുട്ബോളിൻ്റെ അവസ്ഥയാണ് സാറേ. ഒരു ജയിലിൽ കിടക്കുന്ന ഒരു പ്രതിയുടെ സ്ഥിരം കുറ്റവാളികളെ വീട് ഇപ്പോൾ ഒരു എല്ലാവരും ഇപ്പോൾ തെറ്റ് ചെയ്തെന്ന് പറയാണ്, ഈ ജയിലിൽ നിറഞ്ഞു കവിയണേണ്. അപ്പോൾ ഇതിലെല്ലാം ജപ്പാനിൽ നിന്നോ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ആൾക്കാരൊന്നും അല്ല, നമ്മുടെ കേരളത്തിലെ നമ്മുടെ സമൂഹത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഇവരുടെ കൂടെയുള്ള ആൾക്കാർ, ബന്ധുക്കളും മക്കളും എല്ലാവരും ഈ നമ്മുടെ സമൂഹത്തിലെല്ലാം ജീവിക്കണേ. അപ്പോൾ അവരെ മാറ്റി നിർത്തുകയല്ല ചെയ്യണ്ടേ, അവരെയും പരിഗണിക്കണം. അവർക്കാണ് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് സർക്കാർ ഇത്രയും കോടി രൂപ കൊടുത്തു, ഇവർക്ക് ജയിലുണ്ടാക്കി ഫുഡും എല്ലാം കൊടുക്കണ്ടല്ലോ. ഇത് കറക്റ്റായിട്ട് നടക്കണ്ടെന്ന് കൂടി ചെക്ക് ചെയ്യണ്ടേ. അവിടെ ഈ ജയിലുകളിൽ വെൽഫെയർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അയാളെന്താ ജയിൽ ഉദ്യോഗസ്ഥർ ക്രമക്കേട് നടത്തണ്ട, പ്രതികൾക്കുള്ള ആനുകൂല്യങ്ങളും അവർക്ക് വേണ്ട മാനസികമായിട്ടുള്ള ഉല്ലാസവും അവർക്ക് വേണ്ട ഇപ്പം ജോലി ട്രെയിനിങ് കൊടുക്കുക, അവരെ കൗൺസിലിംഗ് ചെയ്യണമെങ്കിൽ അവരെ അങ്ങനെയുള്ള ഇത് ചെയ്യുക, എല്ലാത്തിനും വെൽഫെയർ വെച്ചേക്കണേ. സ്ഥിരം ക്രിമിനൽസിനെ അവരെന്ത് വേണമെങ്കിൽ കാണിച്ചോട്ടെ. ഒരു സാധാരണക്കാരൻ വരുമ്പോൾ അവൻ അവിടെ കഷ്ടപ്പെട്ട് അവനെ പരിവർത്തനം നടത്താനുള്ള ജയിലിൽ വിടണേ. അവൻ്റെ ഭാര്യയും കുഞ്ഞും വരുമ്പോൾ ആ കുഞ്ഞിനെ ഒന്ന് അടുത്തിരുത്തി സംസാരിച്ച് അവൻ്റെ മനസ്സ് സമാധാനമാവൂലേ? കൂടുതൽ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഈ വെൽഫെയർമാർ കൂടുതൽ കൊടുക്കണ്ടേ. നല്ല ഒരു തെറ്റ് തിരുത്തിയിട്ട് ഇനി വരില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുള്ളൂ. ഇതൊന്നും ചെയ്യില്ല. ഒരു 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കഴിയുമ്പോൾ തുടങ്ങും പോ. ഒരു ബുക്ക് കയറണമെങ്കിൽ ഇവനൊക്കെ കാല് പിടിച്ച് കിടക്കണം സാറേ. പിന്നെ ഇവനൊക്കെ എന്തിനാണ് ഇത് ഒരു പ്രിസന്റ് മാനുവൽ എന്തുകൊണ്ട് ഇവര് ജയിൽ മറ്റേ ഇതിൽ വെക്കണമെന്നില്ല? ഇവര് വായിച്ചു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? ഇപ്പൊ നമ്മളൊരു ഫുഡിന്റെ കണക്ക് പറഞ്ഞാൽ ഫുഡിന്റെ അളവ് നമ്മൾ പറയണം. നമ്മൾ എന്തിനാണ് ഫുഡിന്റെ കണക്ക് പറയണം? അവരല്ലേ അത് നമുക്ക് തരേണ്ടത്. അപ്പോൾ മൊത്തത്തിൽ അതായത് ഇപ്പോൾ ഒരു കുറ്റം ശിക്ഷിക്കപ്പെട്ട് ഉള്ളിൽ വരുന്ന ഒരാളാണ് ഒരു ഫാമിലി വരുമ്പോൾ അവൻ്റെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും സാറേ. ആ ഇന്റർവ്യൂവിൽ വരുമ്പോൾ അവനോട് പറയണേ എൻ്റെ മോള് ഇന്നും പഠിച്ചില്ല, അല്ലെങ്കിൽ ഇന്നലെ ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല, വീട്ടിൽ ഭയങ്കര വിഷയമാണ്, ഇന്നലെ ലോൺ അടക്കാൻ പറ്റിയില്ല. അവൻ ആ സങ്കടത്തോടെ ആയിരിക്കും തിരിച്ച് നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു വാർഡൻ എടാ അവിടെ നിന്നടാ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മിണ്ടാണ്ട് പോകണമായിരിക്കും, അതായത് സാറിന് പോകുന്നു ആ ദേഷ്യത്തിൽ പറഞ്ഞായിരിക്കും. അതിന് പട്ടീനെ തല്ലണ പോലെ ആയിരിക്കും സാറേ തല്ലണേ, പട്ടീനെ തല്ലണേ. ഈ ശരിക്കും പോലീസ് സ്റ്റേഷനിലൊന്നും അല്ല ക്യാമറ വെക്കണ്ടേ, ഈ ജയിലിലെ എല്ലായിടത്തും ക്യാമറ വെക്കണം. കാരണം അത്ര ഉപദ്രവമാണ്. കാരണം ഉപദ്രവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പരാതി കൊടുക്കണമെങ്കിൽ പുറത്തു പോകണ്ടേ. ഒരു പരാതി എഴുതണമെങ്കിൽ എങ്ങനെ എഴുതണം എന്ന് അറിയാൻ പാടില്ല, ഒരാൾ എഴുതി കൊടുക്കണം, എവിടെ കംപ്ലൈന്റ് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. മാത്രമല്ല കൊട്ടേഷൻ ടീം ഉണ്ടെന്ന് തോന്നുന്നല്ലേ, ക്രിമിനലുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊട്ടേഷൻ അടിക്കുന്നുണ്ടെന്ന് ഉണ്ട്. ഇവരെ വെച്ചിട്ട് ഇവരെ ഭീഷണിപ്പെടുത്തും, ഉള്ളിലെ ക്രിമിനൽ ഗ്യാങ്ങിനെ വെച്ചിട്ട്. കാരണം ഇവര് തമ്മിലുള്ള ഒത്തുകളുണ്ടല്ലോ, അത് വെച്ചിട്ട് നോർമൽ ഒരാളെ ഇടിച്ചു കഴിഞ്ഞാൽ അവരെ വെച്ച് ഭീഷണിപ്പെടുത്തും, പുറത്തു പോകണ്ട, ഇല്ലെങ്കിൽ ഒന്നും പറ്റില്ല, ഇവരെന്ത് ചെയ്യും, ജയിൽ അങ്ങോട്ട് മാറ്റും. അപ്പൊ ഇവിടുത്തെ വിഷയം തീർന്നില്ല, അവിടെ പോയില്ലേ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ പ്രതികളെ പരിഗണിക്കേണ്ട ആൾക്കാരല്ലേ സാറേ? കാരണം ഇവരെ പിന്നെ ഒരു അടിമയാണെങ്കിൽ പോലും ഇപ്പൊ സാറിന്റെ ഓഫീസിൽ ഒരു ജോലിക്ക് വേണ്ടി അവന് ഫീസ് സാറിന് സാലറി കൊടുക്കാൻ താല്പര്യമില്ല, എന്നാലും അവന്റെ എല്ലാ കാര്യം സാർ നോക്കണ്ടേ, അവന്റെ ഭക്ഷണവും അവന്റെ കിടപ്പും എല്ലാം നോക്കണ്ടേ. ഈ ഒരു ജയിലിൽ ഇപ്പൊ തിരുവനന്തപുരം ജയിലിലാണെങ്കിൽ 700 പേരിൽ മേലുണ്ട്. ഈ 700 പേരിൽ ഒരു 600 പേര് അവിടെ ജോലി എടുക്കണ്ടാവുമല്ലോ. എന്ത് കൂലി കൊടുക്കണ്ടേ സാറേ? ഇവിടെ പുറത്ത് മിനിമം ഒരു കൂലി 1000 രൂപയില്ലേ, 1200 ഉണ്ട്. അവിടെ 6 മാസം ഫസ്റ്റ് കയറുമ്പോൾ പണി പഠിക്കാൻ 6 മാസം കയറണവന് 60 രൂപയാണ് കൂലി 6 മാസത്തേക്ക്. അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ കൂലി എന്ന് പറഞ്ഞാൽ 220 രൂപ 250 രൂപ വരെ ചപ്പാത്തിക്ക്. അതും കഷ്ടപ്പെട്ട പണിയാണ് ഇതെല്ലാം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അവൻ ശിക്ഷ ചെയ്ത് കഠിന തടവ് എന്തായിക്കോട്ടെ, അവന് കൊടുക്കുന്ന കൂലി അവന് കൊടുക്കണം, എന്നാലും അവന്റെ കുടുംബം പോറ്റാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവര് ചപ്പാത്തി ഉണ്ടാക്കി പുറത്ത് വെക്കുന്നുണ്ട്, മറ്റേ ബ്യൂട്ടി പാർലർ പമ്പ് നടത്തി ഇതൊക്കെ വേണ്ട, എന്നിട്ട് ഇവിടെ കൃഷി നടത്തി ഇത്രയും പേര് ട്രഷറിയൊക്കെ സർക്കാരിനെ അടച്ചെന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ഒരു വീതം ഇവർക്ക് കൊടുക്കാൻ എന്താ പറ്റാത്ത? ഇവര് അധ്വാനിക്കണല്ലേ, അപ്പൊ അവരുടെ ഫാമിലി ഓക്കെ ആവൂലേ? ഇതല്ലാണ്ട് ഇവര് അടിമപ്പണി ചെയ്തിട്ട് അല്ലെങ്കിൽ അവർ അതേപോലെ നോക്കണം. ഇത് മിണ്ടനേനും പിടിക്കുന്നതിനും ഇവരെ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ശിക്ഷയിലെ ഇളവ് കൊടുക്കണം. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു, അവിടെ പണിയെടുക്കുന്ന പൈസ കൊടുത്തിട്ട് നമുക്ക് 2 മാസം വാങ്ങാൻ പറ്റുമായിരുന്നു. അതെ, അങ്ങനെയുള്ള ആൾക്കാരെ കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പൊ ഇതൊക്കെ പരിഗണിക്കേണ്ടത് സാറേ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ജയിലുകളിൽ മാത്രം നിറഞ്ഞു കവിഞ്ഞു പോയി. ഇപ്പൊ സാധാരണക്കാർ പറഞ്ഞ എന്താണ്, പോലീസ് പിടിച്ചവനൊക്കെ ജയിലിൽ കൊണ്ടിട്ട്. ഈ ജയിലിൽ കൊണ്ടിടുന്ന ഒരു വിഷയം കൂടി ഉണ്ട്. അതായത് പണ്ട് കഞ്ചാവ് കേസ് തുടരെ കഞ്ചാവ് കേസായിരുന്നു, ജയിലിൽ നിറഞ്ഞു. ജയിലിൽ നിന്നപ്പോൾ എന്താ സംഭവം വന്നത്? 1 കിലോ താഴെയാണ്, 1 കിലോ താഴെയാണെങ്കിൽ സ്റ്റേഷൻ ജാമ്യം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അത് എന്തുകൊണ്ട് വന്നത്? ഈ ജയിൽ സൂപ്രണ്ട് കോടതിക്കും അതായത് കമ്മീഷണർമാർക്ക് ഒരു ലെറ്റർ അയക്കും, ജയിലിൽ ഇങ്ങനെയാണ്, അപ്പോൾ അതുകൊണ്ട് ഇവരെ ജയിൽ പരിമിതിയിൽ കൂടുതലാണെന്ന് പറയുമ്പോൾ അവർക്ക് സഹകരിക്കേണ്ടി വരും. ഇപ്പോൾ പോസ്കോ കേസ് എന്ന് പറഞ്ഞ സംഭവം വന്നു, ഇപ്പൊ കേൾക്കണ്ട അതേപോലെ ജാമ്യം കൊടുക്കണം, 6 മാസം കഴിഞ്ഞാൽ ജാമ്യം കൊടുക്കണം. ഇപ്പൊ ജാമ്യം കൊടുക്കണം, കാരണം ജയിലിൽ നിറഞ്ഞ്.
ഇതേപോലെ MDMA കേസിലും ഇതുപോലെ കുറച്ച് ഇപ്പൊ MDMA കേസിൽ ആദ്യം MDMA പിടിച്ചു കഴിഞ്ഞാൽ 6 മാസത്തേക്ക് ജാമ്യമില്ലാണ്ട് കിടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്താ 3 മാസം കഴിഞ്ഞ് ജാമ്യം കിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇപ്പൊ പറഞ്ഞ ഒറിജിനൽ MDMA അല്ല, ഇപ്പൊ മെത്താണ്. അതുകൊണ്ട് അതിന് ജാമ്യം കൊടുക്കുക. അങ്ങനെ വ്യത്യാസം വന്നു കഴിഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ MDMA അല്ല, ഇവിടെ ഹെറോയിനാ വന്നേക്കണം, അപ്പൊ MDMAക്ക് കുറെ കേസ് കൊടുക്കാം. അപ്പൊ ജയിലുകൾ ഇങ്ങനെ നിറച്ചാൽ മതിയോ? ജയിൽ ഉദ്യോഗസ്ഥന്മാർ ശരിക്കും സെക്യൂരിറ്റി ജീവനക്കാരാണ് അവർ തലപ്പത്ത് IPS ഇരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇവർക്ക് എന്താണ് ഇവരെ ഉപദ്രവിക്കാനുള്ള എന്ത് ഇതുള്ളത്? ഒരു ഇതുമില്ല സാറേ. ഇവർക്ക് ഈ യൂണിഫോം ഇട്ടിട്ട് ഈ ജയിലിന്റെ പുറത്തിറങ്ങാൻ പാടില്ല, ടൂറിൽ യാത്ര ചെയ്യാൻ പാടില്ല. കാരണം സാറേ ഇവിടെ നമ്മൾ കേരള പോലീസിന്റെ KP, ഇവിടെ KJ, ഇതെങ്ങനെയാണ് നോക്കിയ ആൾക്കാർക്ക് മനസ്സിലാകണം? സാധാരണക്കാരന് തെറ്റ് പറ്റൂലേ? ഇപ്പൊ ജയിലില്ല യൂണിഫോം, അവിടെ ആ യൂണിഫോമിന്റെ ആവശ്യമില്ല ഇവർക്ക്. കാരണം അവിടെ ഈ പ്രതികളായിട്ട് വന്നവരെ നന്നാക്കാനുള്ള ഒരു കറക്ഷൻ ഹോമാണ്. അവിടെ അവർക്ക് മനസ്സിന് സമാധാനം തോന്നുന്ന ഒരു അന്തരീക്ഷം കൊടുക്കാനായിട്ട് ആ യൂണിഫോം ഒരിക്കലും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ ട്രാഫിക് പോലീസുകാർക്ക് എന്തിനാണ് വൈറ്റ് കൊടുക്കണത്? അവർക്കും കാക്കി കൊടുത്തു. അത് ആ കാക്കി ആ വൈറ്റ് എടുത്ത് ഇവർക്ക് കൊടുക്ക്. പക്ഷെ ഇതിൻ്റെ ഒരു വിഷയമുണ്ട്. ഇതിൽ ഈ കാക്കിനെ സ്നേഹിക്കുന്ന ഒരു 40% ആൾക്കാരുണ്ട്. അവരവ പണി നിർത്തി പോകും. കാരണം ഇവർക്ക് PC ഇതിലെങ്കിലും കിട്ടാൻ ആ പോലീസ് ആണെന്നുള്ള ഇതിൽ തന്നെയാണ്. പക്ഷെ ഇതിൽ അഴിമതിക്ക് വേണ്ടി മാത്രമാണ് ഈ യൂണിഫോം ഉപയോഗിക്കുന്നത്. അത് മാറ്റി വേറെ യൂണിഫോം കൊടുത്താൽ തന്നെ പാതി ചെയ്യില്ല. ഇതൊരു വളരെ നല്ല നിർദ്ദേശമാണ്. ഒരു MP വിചാരിച്ചാൽ മതി കേട്ടോ, പറ്റും. ഞാനിത് ശ്രദ്ധപ്പെടും. ഒരു MP വിചാരിച്ചാൽ യൂണിഫോം മാറും. കാരണം ഇവർ ഈ ക്യാമറ വെക്കേണ്ടത് പോലീസ് സ്റ്റേഷനിലല്ല സാറേ. ആ പോലീസ് സ്റ്റേഷനിൽ ഇടിക്കണം എന്ന് പറഞ്ഞാൽ അവർ ക്രമസമാധാനം നിലനിർത്താൻ വേണ്ടി അവരിടിക്കണം. ഇടിച്ചാൽ പോലീസിനെ ഇടിക്കൂ എന്നുള്ള ഭയം കൊണ്ടാണ് പോലീസുകാരെ ഭയപ്പെടുന്നത്. അല്ല, അത് ഇടിക്കണം. അത് നിങ്ങളെ പത്രക്കാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും അത് സഹകരിച്ചോ, ഒരു വിഷയമില്ല. ക്രിമിനൽസിനെ എന്നെയാണെങ്കിൽ അടക്കം ഇടിക്കണം. ഇടിച്ചൊതുക്കിയാൽ തന്നെ തീരുമെങ്കിൽ ഇടിച്ചൊതുക്കി തന്നെ ചെയ്യണം. പക്ഷെ ജയിലിൽ അങ്ങനെയല്ല. ജയിൽ ഡിപ്പാർട്ട്മെന്റ് ഇവരെ പരിവർത്തനം നടത്തി നന്നാക്കി പുറത്തേക്ക് വിടാനാണ്. അവർക്ക് ഇടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു ഡോക്ടർ വിജയൻ എന്ന് പറഞ്ഞ ഒരു സൂപ്രണ്ടായിരുന്നു നമ്മുടെ കണ്ണൂർ ജയിലിൽ. ഞാൻ പുള്ളിനെ പറ്റി കേട്ടേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുള്ളി കയറിയ കാലം തൊട്ട് ഒരു പ്രതി വന്നു കഴിഞ്ഞാൽ അവൻ്റെ A to Z കാര്യം ചോദിക്കും. അവൻ്റെ വീട്ടിൽ വന്നില്ലെങ്കിൽ അയാൾ തേടി പിടിച്ച് വീട്ടിൽ ചെന്നാൽ ആ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അരി വാങ്ങിച്ചു കൊടുക്കും. അങ്ങനത്തെ ഉദ്യോഗസ്ഥരുണ്ട്. ഈ നമ്മുടെ തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ സുരേഷ് കുമാർ എന്ന് പറഞ്ഞൊരു സൂപ്രണ്ടായിരുന്നു. അയാൾ പറഞ്ഞത്, നമ്മൾ മറ്റേ ഇതിന് വരുമ്പോൾ അയാൾ പറഞ്ഞതറിയോ, ഇവിടെ ഒരു ഗുണ്ടയുള്ളടാ, അത് ഞാനാണ് എന്ന് പറയും. ഓഫീസർമാരോട് ഇവരോട് പറഞ്ഞ. പക്ഷെ ഒരാൾ കൈക്കൂലി വാങ്ങൂല. എന്നല്ല, ഒരു പ്രതി വന്ന് സംസാരിച്ചാൽ അവന് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും, അവന് നിയമത്തിൻ്റെ ഇതിൽ എല്ലാം ചെയ്തു കൊടുക്കുക. അങ്ങനത്തെ ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും സാറേ ഒരു ഇപ്പോൾ പുറത്ത് എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ നടക്കുന്ന ജയിലിലാണ്. ജയിലിൽ ഇപ്പോൾ പുറത്ത് 12 രൂപ വാങ്ങണ വീടി 2 കെട്ട് ബീഡിക്ക് 1000 രൂപ കൊടുക്കണം ജയിലിൽ. കിട്ടത്തുള്ളൂ. ഇപ്പൊ ഡ്രഗ് 1000 രൂപ കഞ്ചാവിന് അവിടെ 10000 രൂപ 5000 രൂപ കൊടുക്കണം. MDMA അങ്ങനെ കിട്ടും, ലാഭിഷായിട്ട് കിട്ടും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, 60 രൂപക്ക് അവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുക്കുന്നത്. അപ്പൊ അവര് വീട്ടിലേക്ക് അവന്റെ വീട്ടില് സ്കൂളിൽ ഭാര്യ തന്നെയാണ് അടുത്ത ആഴ്ചയാണ് കൊച്ചിന്റെ സ്കൂൾ ഫീസ് കൊടുക്കേണ്ടത്. അപ്പൊ അവൻ നോക്കുമ്പോൾ 60 രൂപ തൊട്ട് ഒരു മാസം എത്ര രൂപ കിട്ടും? അപ്പൊ അവനോട് അവിടെയുള്ള വേടത്തം പറഞ്ഞാണ്, നീ എനിക്ക് കച്ചവടം ചെയ്ത് തന്നാൽ എനിക്ക് ഞാൻ ആ പൈസ തന്നേക്കാം. അവൻ ചെയ്യൂലേ? അതിന് കൂട്ടുകാരൻ ഇവരെല്ലാം കൊണ്ടേ കൊടുക്കണേ. അപ്പോ ഈ ഡ്രഗിന്റെ ഏറ്റവും വലിയ ഉറവിടം ജയിലാണ്. ജയിലില് ഈ ഉദ്യോഗസ്ഥ സാറേ, ഞാൻ ഈ 2023 ഞാൻ ഈ കിടക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് നടക്കുന്ന സംഭവം. അന്ന് നമ്മുടെ ഈ വിയൂർ സെന്റർ ജയിലിൻ്റെ ഉള്ളിൽ സാർ, ഞാനിത് വ്യക്തമായിട്ട് ഫോട്ടോയും വീഡിയോ എല്ലാം ഞാൻ കണ്ടതാണ് കേട്ടോ. ഒരു 1/2 കിലോ MDMA, 3 പാഴ്സല് കഞ്ചാവ്, അതായത് ഒരു പാഴ്സൽ 2.5 കിലോ ആണ്, 3 പാഴ്സല്, 2000 ഹാൻഡ്സ്, 10 കെട്ട് ബണ്ടൽ ബീഡി, 3 മറ്റേ ഇത് വൈറ്റ് ഡ്രം, ഇത്ര എല്ലാ സാധനം കൂടി ഹോസ്പിറ്റലിൽ ഇപ്പുറത്ത് ഒരു ഇതുണ്ട് നമ്മുടെ ഈ ഹോസ്പിറ്റലിന് തന്നെ ഒരു വാർഡ്. അതായത് ഈ മറ്റേ രോഗമുള്ള ആൾക്കാരെയും ഇവരൊക്കെ കിടത്തണം, അതായത് പകർച്ചവ്യാധിയുള്ള. അപ്പോൾ ഇതേപോലെയുള്ള ആൾക്കാരായിരിക്കും അവിടെ മറ്റേ ഇതായിട്ട് നിർത്തണം, ഇത് ജോലിക്കും ഈ പ്രതികളിൽ നിർത്തണം. ഇത് പുറത്തുകൂടി വന്നിട്ട് കോട്ടേഴ്സിനുള്ളിൽ നടന്നു വന്നിട്ട് വെളുപ്പിന് സമയങ്ങളിൽ എറിഞ്ഞിടും. ഇത് അന്ന് പിടിച്ച് യാദൃശ്യമായിട്ട് രാവിലെ ഡ്യൂട്ടിക്ക് വന്ന ഒരാൾ കണ്ട് പിടിച്ച്, ആ നമ്മുടെ തൻസീർ എന്ന് പറഞ്ഞ ഒരു വൈപ്പിനുള്ള ഒരു പയ്യനായിരുന്നു. അവനപ്പം തന്നെ എന്ത് ചെയ്ത് നേരെ ബ്ലേഡ് മൊത്തം ഇട്ട്. നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്ത് അറിയാവുന്ന ഡേറ്റിൽ 90-100 സ്റ്റിച്ച് അങ്ങനെ ഉണ്ട്. കാരണം ഇവർ ഇടികൊള്ളാൻ തയ്യാറല്ല. അപ്പോൾ ഇവൻ്റെ ജയിലിൽ കയറിയ ഫസ്റ്റ് തന്നെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ നമ്മൾ ചെന്ന വിഷമമായിരിക്കുമല്ലോ സാറേ, ഉറക്കില്ലെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഇവരെന്താ ചെയ്യുന്നത്, സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് സൈക്കാട്രീനെ എഴുതും. സൈക്കാട്രി ചെന്ന് കഴിഞ്ഞാൽ UTP എന്ന് പറഞ്ഞ ഒരു ഗുളികയുണ്ട്, ഈ സാധനം കൊടുക്കും. ഈ സാധനം അടിച്ചു കഴിഞ്ഞാൽ മറ്റേ മരപ്പാവയാണ്, ഏത് ബോധോട്ട് ഇങ്ങനെ കിടക്കും. ഇത് മറിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഡിയും കിട്ടും, കഞ്ചാവും കിട്ടും.
അതിന് വേണ്ടിയിട്ട് എഴുതുന്ന ആൾക്കാരുണ്ട്. ഈ സാധനം സ്ഥിരമായിട്ട് അടിച്ച് കഴിച്ച് മരിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. സാറേ ഞാൻ കിടക്കുമ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ 2 പേര് മരിച്ചു ഓപ്പറേഷൻ ചെയ്തിട്ട്. ഹോസ്പിറ്റലുകാരെ ഇതാണ്, ജയിലുകാർ ഇവരൊക്കെ എഴുതിത്തള്ളും. ഇതൊക്കെ സാറ് കാരണം ജനങ്ങൾ വിചാരിക്കണമെന്ന് കാണുന്നതും ജയിലിൽ സുഭിക്ഷമായിട്ട് കഴിയണം, സുഭിക്ഷമായിട്ട് ജീവിക്കുന്നതാണ്. 1200 രൂപയാണ് ഒരു മാസം നമുക്കത് എഴുതിയെടുക്കാൻ പറ്റുന്നത്. നമ്മുടെ ഇതിൽ ഈ റിമാൻഡ് കിടക്കുന്ന ആൾക്കാർ മാത്രമേ ഈ ഫുഡ് വാങ്ങുള്ളൂ. ഈ ബിരിയാണിയിൽ നിന്ന് അവിടെ പൈസ കൊടുക്കാണ്ട് നിങ്ങൾ പുറത്ത് വാങ്ങണ പോലെ കിട്ടുള്ളൂ. അത് നമ്മൾ വാങ്ങിച്ച് ആഴ്ച 2 ദിവസമാണ് കിട്ടണം, അല്ലാണ്ട് എല്ലാ ദിവസവും കിട്ടുന്നില്ല. പക്ഷേ ഈ ബിസിനസ് ചെയ്യണ, ഈ ഡ്രഗ് ബിസിനസ് ചെയ്യണ ആൾക്കാരെല്ലാം ഇവരെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിൽ പൈസ ഇട്ടിട്ട് ഇവർ ഈ കാർഡ് വാങ്ങിച്ച് ഇവർ വാങ്ങും. ഇതേപോലെ തന്നെ ഈ തീവ്രവാദ കേസിലെ ഫിറോസ് എന്ന് പറഞ്ഞു, അതും കൂടി ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ സാറേ, ഞാൻ അത് വിട്ടുപോയതാണ്. ഇവന്റെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തെ നാടുകളിലൊക്കെ, തമിഴ്നാടാണെങ്കിൽ കർണാടകയാണെങ്കിൽ തീവ്രവാദ കേസ് വന്ന ആൾക്കാരെ സെപ്പറേറ്റ് ബ്ലോക്കാണ്. മറ്റുള്ള പ്രതികളായിട്ട് സംസാരിക്കാൻ വിടില്ല, അവർ ജോലി ചെയ്യാൻ അനുവദിക്കില്ല, അവർക്ക് ഇന്റർവ്യൂ പോലും സെപ്പറേറ്റ് ആണ്. ഇവനൊക്കെ ഇവിടെ ലാബിഷായിട്ടാണ് നടക്കുന്നത്. ഇവനൊക്കെ മറ്റേ ആര് വേണമെന്നാലും കാണിക്കും, പണിയെടുക്കാം മറ്റുള്ള പ്രതികളിലൂടെയാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവനൊക്കെ 3 പേരെ ഇതേപോലെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് ഏട്ടാണ് ഈ കാശ്മീർ പോയി സംഭവമായില്ല. ജയിലിൽ ഇത് ചെയ്തിട്ട് നാളെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവനൊക്കെ ഫോൺ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇതെന്ത് ഇവരെ മാത്രം മാറ്റി എടുത്താത്ത? ഇവർക്ക് എന്തിനാ ജോലി എടുപ്പിക്കുന്നത്? എന്തിനാ ഇവര് ബ്ലോക്കുകൾ അടച്ചിട്ടുണ്ടല്ലേ കാരണം ഫസ്റ്റ് ജീവനും തടവ് കിട്ടി, അപ്പീല് പോയി, പുറത്തിറങ്ങി, രണ്ടാമത് ഇരട്ട ജീവനും ആക്കി കൊടുത്തു. അപ്പോൾ പക്ക ക്രിമിനലായ തീവ്രവാദമായതുകൊണ്ടല്ല അവനെ ആക്കിയത്. അവനൊക്കെ ആര് വേണാലും വരാം, ആര് വേണമെങ്കിലും കാണാം, എവിടെ വേണമെങ്കിലും നടക്കാം, ഏത് പ്രതികളിലൂടെ നടക്കാം, കഞ്ചാവ് ഉപയോഗിക്കാം, MDMA ഉപയോഗിക്കാം, ജോലി എടുക്കാം, അവിടെ പോകും ഇവിടെ പോകും, എന്ത് സ്വാതന്ത്ര്യം. എന്നിട്ട് പാവപ്പെട്ടവരെ ഇടിച്ച് നശിപ്പിക്കും. പിന്നെ അതുമല്ല, ഈ ശിക്ഷാപ്രതികൾ കിടക്കണം. ഞാൻ പലപ്പോഴും കണ്ടുകൊണ്ടിട്ടുണ്ട്, പലരും എന്നോട് സങ്കടം പറഞ്ഞിട്ടുണ്ട്, പലരും എൻ്റെ അടുത്തേക്ക് പലരും വിടും, ഞങ്ങൾക്കൊന്ന് ജാമ്യം എടുത്ത് തരുമോ, ഞങ്ങൾക്കൊന്ന് പരോളിൽ തരുമോ. അതായത് ഇവർ ഈ കാണാൻ വരുന്ന സ്ത്രീകൾ, ഭാര്യ ആയിക്കോട്ടെ മകളായിക്കോട്ടെ, ഇവിടെ ടൂണിങ് ആണ് സാറേ. ശരി, അതായത് സ്ഥിരമായിട്ട് ആഴ്ച 2-3 ദിവസം തന്നെ അല്ലേ. അപ്പൊ ഇവന് ഈ 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഇവര് അവിടെ നിൽക്കുന്ന ഈ എല്ലാവരും ഒന്നും അല്ലട്ടോ സാറേ പറയണം. ഇതിൽ ഒരു 30% ആൾക്കാരെ ഞാൻ പറയണം, ഇവന്മാർ അപ്പം തന്നെ ടൂൺ ചെയ്യും. എന്താ പറയും, നീ ഞാൻ പറഞ്ഞ സമയത്ത് ലാസ്റ്റ് വന്നാൽ മതി, ഒരു അരമണിക്കൂർ കണ്ട് സംസാരിച്ചു. രാത്രി ചാറ്റിംഗ് ആണ്. എത്ര പേരെ ചാറ്റ് എൻ്റെ കയ്യിലുണ്ട് സാറേ. ഞാൻ നുണ പറയുന്നില്ല, കാരണം എനിക്കിപ്പോ ഞാനും ജയിലിൽ കണ്ട ആളാണ്. ഇതൊക്കെ പറയണ പുറത്ത് കേൾക്കുമ്പോൾ എന്നോട് ഇവർക്കെല്ലാം വൈരായെന്ന് തോന്നും. പക്ഷെ ആ ഒരു വിവാദത്തിന് വേണ്ടിയും സംസാരിക്കണ്ടേ. ഇനിയിപ്പോ നിങ്ങളുടെ പദ്ധതി എന്താണ്? ഇപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ ഇവിടെയൊക്കെ കേസിനെ കൈകാര്യം ചെയ്യണ്ടേ സാർ? ഇപ്പൊ ഈ ഇതില് ഇപ്പൊ തമിഴ്നാട് പോലീസിനോട് പറഞ്ഞേക്കണത് ഞാൻ തോക്ക് കൊണ്ട് നടക്കുന്ന ഒരാളാണ്, അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. എന്തിനാ സാറ് തോക്ക്? ഇവിടെ ആരാണ് തോക്ക് ഉപയോഗിക്കുന്നത്? നമ്മുടെ സാധനം ഉപയോഗിക്കാനാണ് കൊണ്ടു നടക്കണ്ട, അല്ലാണ്ട് അങ്ങനെ കളി തോക്ക് കൊടുത്തിട്ടുണ്ടാ പോലെ. വെറുതെ എന്തിനാ ആയുധം വെച്ചിട്ട് നടക്കണം? ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തിനാ വെച്ചിട്ട് നടക്കണം? പക്ഷെ ഇതിൽ അവർക്കൊരു പണി കിട്ടി സാറേ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഗോൾഡ് റോബറിയാണ്. പൈസയാണെങ്കിൽ ചിലവായി പോയി എന്ന് പറയാം. ഗോൾഡ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ടേ കൊടുത്തിട്ട് വേണം ആ സാധനം ഇത് ചെയ്യാൻ, റിക്കവറി എടുക്കാൻ സുഖം. അപ്പോൾ എൻ്റെ നിന്ന് റിക്കവറി എടുക്കണം, ഞാൻ ആ സാധനം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലല്ലേ എന്നോട് റിക്കവറി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവരെന്ത് ചെയ്യും? അല്ല, എൻ്റെ സംശയമാണ്, എന്ത് ചെയ്യും? ഓക്കെ, നമ്മുടെ ഇന്റർവ്യൂ ഒത്തിരി നേരം നീണ്ടു. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും സന്തോഷം, എല്ലാവിധ ആശംസകളും. ഈ കുറച്ചുകൂടെ ആകപ്പാടെ എനിക്ക് പറയാനുള്ളത്, ക്രൈമാണ്, അതിന് മറുവശത്ത് നിൽക്കുന്നവർക്ക് അവർക്കും ഫാമിലിയും ബുദ്ധിമുട്ടും കുടുംബമൊക്കെ ഉണ്ടെന്നൊരു വിചാരം. നിങ്ങൾക്ക് മനസാക്ഷിയുള്ള ആളാണെന്ന് അറിയാം, എങ്കിപ്പോൾ ഒരു ക്രൈമാണല്ലോ പലപ്പോഴും നമ്മൾ ഇടപെടുന്നത്, അതൊന്ന് പരിഗണിക്കണം സാർ. അതായത് ഞാനിപ്പോൾ ഒരു ക്രൈമും ചെയ്യുന്നില്ല. കാരണം സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാനൊരു കൊട്ടേഷൻ എടുക്കണില്ല. ഇപ്പോൾ എനിക്ക് വരുമാനമുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അനാവശ്യമായിട്ട് പോകണം എന്തിനാ? എൻ്റെ പേര് ഉപയോഗിക്കണില്ല എന്ന് ഞാൻ പറയാനുള്ള. പക്ഷെ ഞാൻ ചെയ്യുന്ന ബിസിനസ്സുകളിൽ എനിക്ക് ആ പേര് ഉപയോഗിക്കുന്നുണ്ട്, അല്ലാണ്ട് ഞാൻ ചെയ്യണില്ല. ഇപ്പോൾ പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ തിരിഞ്ഞ തിരുവനന്തപുരം, മറിഞ്ഞ മംഗലാപുരം, വീണ വിഷ്ണുലോകം എന്ന് പറഞ്ഞൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ സാറേ, ഒരുപാട് അമ്മമാരുടെ കണ്ണീര് പെടുത്തിയത് ഞാൻ എന്നാ പറയണം. അപ്പോൾ ഇപ്പം എന്നെ ഒരുപാട് അമ്മമാർ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കണ്ണീര് ഒപ്പാൻ കുറച്ച് കേസ് ഉണ്ടാക്കിയാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രഗിനെതിരെ നിൽക്കണേ. അല്ലാണ്ട് എനിക്ക് ഈ ഡ്രഗിനെ ഇവരെ കൂടെ ചേർന്നാൽ പോരെ, എനിക്ക് പൈസയിൽ നിന്ന് സ്വസ്ഥതയായിട്ട് എനിക്ക് വീട്ടിൽ കിടക്കാം. പക്ഷെ എനിക്കത് പറ്റില്ല. എല്ലാ ആശംസകളും. നിങ്ങളെ കണ്ടാൽ അങ്ങനെ വലിയൊരു ഇത് തോന്നത്തില്ലല്ലോ, ഒരു കാഴ്ചയിലൊരു വലിയൊരു നമ്മൾ ഗുണ്ട എന്ന് പറയുന്ന ഒരു ലുക്ക് അല്ലല്ലോ നിങ്ങൾക്ക് ഉള്ളത്. പണ്ട് ഞാനേ നമ്മുടെ
തമിഴ്നാട് കിടക്കുന്ന സമയത്ത് കോഴിക്കോട് ജില്ലാ ജയിലിലേക്ക് ER ഇട്ട് പോയി. എന്നെ നമ്മൾ തലേ ദിവസം കൊണ്ടുപോയി ജയിലിലിടും, അതിൻ്റെ പിറ്റേ ദിവസം കോടതി കൊണ്ടുവരും. അപ്പോൾ രാത്രി 12 മണിയായപ്പോഴാണ് എത്തണം. എന്നെ ജയിലിൻ്റെ ഉള്ളിലേക്ക് കയറ്റി. അപ്പോൾ ഈ ജയിലിൻ്റെ ഉള്ളിലേക്ക് രാത്രി ER ഇട്ട് തന്നെ ഒരു സെല്ലുകാർ പെട്ടെന്ന് സ്വീകരിക്കും, സ്ഥലമില്ലെങ്കിൽ പോലും. എന്ന് വെച്ചാൽ അവർ ബീഡിയ കഞ്ചാവൊക്കെ കൊണ്ടുവരും പെട്ടിക്കടിച്ച്. അപ്പോൾ എന്നെ ഒരു സെല്ലിൽ 2 പേര് കിടക്കണം, എന്നെ വിളിച്ച് കയറ്റി. ഞാൻ കയറിയിരിക്കണേ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അന്ന് കോടതിയിലൊക്കെ ഇടിയിടുന്ന് ഭയങ്കര ഫേമസ് ആയിട്ട് ഇരിക്കുന്ന സമയം, പത്രവാർത്തയൊക്കെ എല്ലാ ദിവസവും വന്ന സമയം. കയറി ഇരുന്നപ്പോൾ എന്നോട് ചോദിച്ചു, വല്ല കൊണ്ടുവന്നിട്ടാന്ന് ചോദിച്ചു. നമ്മൾ ഒന്നുമില്ല. അതെന്താടാ? ഞാൻ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു. നീയൊക്കെ പിന്നെ എന്തിനാണ് ഈ റൂമിൽ ഒന്ന് കയറി? ആദ്യം പറയാറുന്നില്ലേ, കേട്ടില്ല മനുഷ്യനെ ഉറക്കം കളഞ്ഞ് അങ്ങനെയാണ്. ഏത് നാട്ടിൽ തന്നെടാ? ഞാൻ എറണാകുളം. എറണാകുളത്ത് എവിടെ? നമ്മൾ മരടാ. നീ മരടേഷൻ അറിയോടാന്ന് ചോദിക്കണേ. ഞാൻ പറഞ്ഞു മരടേഷൻ അറിയും എന്ന് പറയുന്നത്. എങ്ങനെ അറിയും? ഞാനാണ് മരടേഷൻ എന്ന് പറയുന്നത്. അവൻ എന്നെ ഇങ്ങനെ നോക്കി. എന്നിട്ട് ആ തൊട്ടടുത്ത് ഇറങ്ങണവനെ ഉറങ്ങണവനെ എഴുന്നേറ്റ് അവൻ ചാടി ഇരുന്നിട്ട്, എടാ നീ 4 പറഞ്ഞേട്ടാ ഇവനാണ് മരടനീഷ് എന്ന്. എടാ എനിക്ക് പോടാ ഇടിക്കോടെ തന്നെയെന്ന്. അപ്പം ഞാൻ അയ്യടാന്നായി, മരടനീഷ് എന്ന് പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ ആയ. പിറ്റേ ദിവസം രാവിലെ എന്നിട്ട് കളിയായിക്കൊണ്ടിരിക്കണേ മാതിരി 2 പേരും കൂടി. രാവിലെ ഞാൻ ഒന്നും മിണ്ടിയില്ല, ബാത്റൂമിൽ പോയപ്പോൾ അവിടെ വന്നിട്ട് ഒരുത്തം വന്ന് വെള്ളം കപ്പിലെടുത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞു. ഇത് എനിക്ക് ഭ്രാന്തിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങണേ, എന്ത് മാങ്ങാത്തിലാണ് നീ കാണിക്കണേന്ന് ചോദിച്ചപ്പോൾ അവനൊക്കെ അറിയാൻ പിടിച്ചപ്പോൾ വേറത്തിന് ഓടി വരും. അനീഷേട്ടാന്ന് പറഞ്ഞ് ഓടി തന്നെയാണ്. അപ്പോൾ ഇവന്മാർ എന്തായി വിട് ഇത് അനീഷേട്ടനാണ് എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് കുളി കഴിഞ്ഞ് റൂമിൽ പോയി. എല്ലാം കൂടി വന്നേക്കണേന്ന്. ചേട്ടാ ഞങ്ങൾ മൈഡനീഷ് എന്നൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ഹൈറ്റും വെയിറ്റും എന്നൊക്കെ ഓർത്തത്. ചേട്ടാന്ന് പ്രതീക്ഷയില്ല, സോറി ചേട്ടാ അറിഞ്ഞില്ല. എല്ലാവരും എല്ലാം നന്നായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.